ഓക്കെ ബഡീസ്, അപ്പോൾ നമ്മൾ ഇനിയും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകം ടാക്സിൻ്റെ അമെൻമെൻ്റാണ് ഫോർ ദിസ് മെയ് 2025 അല്ലെങ്കിൽ ജൂൺ 2025 എക്സാംസിന് വരുന്ന അമെൻമെൻ്റാണ് ഫോർ ബോത്ത് ഇൻ്റർ ആൻഡ് ഫൈനൽ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമ്മളുടെ ഇൻ്റർ ടോപ്പിക്കാണ്. ഇൻ്റർ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ശരിയല്ല, കോമൺ ടോപ്പിക്സ് ഫോർ ഇൻ്റർ ആൻഡ് ഫൈനൽ. അതിൽ അമെൻമെൻറ്റ്സ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യും. എന്നിട്ട് നമുക്ക് ഇൻ്റർ സ്റ്റുഡൻസിനെ പറഞ്ഞയച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഫൈനലിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള അമെൻമെൻറ്റ്സ് നമുക്ക് പഠിക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ GST ഇപ്പോൾ നിങ്ങൾ ഇതാണ് ഫസ്റ്റ് ഇയർ കാണുന്നതെങ്കിൽ നിങ്ങളുടെ അറിവിലേക്ക് നമ്മുടെ GST അമെൻമെൻറ്റിൻ്റെ വീഡിയോയും കൂടെ ഇട്ടിട്ടുണ്ട്, ഈ ചാനലുണ്ട്, അതും കൂടെ കാണാം. അപ്പോൾ അത് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ വെൻ ദ പ്രൊഡക്റ്റ് ഈസ് ഫ്രീ യു ആർ ദ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ യു ആർ ദ പ്രൈസ് അല്ലേ, അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു അവസരം ഞാനൊരു കാര്യം കൂടെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. നമ്മളൊരു സർട്ടിഫിക്കേഷൻ കോഴ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സർട്ടിഫിക്കേഷൻ കോഴ്സ് ഓൺലൈനായിട്ട് വീട്ടിലിരുന്നിട്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട്, അതായത് ഇൻകം ടാക്സും GST, TDS, ESIC, PF അല്ലേ, MCA ഫയലിംഗ്, അതുപോലെ തന്നെ നമ്മളുടെ ടാലി, എക്സൽ, ഇതൊക്കെ വീട്ടിലിരുന്ന് നമുക്ക് 1 മണിക്കൂർ ഒരു ദിവസം മാറ്റി വെച്ചാൽ വൈകുന്നേരമായിരിക്കും നോർമലി. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു കോഴ്സുണ്ട്. 7,500 രൂപയാണ് ആ കോഴ്സിൻ്റെ ഫീ. അപ്പോൾ അത് നമ്മളുടെ ഒരു ഡിസ്കൗണ്ട്, അതായത് ഒരു ഓഫർ പ്രൈസാണ്. ഫസ്റ്റ് ഇത് 100 പേരൊക്കെയാണ്, ഏകദേശം നമുക്ക് നല്ല അഡ്മിഷൻസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 1,000 റുപ്പീസ് കൊടുത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് നല്ല വർത്ത്ഫുൾ ആയിരിക്കും. മാത്രമല്ല ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യേൻ്റെ BFSI സർട്ടിഫിക്കറ്റ് നമ്മളതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ ജോയിൻ ചെയ്യാം. പിന്നെ എൻ്റെ സ്റ്റുഡൻസ് ആണെങ്കിൽ എൻ്റെ റെക്കോർഡ് ക്ലാസ്സോ അല്ലെങ്കിൽ ബുക്സോ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 20% ഡിസ്കൗണ്ട്, നിങ്ങൾ ആ റെക്കോർഡിൽ അത് ബുക്സിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് അയച്ചാൽ മതി. 20% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് അതിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നല്ല കുറഞ്ഞൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് കേൾക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് ഏപ്രിലാണ് നമ്മുടെ ഫസ്റ്റ് ബാച്ച്. ദെൻ ജൂലൈയിലും അങ്ങനെ എല്ലാ 2 മാസം കൂടുമ്പോഴും ബാച്ച് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ എക്സാം എഴുതാൻ പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജൂലൈ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാം. അപ്പോൾ ഓഫർ പ്രൈസ് കിട്ടണമെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു 1,000 റുപ്പീസ് കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി. റെഡി? അപ്പോൾ അതിൽ നിങ്ങൾ ഇതല്ല ശരിക്കും നമ്പർ, ഇത് നമ്മളുടെ റെക്കോർഡ് ക്ലാസ്സിൻ്റെ നമ്പറാണ്. അപ്പോൾ അതിൽ മെസ്സേജ് അയച്ചാൽ മതി, മറ്റേ നമ്പറിൽ എനിക്ക് നോക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ അതിൽ അവർ പറയും ഏതാണ് ഇതിൻ്റെ ഓഫീസ് നമ്പർ. നമ്മൾ 2 വേറെ നമ്മൾ കോർഡിനേറ്റേഴ്സാണ്, അപ്പോൾ 2 പേരുടെയും നമ്പർ വേറെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ നമ്പറിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. മാത്രമല്ല നമ്മളുടെ ഈ ഒരു അമെൻമെൻറ്റ് വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ കൈവശം ഉണ്ടാവേണ്ട മെറ്റീരിയൽ ഒന്ന് നമ്മളുടെ ഫൈനലാണെങ്കിൽ നമ്മളുടെ ഈ 12th എഡിഷനാണ്. ഇനി ഇൻ്റർ ആണെങ്കിൽ നമ്മളുടെ 13th എഡിഷനാണ് വേണ്ടത്. അപ്പോൾ അതിലാണ് ഈ അമെൻമെൻറ്റ്സ് എല്ലാം ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നിങ്ങളുടെ കൈവശം ഉണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് ആ ബുക്സും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, സെറ്റ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റർ ലെവൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ദെൻ വി വിൽ മൂവ് ഓൺ ടു ദ ഫൈനൽ ലെവൽ. അപ്പോൾ ഏതായാലും നമ്മളുടെ ഇൻ്റർ ലെവൽ എന്ന് പറയാൻ പറ്റില്ല, ബോത്ത് ഫോർ ഇൻ്റർ ആൻഡ് ഫൈനൽ, അങ്ങനെ പറയുന്നതാണ് ശരി അല്ലേ. സോ ലെറ്റ്സ് സീ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒന്നാമത്തെ കാര്യം നമ്മൾ എഴുതാൻ പോകുന്ന മെയ് എക്സാം അല്ലെങ്കിൽ ജൂൺ എക്സാം, അതിലെ പ്രീവിയസ് ഇയർ 2024-25 അസസ്മെൻറ്റ് ഇയർ 2025-26 എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ അവിടെ ആ ഒരു ഇയർ മാറി എന്ന് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമ്മുടെ ഇവിടെ ടാക്സ് റേറ്റിലേക്ക് വരുന്ന സമയത്ത് 2025-26 അസസ്മെൻറ്റ് ഇയറിലേക്കുള്ള ടാക്സ് റേറ്റിൽ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം, 1 is സ്ലാബ് അസസീസ്. ഇവരൊക്കെയാണ് സ്ലാബ് അസസി, ഇൻഡിവിജ്വൽ, HUF, AOP, BOI, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, ഇവരൊക്കെയാണ് സ്ലാബ് അസസി എന്ന് വിളിക്കപ്പെടുക അല്ലേ. അപ്പോൾ അവരെ സംബന്ധിച്ച് സ്ലാബ് റേറ്റ് ഉണ്ടാവുക. അവിടെയാണ് നമ്മൾ ഒരു ഇൻ്റർ ലെവലിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. ഫൈനൽ ലെവലിൽ വരുന്ന സമയത്ത് നമ്മൾ കമ്പനീസൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഇതൊക്കെ നോക്കണമെന്ന് വെച്ചാൽ മെയിനായിട്ട് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. പിന്നെ നമുക്ക് ഇൻ്റർനാഷണൽ ടാക്സേഷനിൽ സെക്ഷൻ 91 യൂണിലാറ്ററൽ റിലീഫ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് ഇൻഡിവിജ്വലിൻ്റെ കേസിലൊക്കെ മെയിനായിട്ട് നമുക്ക് 2 ടാക്സ് റേറ്റ്, ഡീഫോൾട്ട് ടാക്സ് റേറ്റും ഉണ്ട്, ഓപ്ഷണൽ ടാക്സ് റേറ്റും ഉണ്ട്. ഡീഫോൾട്ട് ടാക്സ് റേറ്റിൻ്റെ സെക്ഷൻ ഏതാ, 115 BAC സബ്സെക്ഷൻ 1A, മറ്റേത് 115 BAC സബ്സെക്ഷൻ 6. ഇതിനെ വിളിക്കുന്നവയാണ് റെഗുലർ ടാക്സ്. ഓക്കെ, ഇതെന്താ, ദിസ് ഇസ് വാട്ട് കൺസെഷണൽ ടാക്സ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ക്വസ്റ്റ്യനിൽ ഡെഫിനറ്റ്ലി അവർ ഈ റേറ്റ് ഏതാണ് എന്ന് തരും. ഓക്കെ, ക്വസ്റ്റ്യനിൽ എങ്ങനെ പറയാം, ഞാനിതിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കിൽ അത് കറക്റ്റായിട്ട് ഇൻ്ററിൻ്റെ ഇത് ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ ഇൻ്ററിൻ്റെ
ക്വസ്റ്റ്യൻ ബാങ്കിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ ബാങ്ക് ഇപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ ബാങ്ക് കയ്യിലുണ്ടെങ്കിൽ ഞാനതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇഫ് ദ ക്വസ്റ്റ്യൻ സ്പെസിഫൈസ് നോർമലി അത് പറയുന്നുണ്ടാവും. ക്വസ്റ്റ്യനിൽ പറയാണ് SSC ഓപ്റ്റഡ് 115 BAC 1A. എന്താണ് 115 BAC 1A? എന്താ നമ്മളുടെ ഡീഫോൾട്ട് ടാക്സ് അല്ലെങ്കിൽ കൺസെഷണൽ ടാക്സ്. ഓക്കെ, അങ്ങനെ പറയാം. അല്ലെങ്കിൽ SSC ഫോളോയിങ് 115 BAC സബ്സെഷൻ 6 അങ്ങനെ പറയാം. ഓക്കെ, ഓപ്റ്റഡ് 115 BAC 6 എന്ന് വെച്ചാൽ നമ്മളുടെ ഓപ്ഷണൽ ടാക്സ് അല്ലെങ്കിൽ റെഗുലർ ടാക്സ്. ഓക്കെ, ഇനി അല്ലെങ്കിൽ SSC ഫോളോയിങ് 115 BAC എന്ന് മാത്രം പറയുകയാണെങ്കിൽ നമ്മൾ ഏതാ ഫോളോ ചെയ്യുക? ഇതാണ് ഫോളോ ചെയ്യേണ്ടത് കേട്ടോ. 115 BAC എന്ന് മാത്രം പറയുകയാണെങ്കിൽ നിങ്ങൾ ഡീഫോൾട്ട് ടാക്സ് ആണ് പറയേണ്ടത്. ഇനി ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞില്ലെങ്കിൽ നോർമലി പറയും, പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഏതാ ഫോളോ ചെയ്യുക? പറഞ്ഞില്ലെങ്കിൽ ഇതാണോ ഫോളോ ചെയ്യുക? ഈ ഡീഫോൾട്ടാണ് ഫോളോ ചെയ്യേണ്ടത് കേട്ടോ. ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഡീഫോൾട്ട് ടാക്സ് റേറ്റ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായിട്ടും എല്ലാവരും മനസ്സിലാക്കണം. ഓക്കെ, യെസ്. ഇനി അതിൻ്റെ ടാക്സ് റേറ്റ് ഒക്കെ നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ കമ്പ്യൂട്ടേഷനിലൊക്കെ ഞാൻ പോകുന്നില്ല കേട്ടോ. ഇതൊരു റെഗുലർ ക്ലാസ് അല്ല, അമെൻമെൻറ്റ് കവർ ചെയ്യാനുള്ള ക്ലാസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യണം, എങ്ങനെയാണ് സ്ലാബ് റേറ്റ് കമ്പ്യൂട്ടേഷൻ, അതിലേക്കൊന്നും പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാൻ. നമുക്ക് നോക്കാം. ഡീഫോൾട്ട് ടാക്സ് റേറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ കൺസെഷണൽ ടാക്സ് ആണെങ്കിൽ അല്ലെങ്കിൽ അവരിങ്ങനെയും ക്വസ്റ്റ്യനിൽ പറയാനുണ്ടോ? ദ ഓപ്റ്റഡ് ഔട്ട് 115 1A എന്ന് പറഞ്ഞാൽ എന്താ? അതിനർത്ഥം എന്താ? ഓപ്റ്റ് 115 BAC 1Aയും ഓപ്റ്റഡ് ഔട്ട് 115 BAC 1A വ്യത്യാസമുണ്ട്. ഓപ്റ്റഡ് ഔട്ട് 115 BAC 1A എന്ന് വെച്ചാൽ അതിനർത്ഥം അവർ ഇതാണ് ഫോളോ ചെയ്യുന്നതാണ് അർത്ഥം. കാരണം ഓപ്റ്റഡ് ഔട്ട് മീൻസ് എന്താ? ഫോളോ ചെയ്യുന്നില്ല എന്നർത്ഥം. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ എന്താണ്? പിന്നെ റെഗുലർ ടാക്സ് ആണ് ഫോളോ ചെയ്യുക. ഓക്കെ, അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വേർഡാണ്. ഓക്കെ, ഇനി നമുക്ക് 115 BAC അതായത് നമ്മുടെ ഡീഫോൾട്ട് ടാക്സിലെ റേറ്റ് അപ് ടു 3 lakh nil, 3 to 7 lakh 5%, 7 to 10 lakh 10%, 10 to 12 lakh 15%, 12 to 15 lakh 20%, more than 15 lakh 30%. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാറ് നമ്മളിപ്പോൾ പുതിയ ബഡ്ജറ്റിൽ ഇങ്ങനെ നല്ലല്ലോ, നമ്മളിപ്പോൾ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്താണ് ബഡ്ജറ്റിൽ നമ്മൾ വേറെ എന്തൊക്കെ 12 ലക്ഷം വരെ ടാക്സ് ഇല്ല, പിന്നെ വേറെ എന്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. മക്കളെ, അതൊന്നും നിങ്ങളുടെ മെയ് അല്ലെങ്കിൽ ജൂൺ അല്ലെങ്കിൽ നവംബർ അല്ലെങ്കിൽ ഡിസംബർ അല്ലെങ്കിൽ ജാൻ 2026 CA എക്സാം ഇതൊന്നും ബാധകമല്ല. അതായത് നിങ്ങൾ 2025 എക്സാം എഴുതുമ്പോൾ നിങ്ങൾ പഠിക്കുന്നത് ബഡ്ജറ്റ് 2024 ആണ്. ഇപ്പം നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് ഫെബ്രുവരി 2025 കണ്ട ബഡ്ജറ്റല്ലേ നിങ്ങൾ പറയുന്നത്? അതെപ്പോഴാണ്? അടുത്ത 2026 എക്സാംസ്. 2026 എക്സാം എന്ന് പറയുമ്പോൾ CA ഇൻ്റർ ജാൻ 2026 എക്സാം അല്ല കേട്ടോ, അതും കൂടെ 2025 എക്സാമാണ് കൂട്ടുക. അതായത് 2026 മെയ് എക്സാം അല്ലെങ്കിൽ ജൂൺ എക്സാം മുതലാണ് ബഡ്ജറ്റ് 2025 വന്ന പുതിയ കാര്യങ്ങൾ ബാധകമാവുക. അതൊന്നും പഠിച്ച് വെറുതെ എക്സാമുകളിൽ പോയിട്ട് കൊള്ളാക്കരുത്. ഓക്കെ, സോ അപ്പോൾ ഞാൻ നോർമലി പറയാറുണ്ട് സ്റ്റുഡൻസിനോട് ബഡ്ജറ്റ് കാണരുതെന്നാണ് ഞാൻ നോർമലി പറയാറ്. കാരണം ആസ് എ സ്റ്റുഡൻസ് നിങ്ങൾക്ക് അത് അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ബേസിക്കലി അടുത്ത എക്സാംസിനാണ് പഠിക്കേണ്ട ബഡ്ജറ്റ്സ്. അപ്പോൾ അല്ലെങ്കിൽ ആ കൺഫ്യൂഷൻ ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ബാധകമായിട്ടുള്ള നമ്മളുടെ എന്താ പറയുക 115 BACൻ്റെ റേറ്റ്. ഓക്കെ, യെസ്. ഇനി നമ്മളുടെ മറ്റത് മാറ്റില്ല, നമ്മൾ പഴയ പോലെ തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 3 lakh അല്ലേ. അപ്പോൾ എൻ്റെ ഡൗട്ട് സാർ ഈ 115 BACയിൽ സീനിയർ സിറ്റിസൺ ആണെങ്കിലോ? ഇവിടെ നോ സീനിയർ സിറ്റിസൺ, നോ സൂപ്പർ സീനിയർ, എല്ലാവർക്കും ഇതേ റേറ്റാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ റേറ്റ് പഠിച്ചു പോകണം. റേറ്റ് നിങ്ങളൊരു കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ ആ എക്സാം നിങ്ങൾ കയ്യിൽ നിന്ന് പോകട്ടോ. അതുകൊണ്ട് ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. ഓക്കെ, ഫൈൻ. ഇനി ബാക്കിയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട തിയറീസാണ്, അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ എന്താണ് പറയുക, അപ്പോൾ അത് നിർബന്ധമായിട്ടും ഓർത്തിരിക്കുക. ഞാൻ അമെൻമെൻറ്റ് മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് അമെൻമെൻറ്റ്സ് കൂടുതൽ സ്ട്രെസ് ചെയ്യാനുള്ള ടൈം നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ, ഫൈൻ. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ റേറ്റ്. ഈ റേറ്റ് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കാം. പിന്നെ നമുക്ക് ഉള്ളത് നമ്മളുടെ റിബേറ്റ് ആണ്. റിബേറ്റിലും അമെൻമെൻ്റ് ആയിട്ടില്ല, കഴിഞ്ഞതിൽ വന്ന തന്നെയാണ്. നമുക്കറിയാം സാധാരണ റെഗുലർ ടാക്സിൽ നമ്മൾ 5 ലക്ഷം വരെയാണ് റിബേറ്റ് ഉണ്ടാവുക. അത് ഒന്നുകിൽ 12,500 അല്ലെങ്കിൽ ടാക്സ് വിച്ച് ഒരു ലെസ്. പിന്നെ 115 BAC ആണെങ്കിൽ അതിൽ റിബേറ്റ് എന്ന് വെച്ചാൽ 7 ലക്ഷം വരെയാണെങ്കിൽ കുഴപ്പമില്ല, ഒന്നുകിൽ 25,000 അല്ലെങ്കിൽ ടാക്സ് വിച്ച് ഒരു ലോവർ. പക്ഷേ 7 ലക്ഷം മുകളിലാണെങ്കിലും ഇവിടെ റിബേറ്റ് കിട്ടും. നമ്മളൊരു കമ്പ്യൂട്ടേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് അമെൻമെൻറ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ ആ കമ്പ്യൂട്ടേഷനിൽ പോകുന്നില്ല കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ യു കനോട്ട് എക്സ്പെക്ട് മീ ടു വർക്കൗട്ട് എവറി തിങ്സ് ഓൺ ദിസ് അമെൻമെൻറ്റ് വീഡിയോ. അപ്പോൾ നമ്മളുടെ ആ ഒരു പർപ്പസ് തന്നെ ഇല്ലാതായി പോകും. ഓക്കെ, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. സർചാർജിൽ യാതൊരു മാറ്റമില്ല, ഒരു അമെൻമെൻറ്റും ഇല്ല. കഴിഞ്ഞതിൽ പഠിച്ച അതേ സർചാർജ് തന്നെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, പുതുതായിട്ടൊന്നും അതിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്ക്രീൻഷോട്ട് എന്തെങ്കിലും എടുക്കണമെങ്കിൽ ഇവിടെ എടുക്കാം കേട്ടോ. ഓക്കെ, ദിസ് ഇസ് എ സർചാർജ് റേറ്റ്. ഞാൻ ആർക്കെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഇതെടുക്കാം.
ഒരു ഇത് പിന്നെ ഇതാണ് നമ്മളുടെ ഓക്കെ. അപ്പോൾ ഏതായാലും അത് നിങ്ങൾ ഇനി പോസ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ബേസിക്സിൽ ആ ഒരു റേറ്റ് നമ്മുടെ 115 BACൻ്റെ റേറ്റാണ് നിങ്ങൾ മെയിനായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയൊന്നും മാറ്റങ്ങൾ ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ അങ്ങോട്ട് എന്ത് ചെയ്യുന്നില്ല പോകുന്നില്ല. പിന്നെ നിങ്ങൾ ബുക്ക് കയ്യിലുണ്ടെങ്കിൽ അതിൽ ഞാൻ ഇതിൻ്റെ ഓരോന്നിൻ്റെയും എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് വരാം. റെസിഡൻസ് സ്റ്റാറ്റസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ ഫസ്റ്റ് കണ്ടത് ബേസിക്സ് ചാപ്റ്ററാണ്. ഇത് ഇന്നലെ GSTൻ്റെ അമെൻമെൻറ്റിൻ്റെ ബാക്കിയാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഇൻകം ടാക്സ് അല്ലേ. അപ്പോൾ ഇൻകം ടാക്സിൽ ഫസ്റ്റത്തെ ബേസിക്സ് ചാപ്റ്ററിൽ ചെറിയ ചെറിയ അമെൻമെൻറ്റ്സ്, അത് നമ്മൾ ആ 115 BACൻ്റെ ഒരു ചെറിയതുള്ളൂ. രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ യാതൊരു വിധ അമെൻമെൻറ്റും നമുക്ക് ഇല്ല. ഓക്കെ, നോ അമെൻമെൻറ്റ്സ് പാർട്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. ഈസി ഈസി ഈസി. ചാർട്ടൊന്നും കണ്ട് പേടിക്കേണ്ട. ആ ചാർട്ടൊക്കെ നമ്മൾ ക്ലാസ്സിൽ നിന്ന് ഡിസ്കസ് ചെയ്ത അതേ ചാർട്ടാണ്. വേറെ ഒരു എക്സ്ട്രാ പോയിൻറ്റും ഇതിലില്ല. ഓക്കെ, ഫൈൻ. ഇനി അടുത്തത് പിന്നെ എന്താണ് പറയുക, ഇതിലൊന്നുമില്ല കേട്ടോ, നോ അമെൻമെൻറ്റ്സ്. ഓക്കെ, നോ അമെൻമെൻറ്റ്സ്. അപ്പോൾ വെറുതെ ഈ ഇൻകം വിച്ച് ഡോണ്ട് ഫോം പാർട്ട് ഓഫ് ദ ടോട്ടൽ ഇൻകം എന്ന് വെച്ചാൽ നമ്മുടെ എക്സംഷൻ ചാപ്റ്ററാണ്. അത് ഞാൻ ജസ്റ്റ് അതിൻ്റെ കൊടുത്തു മാത്രമേ ഉള്ളൂ. അത് എല്ലാ എക്സംഷനും ഒരുമിച്ച് കൊടുത്തു മാത്രമേ ഉള്ളൂ. ഓക്കെ, അവിടെ അമെൻമെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ അത് നമുക്കൊരു ചാപ്റ്ററായിട്ട് കൂട്ടണ്ട. ഇനി അടുത്തത് സാലറി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലും പിന്നെ എക്സംഷൻ ചാപ്റ്റർ ഉണ്ട്. അത് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് കൊടുത്തു മാത്രമേ ഉള്ളൂ. അതിലൊന്നും അമെൻമെൻറ്റ്സ് ഇല്ല. അപ്പോൾ ഇതിൽ അമെൻമെൻറ്റ്സ് ഇല്ല, അതിൽ അമെൻമെൻറ്റ്സ് ഇല്ല. സാലറിയിൽ ചെറുതായിട്ട് അമെൻമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. നമുക്ക് സാലറി ചാപ്റ്ററിൽ അമെൻമെൻറ്റ്സ് നോക്കാം. അപ്പോൾ സാലറിയിൽ വരുന്ന സമയത്ത് എന്താ പറയുക, ഇവിടെ ഒന്നും അമെൻമെൻറ്റ്സ് ഇല്ല. അലവൻസസിലില്ല, പിന്നെ HRAയിലില്ല, സ്പെഷ്യൽ അലവൻസസിലൊന്നും അമെൻമെൻറ്റ്സ് ഇല്ല. പിന്നെ എവിടെയാണ് അമെൻമെൻറ്റ്സ് സാർ നോക്കാം. പിന്നെ നമ്മളുടെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്, ഗ്രാറ്റുവിറ്റി അല്ലേ, അങ്ങനത്തെ കേസിലൊന്നും നമുക്ക് അമെൻമെൻറ്റ്സ് ഇല്ല. പെൻഷൻസിലില്ല. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, എൻഗേജ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ് അതിലില്ല. പിന്നെ പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ കേസിലില്ല. പിന്നെന്തായിരുന്നു, പിന്നെന്താണ് കോൺട്രിബ്യൂഷൻ ടു PF, അതിലൊന്നും അമെൻമെൻറ്റ്സ് ഇല്ല. പോക്യുസിറ്റ്സിൽ നോ അമെൻമെൻറ്റ്സ്. ഓക്കെ, നോ അമെൻമെൻറ്റ്സ്. പോക്യുസിറ്റ്സിലും അമെൻമെൻറ്റ് ഇല്ല. വാല്യൂ പ്രൊവൈഡഡ് കാർ അല്ലെ, മോട്ടോർ കാർ, അതൊന്നും പോക്യുസിറ്റ്സിൻ്റെ വാല്യുവേഷനാണ്. അതിലൊന്നും നമുക്ക് ഒരു അമെൻമെൻറ്റ്സും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വെറുതെ പോകുന്നില്ല. ഓക്കെ, ഇത് നമുക്ക് നോക്കാം. സ്പെസിഫൈഡ് നോൺ സ്പെസിഫൈഡ് ഡിഡക്ഷൻ, ഇവിടെയാണ് ചെറുതായിട്ടൊരു അമെൻമെൻറ്റ്. ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് സാലറി. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, സാലറി ചാപ്റ്ററിൽ നമുക്ക് പിന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 50,000 ആണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, 50,000 ആണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടുക. പക്ഷേ നമ്മളുടെ ഡീഫോൾട്ട് ആണെങ്കിൽ 115 BAC ആണെങ്കിൽ നമുക്ക് 75,000 വരെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അമെൻമെൻ്റ് ആണ്. ഓക്കെ, 75,000 വരെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടും. ദാറ്റ്സ് ഇറ്റ്. അതൊരു ഒറ്റ അമെൻമെൻറ്റ്സ് ഉള്ളൂ. ബട്ട് ദാറ്റ് ഈസ് വെരി വെരി പവർഫുൾ അമെൻമെൻറ്റ്. ഓക്കെ, യെസ്. അപ്പോൾ അത് ജസ്റ്റ് അതിൽ ചെറിയ അമെൻമെൻറ്റ് അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കേണ്ടത് സ്ലാബ് റേറ്റ് ആണ്. ഇതിൽ നമ്മൾ നോക്കേണ്ടത് സാലറിയിൽ നമ്മൾ നോക്കേണ്ടത് എന്താ, പിന്നെ എന്തായിരുന്നു, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അല്ലേ. സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിൽ മൊത്തത്തിൽ മാറ്റില്ല കേട്ടോ. നോർമൽ, അതായത് റെഗുലർ ടാക്സിൽ മാറ്റില്ല. 50,000 തന്നെയാണ്. 115 BACയിലാണ് അത് 75,000 ആക്കി മാറ്റിയത്. ഓക്കെ, യെസ്. ഇനി ഇൻകം അണ്ടർ HP. ഇൻകം അണ്ടർ HPയിൽ അമെൻമെൻറ്റ്സ് ഉണ്ടോ? നോ 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 ഇല്ല. നമുക്ക് നോക്കാം ഇൻകം അണ്ടർ HPയിൽ അമെൻമെൻറ്റ്സ് ഉണ്ടോ നോക്കാം. സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടിയിലില്ല. പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് പാർട്ട് ഓഫ് ദി ഇയർ അതിലില്ല. പാർട്ട്ലി സെൽഫ് ഒക്യുപ്പൈഡിലില്ല. ഓരോന്നും ഞാൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടോ. ടീം ലെറ്റ് ഔട്ട് അതിലൊന്നുമില്ല. ഡിഡക്ഷൻസിൽ ഓക്കെ, ഡിഡക്ഷൻസിൻ്റെ കേസിൽ നമുക്ക് നോക്കാം. പിന്നെ നമ്മളുടെ ഡിഡക്ഷൻസിൽ ഇൻട്രസ്റ്റിൻ്റെ കമ്പ്യൂട്ടേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ സെൽഫ് ഒക്യുപ്പൈഡ് ആണെങ്കിൽ നമ്മളുടെ പിന്നെ ഡിഡക്ഷൻ ഓൺ സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി അവൈലബിൾ ഓൺലി ഇൻ കേസ് ഓഫ് റെഗുലർ. അതായത് സെൽഫ് ഒക്യുപ്പൈഡ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് 2 ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി ഉണ്ട്. ഒന്ന് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ഉണ്ടാവും, മറ്റൊന്ന് സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി ഉണ്ടാവും. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയിൽ നമുക്ക് എല്ലാവർക്കും കിട്ടും, 115 BACക്ക് എല്ലാം റിഡക്ഷൻ കിട്ടും. പക്ഷേ സെൽഫ് ഒക്യുപ്പൈഡ് ആണെങ്കിൽ അത് റെഗുലറിന് മാത്രമേ കിട്ടുള്ളൂ. അതൊരു അമെൻമെൻ്റ് ഒന്നല്ല. ഓക്കെ, ഇനി എന്താണ് അത് ചെറിയ മാറ്റം എന്ന് വെച്ചാൽ, നമ്മൾ പിന്നെ ഫോർ ദ പർച്ചേസ് ഓർ കൺസ്ട്രക്ഷൻ മാക്സിമം നമ്മൾ 2 lakhs ആണ് നമുക്ക് റിഡക്ഷൻ കിട്ടുക. ഫോർ റിപ്പയേഴ്സ് റീകൺസ്ട്രക്ഷൻ ആണെങ്കിൽ 30,000 ആണ് നമുക്ക് മാക്സിമം റിഡക്ഷൻ കിട്ടുക. അത് നമുക്ക് അത്രേ ഉള്ളൂ അല്ലേ. അത് ആ ഒരു സംഭവം പർച്ചേസിനോ, അതായത് സെൽഫ് ഒക്യുപ്പൈഡ് ആണ് കേട്ടോ. സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ, പർച്ചേസ് ഓർ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ മാക്സിമം 2 lakhs. ഫോർ റിപ്പയേഴ്സ് റീകൺസ്ട്രക്ഷൻ ആണെങ്കിൽ 30,000. ഓക്കെ, ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്. ഓക്കെ, അപ്പോൾ ഒരു വേറെ അമെൻമെൻ്റ് ആയിട്ട് എന്ന് നമുക്ക് പറയാൻ കൂടുതലൊന്നുമില്ല. HP-യിലില്ല. ഓക്കെ, HP-യിൽ നമുക്ക് അങ്ങനെ അമെൻമെൻറ്റ്സ് ഒന്നും ഇല്ല. ഇപ്പോൾ കഴിഞ്ഞ ഈ ചാപ്റ്റേഴ്സിലൊന്നും നമുക്ക് എന്തില്ല, അമെൻമെൻറ്റ്സ് ആയിട്ടില്ല. പിന്നെ എന്തിനാണ് സാർ വലിയ സംഭവമായിട്ട് നമ്മളിത് പഠിക്കുന്നത്? അത് നിങ്ങൾ കുറച്ച് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളുടെ ക്യാപിറ്റൽ ഗെയിനൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും
എന്താണ് അമെൻമെൻറ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എച്ച് പിയിൽ നോ അമെൻമെൻറ്റ്സ്. പിന്നെ അടുത്തത് പി ജി ബി പി ആണ്. പി ജി ബി പിയിൽ ചെറിയൊരു അമെൻമെൻറ്റ് ഉണ്ട്. ചെറിയ അമെൻമെൻറ്റ് പറഞ്ഞാൽ നല്ല രീതിയിൽ ക്വസ്റ്റ്യനിൽ ഉറപ്പായാലും വരുന്ന ഒരു അമെൻമെൻ്റ് ആണ്, അതിലേക്ക് വരാം. അപ്പോൾ പി ജി ബി പി ആണ് നമുക്ക് അടുത്തത്. പി ജി ബി പിൻ്റെ കേസിൽ നമുക്ക് പിന്നെ എന്താ നോക്കാം, നമ്മുടെ ഇൻകത്തിൽ അമെൻമെൻ്റ് ഇല്ല. പിന്നെ നമ്മളുടെ ഡിഡക്ഷൻസിൽ കുറേ ഡിഡക്ഷൻസ് ഉണ്ട്, നമുക്കറിയാം. ഇത്ര ലോട്ട് ഓഫ് ഡിഡക്ഷൻസ് അല്ലേ. അപ്പോൾ അഡീഷണൽ ഡിപ്രീസ് ഇതിലൊന്നും അമെൻമെൻറ്റ്സ് ഇല്ല കേട്ടോ. അമെൻമെൻറ്റ്സ് ഇല്ലല്ലോ, ഇല്ല ഇല്ല ഇല്ല. പിന്നെ നമുക്ക് അമെൻമെൻ്റായിട്ട് വരുന്നത് എവിടെയെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടീസ് അൺഅബ്സോർബ് ഡിപ്രീസിയേഷനിൽ അമെൻമെൻ്റ് ഇല്ല. പിന്നെ ഡിപ്രീസിയേഷൻ പവർ ജനറേഷൻ അതിലൊന്നുമില്ല. നമുക്ക് അമെൻമെൻറ്റ് വരുന്നത് എവിടെ, ഞാൻ എന്തിനാ ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്ത് പോകുന്നത് വെച്ചാൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടാനാണ്. എന്നാൽ പിന്നെ നമ്മൾ പിന്നെ അവിടെ വേറെ ഒന്നും പഠിക്കണ്ടല്ലോ, എക്സ്ട്രാ പഠിക്കണ്ടല്ലോ എന്ന് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയാണ് സ്ക്രോൾ ഡൗൺ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു അമെൻമെൻറ്റ് ഏരിയ മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഒരു അമെൻമെൻറ്റ് ഉണ്ട്. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മളുടെ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിൽ ചോദിക്കാം. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ദർ ഈസ് വൺ എംപ്ലോയർ, ദർ ഈസ് വൺ എംപ്ലോയി. അപ്പോൾ എംപ്ലോയിക്ക് സാലറി കൊടുക്കും. അത് എംപ്ലോയിൻ്റെ സാലറി ഇൻകമാണ്, പക്ഷേ എംപ്ലോയറുടെ പി ജി ബി പി എക്സ്പെൻസ് ആണ് അല്ലേ. അയാളുടെ എംപ്ലോയറുടെ പി ജി ബി പി കണ്ടെത്തുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം, ഇത് എംപ്ലോയറുടെ എക്സ്പെൻസ് ആയിട്ട് കുറയ്ക്കാൻ പറ്റും. നോ കൺഫ്യൂഷൻ. ഇപ്പോൾ എത്ര രൂപ സാലറി കൊടുത്താലും അത് എന്ത് ചെയ്യാം, എംപ്ലോയർക്ക് പി ജി ബി പി എക്സ്പെൻസ് ആയിട്ട് കുറയ്ക്കാൻ പറ്റും. അതിൽ യാതൊരു പ്രശ്നമില്ല. ഇനി എംപ്ലോയർ എന്ത് ചെയ്തു, എംപ്ലോയിൻ്റെ ആർ പി എഫിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ എക്സാമ്പിൾ എംപ്ലോയിൻ്റെ ഒരു സാലറീൻ്റെ 20% ആർ പി എഫിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാം, അതും എംപ്ലോയറുടെ സംബന്ധിച്ച് അയാളുടെ കയ്യിൽ നിന്നെടുത്താണ് ആ 20% എക്സ്ട്രാ കൊടുത്തത്. ഈക്വൽ എമൗണ്ട് എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ 20% എംപ്ലോയറുടെ ഇൻകത്തിൽ നിന്ന് അയാൾ പിന്നെ എന്ത് ചെയ്യാണ്, എംപ്ലോയിക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്താണ്. അതും എന്ത് ചെയ്യാം, ഈ എംപ്ലോയർക്ക് എക്സ്പെൻസ് ആയിട്ട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ചില ആളുകളുടെ മനസ്സിലാവുന്ന, സാർ അങ്ങനെയല്ലല്ലോ സാറ് പഠിപ്പിച്ചത്, അല്ലെങ്കിൽ ഞങ്ങൾ സാർ അങ്ങനെയല്ല പഠിപ്പിച്ചത്, സാലറി ചാപ്റ്ററിൽ 12% നമ്മളെന്തോ പഠിച്ചിട്ടുണ്ടല്ലോ. അത് സാലറി അത് എംപ്ലോയിനെ സംബന്ധിച്ച് ഈ 20% നമുക്കറിയാം, എംപ്ലോയിൻ്റെ 12% മുകളിലാണെങ്കിൽ അത് ടാക്സബിൾ ആണ്. അത് എംപ്ലോയിനെ സംബന്ധിച്ച് സാലറി ചാപ്റ്ററിൽ പഠിച്ചു. ഞാനിവിടെ പറയുന്നത് എംപ്ലോയിനെ സംബന്ധിച്ചല്ല, എംപ്ലോയറെ സംബന്ധിച്ചാണ്. അത് ഞാൻ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എംപ്ലോയിൻ്റെ കേസിൽ എംപ്ലോയറെ സംബന്ധിച്ച് പി ജി ബി പിയിലാണ് നമ്മൾ നോക്കേണ്ടത്, എംപ്ലോയിനെ സംബന്ധിച്ച് സാലറി ചാപ്റ്ററിലാണ് നോക്കേണ്ടത്. അത് നിങ്ങൾ മനസ്സിലാവേണ്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ആർ പി എഫ് 12% മുകളിലാണെങ്കിൽ അത് എംപ്ലോയിൻ്റെ ഇൻകമാണ്, മനസ്സിലായി. അങ്ങനെ നമ്മൾ പക്ഷേ എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ ആ ഫുൾ 20% എംപ്ലോയറെ സംബന്ധിച്ച് എക്സ്പെൻസ് ആണ്, അല്ലാതെ 12% മുകളിലാണോ എക്സ്പെൻസ്, അങ്ങനെയൊന്നുമല്ല. എക്സ്പെൻസ് അത് ഫുൾ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് പോയ പൈസ ആയതുകൊണ്ട് അത് എന്ത് ചെയ്യാം, എംപ്ലോയർക്ക് ഫുൾ എക്സ്പെൻസ് ആയിട്ട് കുറയ്ക്കാം. നോ കൺഫ്യൂഷൻ. ഇനി എംപ്ലോയിക്ക് എന്ത് ചെയ്തു വിചാരിക്കാം, പിന്നെ നമ്മുടെ NPS അല്ലേ, NPS എന്താ, നോട്ടിഫൈഡ് പെൻഷൻ സ്കീം അല്ലെങ്കിൽ നാഷണൽ പെൻഷൻ 80CCD വരുന്ന അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് വിചാരിക്കുക. അവിടെ എന്താ പ്രശ്നം വെച്ചാൽ അവിടെ ബേസിക്കലി 14%, നേരത്തെ 10%, ഇപ്പോൾ അവർ പറയുന്നത് 14% എന്ത് ചെയ്യാം എംപ്ലോയർക്ക്. അതായത് ഇപ്പോൾ 20% ഓഫ് സാലറിയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തെങ്കിൽ ആ 20% ഫുള്ളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പി ജി ബി പിയിൽ എംപ്ലോയർക്ക് എക്സ്പെൻസ് ആയിട്ട് കുറയ്ക്കാൻ പറ്റില്ല. ആ 6% നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം, ഡിസലോ ചെയ്യണം. ഡിസലോൻസ് ഒക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കറിയാം. 6% നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. ഇതാണ് അമെൻമെൻറ്റ്. ദിസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ്. അവർക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 14% വരെ എന്ത് ചെയ്യാം, എംപ്ലോയർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പിന്നെ എക്സ്പെൻസ് ആയിട്ട് കുറയ്ക്കാൻ പറ്റും. പക്ഷേ പി എഫിൽ ഇവിടെ നോക്ക്, ആർ പി എഫിൽ ഞാൻ അങ്ങനത്തെ പോലെ ലിമിറ്റ് കൊടുത്തിട്ടുണ്ടോ, ഒരു ലിമിറ്റും ഇല്ല, അതേപോലെ ഫുൾ എമൗണ്ട് കുറയ്ക്കാം. പക്ഷേ NPS ആണെങ്കിൽ 14% മാത്രമേ നമുക്ക് അത് കുറയ്ക്കാൻ പറ്റുള്ളൂ. ദാറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ്. ഓക്കെ, യെസ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, ഇനി അതിലുള്ള അമെൻമെൻറ്റ് എന്താണ് നമുക്ക് നോക്കാം. ഇവിടെ ഒന്നും അമെൻമെൻ്റ് ഇല്ല. പിന്നെ നെക്സ്റ്റ് വൺ ഈസ് 40 സബ്സെഷൻ A, അവിടെ നമുക്ക് അമെൻമെൻ്റ് ഇല്ല. ഹിയർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ്. പി ജി ബി പിയിൽ അപ്പോൾ 2 അമെൻമെൻ്റ് ആണ്. ആ 2 അമെൻമെൻറ്റും നമുക്ക് എക്സാംസിൽ നല്ല രീതിയിൽ ചെക്ക് ചെയ്യാൻ ചാൻസ് ഉള്ള അമെൻമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അടുത്ത അമെൻമെൻറ്റ് സെക്ഷൻ 40 സബ്സെക്ഷൻ B ആണ്. ഇത് നമുക്കറിയാം 40B എന്നുള്ള ഈ സെക്ഷൻ ആർക്ക് മാത്രമുള്ളതാണ്, ഓൺലി ഫോർ ദ പാർട്ട്ണർഷിപ്പ് ഫേം. പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ കേസിൽ പിന്നെ എന്താ പറയുക, പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ കേസിൽ പാർട്ട്നേഴ്സിന്
എന്താ പറയുക റെമ്യൂണറേഷൻ അല്ലേ, റെമ്യൂണറേഷൻ കൊടുക്കാം. പക്ഷേ മാക്സിമം എത്ര കൊടുക്കാൻ പറ്റുക? മാക്സിമം നമുക്ക് ബുക്ക് പ്രോഫിറ്റിൻ്റെ ഇത്ര പെർസെൻറ്റേജ് അങ്ങനെയാണ് നമ്മൾ റെമ്യൂണറേഷൻ കൊടുക്കുക. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പിന്നെ റെമ്യൂണറേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരിക സാലറി എന്ന് മാത്രമായിരിക്കും. പക്ഷേ ഇവിടെ 40B റെമ്യൂണറേഷൻ സാലറി, ബോണസ്, കമ്മീഷൻ, അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ അല്ലാത്ത ബാക്കി എന്ത് പേയ്മെൻറ്റ് നമ്മൾ പാർട്ട്നേഴ്സിന് കൊടുക്കുകയാണെങ്കിലും അത് ഇതിൻ്റെ പരിധിയിൽ വരും കേട്ടോ, റെമ്യൂണറേഷൻ്റെ പരിധിയിൽ വരും. മാക്സിമം എത്രയാണ് ഒരു പാർട്ട്ണർക്ക് അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന് റെമ്യൂണറേഷൻ കൊടുക്കാൻ പറ്റുക? അവിടെ നല്ലൊരു അമെൻമെൻ്റ് ഉണ്ട്, ബേസ്ഡ് ഓൺ ദ ബുക്ക് പ്രോഫിറ്റ്. അതായത് ഫസ്റ്റ് 6 lakh അല്ലെങ്കിൽ ലോസ് ആണെങ്കിൽ 3 lakh ഒരു 90%. പണ്ടത് ഫസ്റ്റ് 3 lakh ആയിരുന്നു അല്ലേ, അവിടെ മാറി എത്രയാണ് പിന്നെ 6 lakh. ഇവിടെ പണ്ട് 1,50,000 ആയിരുന്നു, അത് മാറ്റിയിട്ട് 3 lakh ആക്കി. പിന്നെ ബാലൻസ് ബുക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ 60% ഓഫ് ദ ബുക്ക് പ്രോഫിറ്റ് ആണ്. എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പിന്നെ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ബുക്ക് പ്രോഫിറ്റ് 10 ലക്ഷമാണ് എന്ന് വിചാരിക്കുക. മാക്സിമം എത്ര റെമ്യൂണറേഷൻ കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ 10 ലക്ഷത്തിൽ ഫസ്റ്റത്തെ 6 lakh, ഫസ്റ്റ് 6 lakhൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 90%. അപ്പോൾ എത്രയില്ല? 5,40,000 അല്ലേ ആയിരിക്കും. ഞാൻ ചെയ്ത കമ്പ്യൂട്ടേഷനിൽ മിസ്സാണ്, 9,54 കറക്റ്റാണ് അല്ലേ. ബാക്കി എത്രയുണ്ട്? 4 lakh. ആ 4 lakhൻ്റെ 60% അല്ലേ. അപ്പോൾ എത്രയുണ്ടാവുക? 4 എത്രയുണ്ടാവുക? ബാക്കി 4 lakhൻ്റെ 60%. അപ്പോൾ 2,40,000. ഞാൻ ചെയ്ത ഇതിലെന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ നിങ്ങൾ അത് ഇതാക്കുക, ഇത് രണ്ടും കൂടെ കൂട്ടുക. ഇതാണ് ടോട്ടൽ റെമ്യൂണറേഷനായിട്ട് കൊടുക്കാൻ പറ്റുക. അപ്പോൾ ഈ ടോട്ടൽ റെമ്യൂണറേഷൻ എന്ന് പറയുമ്പോൾ എത്രയേ ഉള്ളൂ? ഫസ്റ്റത്തെ 6 lakhന് 90%. ഇനിയിപ്പോൾ ലോസ് ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് 3 lakh വരെ നമുക്ക് മിനിമം എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ബാക്കി എന്ന് പറയുമ്പോൾ 10 ലക്ഷം 6 lakh പോയി, ബാക്കി 4 lakhൻ്റെ 60%. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടുക, ഇതാണ് മാക്സിമം നമുക്ക് റെമ്യൂണറേഷൻ എടുക്കാൻ പറ്റുക. അപ്പോൾ ഈ റെമ്യൂണറേഷൻ ഇപ്പോൾ നമുക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടുമല്ലോ, ഇത് ഒരു പാർട്ട്ണർക്ക് കൊടുക്കാൻ പറ്റുന്ന റെമ്യൂണറേഷൻ അല്ല, മൊത്തം പാർട്ട്ണർഷിപ്പ് ഫേമിന് എല്ലാ പാർട്ട്നേഴ്സിനും കൂടെ കൊടുക്കാൻ പറ്റുന്നതാണ് ഈ ലിമിറ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ്. ഇവർക്ക് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അമെൻമെൻ്റ് ആണ്. ബി കെയർഫുൾ ബഡീസ്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്തിരിക്കാം. യെസ്, അപ്പോൾ അത് ഓക്കെ. ഇനി അതിൽ നമ്മളുടെ PGBP വേറെ കൂടുതലായിട്ട് അമെൻമെൻറ്റ്സ് ഒന്നുമില്ല. പിന്നെ നമുക്ക് ഈ ഒരു സാധനം നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞതിൽ വന്ന അമെൻമെൻ്റ് ആയിരുന്നു. നമുക്ക് 43B എന്നുള്ളൊരു സെക്ഷൻ ഉണ്ട് അല്ലേ. എന്താണ് ഈ 43B? എന്താ? നമ്മൾ ആക്ച്വലി നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് റിഡക്ഷൻ കിട്ടുള്ളൂ. ആക്ച്വലി നമ്മൾ കൊടുത്താൽ മാത്രമേ റിഡക്ഷൻ കിട്ടുള്ളൂ. അതുകൊണ്ട് 43B. ശരിക്കും നമുക്ക് PGBP പ്രകാരം അക്രൂവൽ ബേസിസ് ഫോളോ ചെയ്യാം. അക്രൂവൽ ബേസിസ് ഫോളോ ചെയ്യാൻ നോ ഇഷ്യൂസ്. പക്ഷേ നമ്മൾ ആക്ച്വലി കൊടുത്താൽ മാത്രമേ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അക്രൂവൽ ബേസ് പറയുമ്പോൾ എന്താ, നമ്മൾ പേയബിൾ ആണെങ്കിൽ നമുക്ക് അത് എക്സ്പെൻസ് ആയിട്ട് കുറയ്ക്കാൻ പറ്റും. പക്ഷേ 43 പറയണം, എനിക്കതൊന്നും കേൾക്കണ്ട. ഞാൻ പറയുന്ന ഈ കേസിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ അത് കൊടുത്തിരിക്കണം. ഈ കൊടുക്കുക എന്ന് പറയുമ്പോൾ 1/3 and 1 ഡ്യൂ ഡേറ്റിന് മുമ്പ് കൊടുത്താൽ മതി. അതായത് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് കൊടുത്താൽ മതി, അതിൻ്റെ ഡ്യൂ ഡേറ്റിന് മുമ്പ് കൊടുത്താൽ മതി. പക്ഷേ പേയ്മെൻറ്റ് ടു മൈക്രോ സ്മോൾ എൻ്റർപ്രൈസ് ആണെങ്കിൽ നമ്മൾ എപ്പോൾ കൊടുക്കണം? ഒരു എഗ്രി ടൈം ഉണ്ടെങ്കിൽ, പിന്നെ എന്താണ് എഗ്രി ടൈം മോർ ദാൻ 45 days കൂടാൻ പാടില്ല. അപ്പോൾ എഗ്രി ടൈം അല്ലെങ്കിൽ 15 days, എഗ്രിമെൻ്റ് ഇല്ലെങ്കിൽ 15 days, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ അത് ഡിസലൗഡ് ആണ്. അപ്പോൾ ആരാണ് ഈ മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസ്? മൈക്രോ എൻ്റർപ്രൈസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ മെഷീനറി അപ് ടു 1 crore, ടേൺ ഓവർ അപ് ടു 5 crore. സ്മോൾ എൻ്റർപ്രൈസ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ മെഷീൻ അപ് ടു 10 crore ആൻഡ് ടേൺ ഓവർ അപ് ടു 50 അല്ലേ. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ട്രേഡേഴ്സ് ഇതിൽ വരുന്നില്ല കേട്ടോ. കാരണം ആക്ച്വലി മൈക്രോ സ്മോളിൽ ബേസിക്കലി ട്രേഡേഴ്സ് ആക്ച്വലി വരുന്നില്ല. ഓക്കെ, യെസ്. അപ്പോൾ ഏതായാലും അതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ഫൈൻ. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് ഇത് ഈ വർഷം വന്നതല്ലാത്തത് കൊണ്ട് ഞാനത് കൂടുതൽ എന്ത് ചെയ്യുന്നില്ല, ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, നൗ പിന്നെ അതിൽ വലിയ സംഭവമായിട്ടുള്ളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതിലൊന്നും അമെൻമെൻറ്റ്സ് ഒന്നുമില്ല. പിന്നെ ടാക്സ് ഓഡിറ്റിൽ ഇപ്രാവശ്യമായിട്ട് അമെൻമെൻ്റ് ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ എന്താണ് അല്ലേ, ഈ ടാക്സ് ഓഡിറ്റിൻ്റെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഈ 44AB ഓഡിറ്റ് എന്നുള്ള സാധനം ഉണ്ടാവും, ടാക്സ് ഓഡിറ്റ്. അപ്പം അതിനാണ് ഇപ്പോൾ നമ്മൾ അടി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പിന്നെ ആരും കൂടെ വരണം, നമ്മുടെ എന്താണ് CA ഓൾറെഡി ഉണ്ട്. നമുക്കറിയാം ടാക്സ് ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. അപ്പോൾ അതിന് CMAയും CS കൂടെ ഒക്കെ വരണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു അടി
നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കണ്ടറിയാം. ഇനി ആര് വന്നാലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഏതായാലും അത് ആരൊക്കെ വരില്ല നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കാണാം. ഇപ്പോൾ ഫോർ ദ ടൈം ബീങ് അത് സി എക്കാർ മാത്രമാണ്. മേ ബി ഇനി CMAയും അതുപോലെ CS ഒക്കെ ചിലപ്പോൾ വന്നേക്കാം. ഓക്കെ ഫൈൻ, വന്നാലും എന്താണ് വെൽക്കം അല്ലേ, ദാറ്റ്സ് ഇറ്റ്. ഇനി അപ്പോൾ ഏതായാലും അത്രേ ഉള്ളൂ. ഇനി അതിൽ വേറെ ആയിട്ട് അമെൻമെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ നമ്മളുടെ അതും കഴിഞ്ഞു, PGBP കഴിഞ്ഞു. ഇനിയാണ് നമ്മളുടെ, അപ്പോൾ അതിൽ PGBയിലൊക്കെ 2 അമെൻമെൻറ്റ്സ് ആണ് മെയിനായിട്ട്. ഒന്ന് ആ ഒരു 14% ആക്കി മാറ്റിയതും, പിന്നെ നമ്മളുടെ ബുക്ക് പ്രോഫിറ്റ് കേസും. ഇനിയാണ് നമ്മളുടെ മെയിൻ പരിപാടി, ക്യാപിറ്റൽ ഗെയിൻ. ആർ യു റെഡി? ഇവിടെയാണ് നമ്മുടെ കിളികൾ ഇങ്ങനെ പറന്ന് പോവാം. ഓക്കെ, ഒരു പേടി മേടിക്കേണ്ട, നമുക്ക് സെറ്റാക്കാം. നോ ഇഷ്യൂസ് ബഡീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇൻകം അണ്ടർ ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ്റെ കേസിൽ ഞാൻ കണ്ടോ ഫോർമാറ്റ് തന്നെ 2 ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫോർമാറ്റ് വായിക്കുന്ന ഒരാൾക്ക് തന്നെ മനസ്സിലാവും എന്താണ് ഇവിടുത്തെ മേജർ അമെൻമെൻറ്റ്. അപ്പോൾ ഇതിൽ ഞാൻ പിന്നെ എൻ്റെ റെക്കോർഡ് ക്ലാസ്സസിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ലവറിൻ്റെ ബർത്ത്ഡേ ഡേറ്റ് മറന്നാലും കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ 2 ദിവസം പിണങ്ങിയിരിക്കും. പക്ഷേ ഈ ഡേറ്റ് മറക്കാൻ പാടില്ല. ക്യാപിറ്റൽ ഗെയിൻ ചാപ്റ്ററിൽ ഏത് ഡേറ്റ് മറക്കാൻ പാടില്ല? 23/7/2024 എന്നുള്ള ഡേറ്റ് മറക്കാൻ പാടില്ല. അതിൻ്റെ മുമ്പാണെങ്കിൽ നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ, ചെയ്യുന്ന പോലെ ഫുൾ വാല്യൂ മൈനസ് എക്സ്പെൻഡിച്ചർ, അത് കോസ്റ്റ് ഓഫ് അക്യൂസിഷൻ, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് കുറയ്ക്കുക. ലോങ് ടേം ആണെങ്കിൽ ഇൻഡെക്സഡ് കോസ്റ്റ് കുറയ്ക്കുക, നമുക്കറിയുന്ന പരിപാടിയാണ്. പിന്നെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ, അതിന് എക്സംഷൻ കുറയ്ക്കുക. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അത് നമ്മളെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. ഇനിയിപ്പോൾ 23/7 ഇതേ ഫോർമാറ്റാണല്ലോ സാർ, നമുക്ക് പ്രത്യേകിച്ചൊരു വ്യത്യാസമൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ എന്താ സാർ ഇത്ര വലിയ ബിൽഡപ്പ് തന്നത്? ഇത് നമുക്ക് പ്രത്യേകിച്ചൊരു ഡിഫറൻസ് കാണാൻ കഴിയുന്നില്ല. മണ്ടന്മാരെ എങ്ങോട്ട് നോക്ക്, ഇതാണ് നമ്മൾ ഡിഫറൻസ്. കണ്ടാ, ഇൻഡെക്സഡ് കോസ്റ്റ് എന്നുള്ള സംഭവം എടുത്ത് ഒഴിവാക്കി. അവിടെയാണ് ആകെ കൂടെ കോമഡി. ഇത് അപ്പോൾ സാർ സുഖമല്ലേ അല്ലേ, നമുക്ക് സംഭവം സുഖമല്ലേ, ഇൻഡെക്സേഷൻ ചെയ്യേണ്ട, അപ്പോൾ സംഭവം സിമ്പിളല്ലേ. ഇതിപ്പോൾ ഒരു ഇയറിൻ്റെ തുടക്കത്തിലായിരുന്നെങ്കിൽ 1/4/2024 തന്നെ ഈ ഇൻഡെക്സേഷൻ ഒഴിവാക്കുകയായിരുന്നെങ്കിൽ അതായത് എക്സാം എഴുതുന്ന ആളുകളെ സംബന്ധിച്ച് സുഖമായിരുന്നു. പക്ഷേ ഇത് 23/7/2024 ശേഷം മാത്രമാണ് ഇൻഡെക്സേഷൻ കിട്ടാത്തത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യനിൽ ഡേറ്റ് നോക്കണം, എന്നിട്ട് നമ്മൾ തീരുമാനിക്കണം ഇത് ഇൻഡെക്സേഷൻ വേണോ വേണ്ടേ. പിന്നെ അതിൽ തന്നെ 23/7 ശേഷമാണെങ്കിൽ അവിടെ തന്നെ ചില കേസ് ഇൻഡെക്സേഷൻ എടുക്കാൻ പറ്റൂല, അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. ആ കൂടെ കിളികൾ പോകുന്ന കുറേ കേസസ് ഉണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഏതായാലും ഇതാണ് ഒരു മേജർ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഇൻഡെക്സേഷന് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കി തന്നെ പറയാം. ഓക്കെ, യെസ്. അപ്പോൾ ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് പിന്നെ ക്യാപിറ്റൽ ഗെയിൻ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ ഗെയിനിൽ നിങ്ങൾക്ക് ബേസ് ഇല്ലെങ്കിൽ നമ്മുടെ ഇതേ യൂട്യൂബ് ചാനൽ ഞാൻ ക്യാപിറ്റൽ ഗെയിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 3-4 വീഡിയോ താഴെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് എനിക്ക് 1 മണിക്കൂറോളം അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറോളമുള്ള ഒരു വീഡിയോ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ ഈ ബേസിക്സ് ഒക്കെ ഫുൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും ക്ലാരിറ്റി ഇഷ്യൂ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഫുൾ ഒരിക്കലും ഡിസ്കസ് ചെയ്യില്ല, ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്ത് വീഡിയോ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് എടുക്കുക. ഞാൻ അമെൻമെൻറ്റ് മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അടുത്ത ഒരു അമെൻമെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം ദർ ഇസ് എ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം. എന്തുകൊണ്ടാണ് ലോങ് ടേമും ഷോർട്ട് ടേമും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാൻ കാരണം ലോങ് ടേമിൻ്റെ ടാക്സ് റേറ്റ് വ്യത്യാസമാണ്, ഷോർട്ട് ടേം ടാക്സ് റേറ്റ് വ്യത്യാസമാണ്. ലോങ് ടേമിന് മാത്രമേ ഇൻഡെക്സേഷൻ കിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ലോങ് ടേം ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക? നമുക്ക് 3 കാറ്റഗറി ഉണ്ട്. 12 മന്ത് കാറ്റഗറി ഉണ്ട്, 24 മന്ത് കാറ്റഗറി ഉണ്ട്, 36 മന്ത് കാറ്റഗറി ഉണ്ട്. 12 മന്ത് കാറ്റഗറി എന്ന് പറയുമ്പോൾ ഇവരാണ് ഇതിലെ, അതായത് നിങ്ങളെ തന്നെ ഉദ്ദേശിച്ചാൽ മതി. നിങ്ങളാരാ ലൂസ് അല്ലേ, ലൂസാണ് നിങ്ങൾ അല്ലേ, ലൂസ്. അപ്പോൾ അതാണ് ലിസ്റ്റഡ് സെക്യൂരിറ്റി, യൂണിറ്റ് ഓഫ് ഇക്വിറ്റി, യൂണിറ്റ് ഓഫ് UTI, 0 കൂപ്പൺ ബോണ്ട്. അതാണ് 12 മന്ത്. 24 മന്ത് ആരാ? അൺലിസ്റ്റഡ് ഷെയർസ്, LBB മീൻസ് ലാൻഡ് ബിൽഡിംഗ് ഓർ ബോത്ത്. 36 മന്തിൽ നിങ്ങൾ ഇങ്ങനെ പഠിക്കേണ്ട, ഓൾ അതർ കാറ്റഗറി പഠിച്ചാൽ മതി. ഇതല്ലാത്ത ഈ 2 അല്ലാത്ത ബാക്കിയെല്ലാം 36 ആണ്. അതായത് നമ്മളുടെ തിയറി പറയാണ്, നിങ്ങളിപ്പോൾ ലോങ് ടേം ആയിട്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ലിസ്റ്റഡ് സെക്യൂരിറ്റി, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ലിസ്റ്റഡ് ഷെയർ ഉണ്ട്, അത് ലോങ് ടേം ആവണമെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ 12 മാസം ഹോൾഡ് ചെയ്തതിന് ശേഷം വിൽക്കുകയാണെങ്കിൽ ലോങ് ടേം ആയി. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ലാൻഡ് ഉണ്ട്, ലാൻഡ് ലോങ് ടേം ആണ്, ഞാൻ 24 മാസം ഹോൾഡ് ചെയ്യണം. അപ്പോൾ 36 കാറ്റഗറി. ഇപ്പോൾ എക്സാമ്പിൾ അൺലിസ്റ്റഡ് ഷെയർ ഉണ്ട് വിചാരിക്കുക, അത് ഇത് 2 വരുന്നില്ല. അപ്പോൾ അൺലിസ്റ്റഡ് ഷെയർ അല്ല, അൺലിസ്റ്റഡ് ഡിബെഞ്ചർ ഉണ്ട് വിചാരിക്കുക, കാരണം അത് അൺലിസ്റ്റഡ് സെക്യൂരിറ്റി അതർ ദാൻ ഷെയർസ്. അപ്പോൾ അൺലിസ്റ്റഡ് ഡിബെഞ്ചർ ഉണ്ട് വിചാരിക്കുക. അപ്പോൾ അൺലിസ്റ്റഡ് ഡിബെഞ്ചർ ലോങ് ടേം ആവണമെങ്കിൽ 36 മന്ത് കാറ്റഗറിയാണ്, അതായത് 36 മാസം ഹോൾഡ് ചെയ്യണം.
ഓക്കെ അല്ലേ? യെസ്. ഇനി ഇവിടെയാണ് അടുത്ത അമെൻമെൻറ്റ്. ഇഫ് ദ അസറ്റ് ട്രാൻസ്ഫേർഡ് ഓൺ ഓർ ആഫ്റ്റർ 23/7/2024 ആണെങ്കിൽ നമുക്ക് 3 കാറ്റഗറിയിലാകെ 2 12 ഓർ 24. അതായത് നിങ്ങൾ ആകെ ഇത് പഠിച്ചാൽ മതി, ലൂസ് പഠിച്ചാൽ മതി. സംഭവം സിമ്പിളായിട്ടാണ്. ലൂസ് അപ്പോൾ അൺലിസ്റ്റഡ് ഷെയർസും LBBയും അതിൽ മാറ്റില്ല, അത് ഓൾറെഡി 24 ആണ്. ഈ അതേഴ്സും കൂടെ അതിലേക്ക് വന്നു. ഗെറ്റിംഗ്? അത്രേ ഉള്ളൂ. അതേഴ്സും കൂടെ 24ലേക്ക് വന്നു. ആ ഒരു അമെൻമെൻ്റ് ആണ് അവർ. പക്ഷേ ഇത് നമ്മൾ നോക്കേണ്ടത് ട്രാൻസ്ഫർ ചെയ്ത ഡേറ്റ് നോക്കണം. 23/7/2024 മുമ്പാണോ ശേഷമാണോ? മുമ്പാണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ നോക്കാം, 3 കാറ്റഗറി നോക്കണം. ശേഷമാണെങ്കിലാണ് ഇങ്ങനെ നോക്കേണ്ടത്. പിന്നെ ഒരു അമെൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ഫോളോയിങ് അസറ്റ് ഓൾവേസ് വിൽ ബി ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ്. താഴെ പറഞ്ഞ കാര്യങ്ങൾ ഓൾവേസ് എന്തായിരിക്കും? ഷോർട്ട് ടൈം ആയിരിക്കും. അതിൽ ഇതൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. യൂണിറ്റ് ഓഫ് സ്പെസിഫൈഡ് മ്യൂച്വൽ ഫണ്ട്, അതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മളുടെ കഴിഞ്ഞ അറ്റംപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ ഒരു മാറ്റമില്ല. പക്ഷേ ഇതും കഴിഞ്ഞ ഇതിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതാണ് ഒരു പുതിയ ഒരു അമെൻമെൻറ്റ്. അൺലിസ്റ്റഡ് ബോണ്ട് ഓർ അൺലിസ്റ്റഡ് ഡിബെഞ്ചർ ട്രാൻസ്ഫേർഡ് ഓൺ ഓർ ആഫ്റ്റർ 23/7/2024. ഇത് മാത്രം അമെൻമെൻറ്റ് കേട്ടോ. ഇത് മാത്രം അമെൻമെൻറ്റ്. ഇത് രണ്ടും ഞാൻ ഒരുമിച്ച് കൊടുത്തു മാത്രമേ ഉള്ളൂ. ഇത് ശരിക്കും നമ്മൾ വേറൊരു സെക്ഷനിൽ പഠിക്കുന്നുണ്ട്. അതിന് ഇവിടെ തന്നെ കൊടുത്തു മാത്രമല്ല, എല്ലാം കൂടെ ഒരു സ്ഥലത്ത് കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇത് മാത്രമാണ് അമെൻമെൻറ്റ്. അൺലിസ്റ്റഡ് ബോണ്ട്, അൺലിസ്റ്റഡ് ഡിബെഞ്ചർ ട്രാൻസ്ഫേർഡ് ആഫ്റ്റർ 23/7/2024. ഇത് ഓൾവേസ് ഷോർട്ട് ടേം ആയിരിക്കും, ഇറസ്പെക്റ്റീവ് ഓഫ് ദ പീരീഡ് ഓഫ് ഹോൾഡിംഗ്. ഓക്കെ അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അമെൻമെൻറ്റ് പഠിച്ചത്? നമ്മൾ ആ ഡേറ്റ് ഓർത്തിരിക്കുക, 23/7/2024. അന്ന് ബർത്ത്ഡേ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അവർക്ക് സുഖമായിട്ട് എന്ത് ചെയ്യുക, അത് ഓർത്തിരിക്കാൻ പറ്റും അല്ലേ? യെസ്. ഓക്കെ, ദ ലക്കി പീപ്പിൾ. അപ്പോൾ ഏതായാലും പിന്നെ എന്താണ് ഓക്കെ ഫൈൻ. ഇനി അപ്പോൾ നമ്മൾ പഠിച്ച അമെൻമെൻറ്റ് ഇത്രേ ഉള്ളൂ. ആ ഡേറ്റിൻ്റെ മുമ്പാണെങ്കിൽ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ, പണ്ട് ചെയ്ത പോലെ ഇൻഡെക്സേഷനൊക്കെ എടുക്കുക. 3 കാറ്റഗറി ആയിട്ട് ലോങ് ടേം ഒക്കെ ആണെങ്കിൽ 12, 24, 36 ഒക്കെ കാറ്റഗറൈസ് ചെയ്യുക. ആഫ്റ്റർ ആണെങ്കിൽ 2 മാറ്റങ്ങളാണ്. ഒന്ന്, നമുക്ക് ഇൻഡെക്സേഷൻ നോർമലി കിട്ടില്ല. മറ്റൊന്ന്, ഇവിടെ നമ്മൾ പഠിച്ചത് 12 or 24. അപ്പോൾ ഇത്രേ ഉള്ളൂ. ആ 36 മന്ത് കാറ്റഗറിയോടെ ഇതിലേക്ക് മെർജ് ചെയ്തു. അത്രേ ഉള്ളൂ സംഭവിച്ചത്, വേറൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ ഫൈൻ. ഇനി ഇവിടെ ഒന്നും അമെൻമെൻറ്റ്സ് ഇല്ല. ഓക്കെ, ഇതൊക്കെ നമ്മൾ ബേസിക്കലി നേരത്തെ പഠിച്ച സംഭവമാണ്. ഇനിയാണ് നമ്മളുടെ മെയിൻ അമെൻമെൻറ്റ്, റേറ്റ് ഓഫ് ടാക്സ് അണ്ടർ ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, റേറ്റ് ഓഫ് ടാക്സ് അണ്ടർ ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ നമുക്ക് ഈ റേറ്റ് ഓഫ് ടാക്സ് അറിയുന്നതിന് മുമ്പ് നമ്മളുടെ ഇതിലുള്ള സെക്ഷൻസ് ഓർത്തിരിക്കണം. നമുക്ക് 111A ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് 112 ഉണ്ട്, 112A ഉണ്ട്, പിന്നെ നോർമൽ. അതിന് പ്രത്യേകിച്ച് സെക്ഷൻ ഇല്ല. അതായത് നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം അല്ലേ? ഏതൊക്കെയാണ്? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ഏതൊക്കെയാണ്? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ പിന്നെ അത് നോർമൽ കേസ് പറയുമ്പോൾ ഏതല്ലാത്തത്? ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ്, യൂണിറ്റ് ഓഫ് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട്, യൂണിറ്റ് ഓഫ് ബിസിനസ് ട്രസ്റ്റ് അല്ലേ? ഈ ബിസിനസ് ട്രസ്റ്റ് എന്താ? നമ്മളുടെ ഫൈനൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ബിസിനസ് ട്രസ്റ്റിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ അതല്ലാത്ത ഓൺ വിച്ച് STT പേര് എന്ന് വെച്ചാൽ ലിസ്റ്റഡ്. അപ്പോൾ ഇതൊക്കെ ലിസ്റ്റഡ് ആണെങ്കിലാണ് 111A. ലിസ്റ്റഡ് അല്ലെങ്കിലാണ് അതർ കേസ്, അത് നോർമൽ കേസ്. ലിസ്റ്റഡ് അല്ലാത്ത ഷോർട്ട് ടേം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്ലാബ് റേറ്റ് ആണെങ്കിൽ അതിൻ്റെ നോർമൽ, അതിന് പ്രത്യേകിച്ച് റേറ്റ് ഇല്ല. നിങ്ങൾ ബാക്കിയുള്ള ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യുക, നോർമൽ ടാക്സ് കണ്ടെത്താം. പക്ഷേ ലിസ്റ്റഡ് ആണെങ്കിലാണ് പ്രശ്നം. ലിസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് പണ്ട് 15% ആയിരുന്നു ടാക്സ് റേറ്റ്, 15% പക്ഷെ ഇപ്പോൾ അത് 20 ആക്കി മാറ്റി അല്ലേ, കൂട്ടി. അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ലിസ്റ്റഡ് ആണെങ്കിൽ പണ്ട് എത്രയായിരുന്നു? 15 ആയിരുന്നു, ഇപ്പോൾ 20 ആക്കി മാറ്റി. വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഏതിന് ശേഷമാണെങ്കിൽ അവിടെ നമ്മൾ ട്രാൻസ്ഫർ ഡേറ്റ് നോക്കണ്ടോ? ട്രാൻസ്ഫർ ഡേറ്റ് 23/7 മുമ്പാണെങ്കിൽ പണ്ടത്തെ പോലെ 15 ആണ്. അതിന് ശേഷമാണെങ്കിലാണ് 20% വരിക. ഓക്കെ, അപ്പോൾ അതിൽ നോ കൺഫ്യൂഷൻ, വെരി സിമ്പിൾ. ഇവിടെ മാത്രമേ അമെൻമെൻ്റ് ഉള്ളൂ. അമെൻമെൻറ്റും സിമ്പിളാണ്. റേറ്റ് 15 20 ആക്കി 23/7 ശേഷമാണെങ്കിൽ. ലോങ് ടേം ആണെങ്കിലാണ് അടുത്ത ഡൗട്ട്. ലോങ് ടേം ആണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് നോർമൽ കേസ്, അതായത് 112 ആണെങ്കിൽ കുറച്ച് കോംപ്ലിക്കേഷനാണ്, അതിലേക്ക് വരാം. എന്താണ് ഈ 112? എന്താ? ഈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ നോർമൽ കേസില്ലേ, അതായത് ലിസ്റ്റഡ് അല്ലാത്ത കേസ് ഉണ്ടല്ലോ, അതാണ് ഈ 112. അതായത് അവിടെ അതിന് പ്രത്യേകിച്ച് റേറ്റ് ഇല്ല, ഇവിടെ പ്രത്യേകിച്ച് റേറ്റ് ഉണ്ട്. അപ്പോൾ ഇത് അതർ ദാൻ ലിസ്റ്റഡ്. 112 എന്താ? ഈ 111A അതേ, ഇത് ഷോർട്ട് ടേം ആണ്, ഇത് ലോങ് ടേം ആണ്. അതായത് ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ്, യൂണിറ്റ് ഓഫ് ഇക്വിറ്റി ഫണ്ട്, യൂണിറ്റ് ഓഫ് ബിസിനസ് ട്രസ്റ്റ് അല്ലേ, അതേ സംഭവം. അപ്പോൾ അത് 111A ലിസ്റ്റഡ്, 112A ലിസ്റ്റഡ്, അത് ഷോർട്ട് ടേം, ഇത് ലോങ് ടേം. ദാറ്റ്സ് ഇറ്റ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. സാധാരണ അവർ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരു കോമഡി എന്താണെന്ന് വെച്ചാൽ, നമുക്കെല്ലാവർക്കും അറിയാം
ഇതിൻ്റെ അവർ അമെൻമെൻറ്റ് കൊണ്ടുവന്നപ്പോൾ എങ്ങനെ കൊണ്ടുവന്നത് 23/7/2024 മുമ്പ് ശേഷം അല്ലേ, അതിന് മുമ്പാണെങ്കിൽ ബിഫോർ ആണെങ്കിൽ അവിടെ നോ ചേഞ്ച്, ഒരു മാറ്റമില്ല, പണ്ട് നിങ്ങൾ പഠിച്ച പോലെ തന്നെ പഠിക്കുക, പുതിയ ചേഞ്ചൊക്കെ ഇങ്ങോട്ട് മാത്രമേ മാറ്റുള്ളൂ. പക്ഷേ ഇവിടെ ചെറിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഈ ബിഫോറിലും ഒരു ചെറിയ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ 112A, എന്താ 112A? ലിസ്റ്റഡ് ലോങ് ടേം. അവിടെ അവർ പറയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 112ൽ നമ്മൾ എന്താ പണ്ട് പഠിച്ചിട്ടുണ്ടായെന്ന് വെച്ചാൽ അപ് ടു 1 lakh 0, മോർ ദാൻ 1 lakh ആണെങ്കിൽ 10%, അല്ലേ? ഇതാണ് എന്താണ് നമ്മളുടെ ബിഫോർ ആണെങ്കിൽ അപ് ടു 1 lakh നിൽ, പിന്നെ മോർ ദാൻ 1 lakh ആണെങ്കിൽ എത്രയായിരുന്നു? 10%. ഇതാണ് നമ്മളുടെ 23/7 മുമ്പുണ്ടായിരുന്ന സിനാരിയോ. ഇനി അതിനുശേഷമുള്ള സിനാരിയോ എങ്ങനെയാണെന്ന് മാറ്റി വെച്ചാൽ അപ് ടു 1,25,000 നിൽ, അതിന് മുകളിൽ മോർ ദാൻ 1,25,000 ആണെങ്കിൽ 12.5%, 12.5. അപ്പോൾ അവിടെ എന്താ ഒരു മാറ്റം വരുത്തിയെന്ന് വെച്ചാൽ ഈ പറഞ്ഞ എന്താണ് റേറ്റ് ഓഫ് ടാക്സ് ഉണ്ടല്ലോ, അത് 1,25,000 തന്നെയാണ് ബിഫോർ ആണെങ്കിലും ആഫ്റ്റർ ആണെങ്കിലും. അപ്പോൾ അത് ഇവിടെയും ആ മാറ്റം കൊണ്ടുവന്നു വരും. അതായത് ഈ പറഞ്ഞ ബിഫോർ സോറി, അതായത് ഇവർ ഈ എന്താണ് അപ് ടു 1 lakh മാറ്റിയിട്ട് അവിടെയും അവർ അമെൻമെൻറ്റ് കൊണ്ടുവന്നു 1,25,000 നിൽ, ഇവിടെയും അപ് മോർ ദാൻ 1,25,000. റേറ്റിൽ മാറ്റില്ല. 23/7 മുമ്പാണെങ്കിൽ റേറ്റിൽ മാറ്റില്ല. പക്ഷെ എവിടെ മാറി? ഈ ലിമിറ്റ് മാറി. ഈ പുതിയ 1,25,000 ലിമിറ്റ് തന്നെയാണ് ഇവിടെയും അവർ കൊണ്ടുവന്നത്. ആ ഒരു വ്യത്യാസമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അത് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കില്ല. കാരണം നമ്മളെന്താ വിചാരിക്കുക 23/7 മുമ്പാണെങ്കിൽ ഒരു മാറ്റമില്ല, പക്ഷേ ഇവിടെ മാറ്റമുണ്ട്. പിന്നെ റേറ്റിൽ ഞാൻ പറഞ്ഞു ബിഫോർ ആണെങ്കിൽ 10 ആയിരുന്നു, ഇപ്പോൾ എത്രയും മാറി 12.5 ആക്കി. ഓക്കെ, സെറ്റ്. അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മളെന്തൊക്കെ പഠിച്ചു? 111 ആകെ ചെറിയൊരു കാര്യം, അവിടെ 23/7 മുമ്പാണെങ്കിൽ പണ്ട് പഠിച്ച 15 ആണ്, അതിന് ശേഷമാണ് 20. ഓക്കെ, പക്ഷേ 112 ചെറിയ വ്യത്യാസം വെച്ചാൽ ബിഫോർ ആണെങ്കിലും ഒരു മാറ്റമുണ്ട്, 1,25,000 ആക്കി മാറ്റി. പക്ഷേ റേറ്റ് 10 തന്നെയാണ്. ആഫ്റ്റർ ആണെങ്കിൽ 1,25,000 ആണ്, അതിന് മുകളിലാണെങ്കിൽ 12.5 ആണ്. അതാണ് വ്യത്യാസം. ഇനി 112 ആണെങ്കിലോ അവിടെയാണ് കുറേ പ്രശ്നങ്ങൾ. 112 ട്രാൻസ്ഫർ ബിഫോർ 23/7 ആണെങ്കിൽ ഒരു മാറ്റമല്ല. നമ്മളുടെ എന്താണ് 112 ആണെങ്കിൽ അൺലിസ്റ്റഡ് സെക്യൂരിറ്റി ആണെങ്കിൽ നമ്മൾ ഇത് നോക്കിയാൽ മതി, 20% ആണ് അവിടെ ടാക്സ് റേറ്റ്. ഓക്കെ, അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമ്മളുടെ എന്താ പറയുക ഇത് നോക്കിയാൽ മതി. ഓക്കെ, നമ്മളുടെ ഈ സംഭവം നോർമൽ കേസ് അതായത് 20% വിത്ത് ഇൻഡെക്സേഷൻ. നമുക്ക് ഇൻഡെക്സേഷനൊക്കെ ചെയ്തിട്ട് കറക്റ്റായിട്ട്, അത് കാരണം നമുക്കറിയാം ലോങ് ടേം ആണെങ്കിലാണ് ഇൻഡെക്സ് ചെയ്യാം. എങ്ങനെ ഇൻഡെക്സ് ചെയ്യുന്നത് പറയേണ്ട ആവശ്യമല്ലോ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ടത് ഒരു ലോങ് ടേം. അപ്പോൾ സാർ ഈ 112 നമ്മൾ അങ്ങനെ പഠിച്ചില്ലല്ലോ. 112 ഇൻഡെക്സേഷൻ കിട്ടില്ല, നോ ഇൻഡെക്സേഷൻ. 112 നോ ഇൻഡെക്സേഷൻ, അത് നമ്മൾ സെപ്പറേറ്റ്ലി താഴെ പറയുന്നുണ്ട്. എന്നാലും ഇവിടെ നോ ഇൻഡെക്സേഷൻ. അത് 23/7 മുമ്പാണെങ്കിൽ ഇൻഡെക്സേഷൻ കിട്ടില്ല കേട്ടോ. 112 ഇൻഡെക്സേഷൻ കിട്ടുക. 112 ഇൻഡെക്സേഷൻ കിട്ടും. അപ്പോൾ 23/7/2024 മുമ്പാണ് നിങ്ങൾ ഒരു ലോങ് ടേം അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത്, അത് ലിസ്റ്റഡ് അല്ല 112 ആണെങ്കിൽ, ഇപ്പോൾ ലാൻഡോ ബിൽഡിങ്ങോ അല്ലെങ്കിൽ അൺലിസ്റ്റഡ് ഷെയറോ വാട്ടെവർ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഇൻഡെക്സേഷനൊക്കെ ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യുക. എന്നൊരു ടാക്സ് റേറ്റും 20% ഒരു മാറ്റമല്ല. പക്ഷേ ട്രാൻസ്ഫർ ഓൺ ഓർ ആഫ്റ്റർ 23/7/2024 ശേഷമാണെങ്കിലോ എന്താ സംഭവിക്കുക? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണെങ്കിൽ നമുക്ക് അത് അവിടെ നിൽക്കട്ടെ. ഓക്കെ, നമ്മുടെ നോർമൽ കേസ് അതർ കേസ് അതായത് 23/7 ശേഷം ഇപ്പോൾ ശരിക്കുള്ള കേസ് ഇതാണ് 12.5 വിത്തൗട്ട് ഇൻഡെക്സേഷൻ. അതായത് നമ്മളുടെ 112 112 ഒരേപോലെയാണ്. ഇവിടെയും 12.5 ആണ്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ ഇൻഡെക്സേഷൻ കിട്ടില്ല. അപ്പോൾ 12.5 ആണ്, ഇവിടെയും 12.5 ആണ്. ഒരു വ്യത്യാസമില്ല, ഈസിയാണ്. ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് അവിടെ വരാനില്ല എവിടെയാണെങ്കിൽ. പിന്നെ എന്താണ് 23/7 ശേഷം 112A ആണെങ്കിലും 112 ആണെങ്കിലും ശരിക്കും ടാക്സ് റേറ്റ് ഇപ്പോൾ സെയിം ആണ്, 12.5 വിത്തൗട്ട് ഇൻഡെക്സേഷൻ. പിന്നെ അവിടെ എന്തുകൊണ്ട് വിത്തൗട്ട് ഇൻഡെക്സേഷൻ പറയാത്ത കാരണം വെച്ചാൽ അവിടെ അല്ലെങ്കിലേ കിട്ടൂല, ഇൻഡെക്സേഷൻ നമുക്ക് കിട്ടൂല. ഓക്കെ, സെറ്റ്. ഇനി നമ്മളുടെ ഇവിടെയാണ് പ്രശ്നം. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ കേസിൽ 112ൻ്റെ കേസിൽ 23/7 ശേഷം നമ്മൾ സെയിൽ ചെയ്യുന്ന ലാൻഡോ ബിൽഡിങ്ങോ ആണെങ്കിൽ അവിടെയാണ് പ്രശ്നം. അവർ പറയാണ് നിങ്ങളത് അക്വയർ ചെയ്തത് 23/7 ശേഷം മുമ്പാണ് എങ്കിൽ, അതായത് 23/7 ആണല്ലോ ഈ ഇൻഡെക്സേഷൻ കിട്ടൂല എന്നൊരു അമെൻമെൻറ്റ് വന്നത്. പക്ഷെ നമ്മൾ അതിൻ്റെ മുമ്പ് വാങ്ങിയ ആളുകൾ ഇൻഡെക്സേഷൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ വാങ്ങിയത്. അപ്പോൾ അവർക്കൊരു റിലാക്സേഷൻ കൊടുക്കാൻ വേണ്ടി ഗവൺമെൻറ് പറയാണ്
ഒരു റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ആൻഡ് HUF അവർ ലാൻഡോ ബിൽഡിങ്ങോ 23(7) മുമ്പ് വാങ്ങിയിട്ട് പിന്നീട് വിൽക്കുകയാണെങ്കിൽ അതിന് 12.5 വിത്തൗട്ട് ഇൻഡെക്സേഷൻ അല്ലെങ്കിൽ 20% വിത്ത് ഇൻഡെക്സേഷൻ കിട്ടും. ഈ ഇതിൽ ബെനഫിഷ്യൽ ഏതാണോ അത് കിട്ടും. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെയാണ് ഒരു പ്രശ്നം. ഇത് ഞാൻ താഴെ നോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് നമ്മൾ കമ്പ്യൂട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പാടില്ല. പിന്നെ എപ്പോഴാണ് ചെയ്യാൻ പാടില്ല? ടാക്സ് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പാടുള്ളൂ. എന്താണ് അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഞാൻ പറയാം, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ പറയാം. അതേഴ്സ് ആണെങ്കിൽ 12.5 വിത്തൗട്ട് ഇൻഡെക്സേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ 112 ആണ് നമ്മൾ ഒന്ന് കുഴപ്പിക്കുക. 112 എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം അത് മനസ്സിലാക്കുക. എന്താ 112 പറയും എവരി വൺ? വാട്ട് ഈസ് 112? 112 പറയുമ്പോൾ ലോങ് ടേം ആയിട്ടുള്ള ലിസ്റ്റഡ് അല്ലാത്ത മറ്റുള്ള അസറ്റ്സ്. ലിസ്റ്റഡ് അല്ലാത്ത അസറ്റ്സ് പറയുമ്പോൾ ലിസ്റ്റഡ് അല്ലാത്ത ഷെയർ ആവാം, അല്ലെങ്കിൽ ലാൻഡ് ആവാം, ബിൽഡിംഗ് ആവാം, ഹൗസ് പ്രോപ്പർട്ടി ആവാം, വട്ടെവർ. അപ്പോൾ അങ്ങനത്തെ അസറ്റുകൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ 23(7) മുമ്പാണെങ്കിൽ ഒരു ഡൗട്ടുമില്ല. ട്രാൻസ്ഫർ ബിഫോർ 23(7) ആണെങ്കിൽ സാധാ ചെയ്യുന്ന പോലെ ഇൻഡെക്സേഷൻ ചെയ്തെടുക്കുക, 20% ടാക്സ് അടക്കുക, ഒരു കുഴപ്പമില്ല. പക്ഷേ ആഫ്റ്റർ 23(7) ആണെങ്കിൽ അവിടെയാണ് പ്രശ്നം. ആഫ്റ്റർ 23(7) ആണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക. ആഫ്റ്റർ 23(7) ആണെങ്കിൽ ലാൻഡോ ബിൽഡിംഗ് ആണോ? ഓക്കെ, അങ്ങനെ എന്താണ് ലാൻഡോ ബിൽഡിംഗ് ആണോ നോക്കുക. അല്ലെങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട. ലാൻഡോ ബിൽഡിംഗ് അല്ലെങ്കിൽ ഒന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? 12.5 വിത്തൗട്ട് ഇൻഡെക്സ്. ലാൻഡോ ബിൽഡിംഗ് അല്ലെങ്കിൽ ഒന്നും ചിന്തിക്കേണ്ട കേട്ടോ. ലാൻഡോ ബിൽഡിംഗ് അല്ലെങ്കിൽ ഒന്നും ചിന്തിക്കേണ്ട. അതിപ്പോൾ ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ. ലാൻഡോ ബിൽഡിംഗ് അല്ലെങ്കിൽ ഒന്നും ചിന്തിക്കേണ്ട. 12.5 വിത്തൗട്ട് ഇൻഡെക്സേഷൻ. ലാൻഡോ ബിൽഡിംഗ് ആണെങ്കിൽ തന്നെ എപ്പോഴാണ് പ്രശ്നമുള്ളൂ? ഇൻഡിവിജ്വൽ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ HUF ആണെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. അല്ലാത്തവർക്കും പ്രശ്നമില്ല. 12.5 വിത്തൗട്ട് ഇൻഡെക്സേഷൻ ആണ്. അപ്പോൾ 112 കേസിൽ ആകെ പ്രശ്നം ഉണ്ടാക്കുക ആര് മാത്രമാണ്? ലാൻഡോ ബിൽഡിംഗ് ആവും വേണം, റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ HUF ആവും വേണം, 23(7) 2024 മുമ്പ് വാങ്ങും വേണം. എന്നിട്ട് നമ്മൾ 23(7) ശേഷം വിൽക്കുകയാണെങ്കിൽ ഗവൺമെൻറ് പറയുന്നത് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, 12.5 അല്ലെങ്കിൽ 20% വിത്ത് എന്താണ് വിച്ച് ഈസ് ബെനഫിഷ്യൽ. ഞാൻ അവിടെ താഴെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, വെരി ഇമ്പോർട്ടൻ്റ് നോട്ട്. അതിലേക്ക് ഞാൻ വരാം. ഓക്കെ, അപ്പോൾ പിന്നെ ആ ഇൻഡെക്സേഷൻ്റെ ആ കമ്പ്യൂട്ടേഷൻ്റെ കേസ് ഞാൻ പറയുന്ന സമയത്ത് അതും കൂടെ കൂട്ടി ഒരു എക്സാമ്പിൾ കൂടെ കാണിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ബെറ്റർ മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ റേറ്റ് നമുക്കൊന്നും കൂടെ ഒന്ന് സമ്മപ്പ് ചെയ്യാം. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ച റേറ്റ്? നമുക്കറിയാം പിന്നെ നമുക്ക് രണ്ട് ആപ്ലിക്കേഷൻ ഉണ്ട്, ഷോർട്ട് ടേം ഉണ്ട്, ലോങ് ടേം ഉണ്ട്. ഷോർട്ട് ടേമിൻ്റെ കേസിൽ അൺലിസ്റ്റഡ് ആണെങ്കിൽ ഒരു പ്രശ്നമില്ല, സാധാ ചെയ്യുന്ന അതിന് പ്രത്യേകിച്ച് റേറ്റ് ഇല്ല. പക്ഷേ ലിസ്റ്റഡ് ആണെങ്കിൽ അപ്പോൾ നമുക്ക് ഏത് വരും? 111A വരും. ലിസ്റ്റഡ് ആണെങ്കിൽ ഏത് വരും? 111A. 111A കേസിലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 111A ആണെങ്കിൽ ഒറ്റ കാര്യം ഓർത്താൽ മതി, നമുക്ക് ബിഫോർ ആഫ്റ്റർ അങ്ങനെ പറഞ്ഞാൽ മതി. ബിഫോർ ആണെങ്കിൽ അത് എത്രയാണ്? ബേസിക്കലി സാധാ പോലെ 15%. ആഫ്റ്റർ ആണെങ്കിലോ അത് മാറി 20. വേറൊരു മാറ്റമല്ല, വേറെ കമ്പ്യൂട്ടേഷനൊന്നും ഒരു മാറ്റമല്ല. ഇനി ലോങ് ടേം ആണെങ്കിലോ? ലോങ് ടേം ആണെങ്കിൽ നമുക്കറിയാം ലിസ്റ്റഡ്. നമുക്ക് ആദ്യം ലിസ്റ്റഡ് നോക്കാം. ലിസ്റ്റഡ് ഏതാ? 112A ആണ്. 112A ആണെങ്കിൽ വെരി സിമ്പിൾ. നമ്മൾ പിന്നെ ആകെ നോക്കേണ്ടത് ബിഫോർ ആണെങ്കിലും ആഫ്റ്റർ ആണെങ്കിലും. ബിഫോർ ആണെങ്കിൽ 1,25,000 വരെ ടാക്സ് ഇല്ല, അതിന് മുകളിലാണ് 10%. ആഫ്റ്റർ ആണെങ്കിൽ 1,25,000 വരെ ടാക്സ് ഇല്ല, പക്ഷേ ആഫ്റ്റർ ആണെങ്കിൽ 12.5 ആണ്, 2.5 ടാക്സ് കൂട്ടി. ഓക്കെ, അതോടെ 112A കേസിൽ. പക്ഷേ 112 കേസിലാണെങ്കിൽ ബിഫോർ ആണെങ്കിൽ നോ കൺഫ്യൂഷൻ, ഇൻഡെക്സ് ചെയ്യുക 20%. ആഫ്റ്റർ ആണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ലാൻഡോ ബിൽഡിംഗ് ആണോ, അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, 12.5 വിത്തൗട്ട് ഇൻഡെക്സേഷൻ. ലാൻഡോ ബിൽഡിംഗ് ആണെങ്കിൽ അത് റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ HUF ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് നോക്കുക. അത് മാത്രമല്ല 23(7) മുമ്പ് വാങ്ങിയത് ശേഷം വിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും നമ്മൾ പിന്നെ രണ്ട് കാര്യം ചെയ്യണം. ഒന്ന് 12.5 വിത്തൗട്ട് ഇൻഡെക്സേഷൻ, അതായത് പുതിയ പോലെ അല്ലെങ്കിൽ പഴയ പോലെ 20% വിത്ത് ഇൻഡെക്സേഷൻ. ഇതിലേതാണ് ബെനഫിഷ്യൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്, അത് ഞാൻ താഴെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ റേറ്റ് എല്ലാവർക്കും സെറ്റ് അല്ലേ? ഇനി കൺഫ്യൂഷൻ അല്ലല്ലോ? ഓക്കെ, അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? തറവായിട്ട് പഠിക്കട്ടോ. ഇനി കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ അതിലാണ് നമ്മൾ എങ്ങനെ ഇൻഡെക്സ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അവിടെ ഇഫ് ദ അസറ്റ് ട്രാൻസ്ഫർഡ് ബിഫോർ 23(7) ആണെങ്കിൽ നമുക്കറിയാം എന്ത് ചെയ്യാം? ഇൻഡെക്സഡ് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ആഫ്റ്റർ ആണെങ്കിൽ നമ്മൾ നോർമലി എന്തില്ല? ഇൻഡെക്സേഷൻ എന്നുള്ള കോൺസെപ്റ്റേ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ HUF ആണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ അതേ കാര്യം റിപ്പീറ്റ് ചെയ്യാണ്. അതായത് നമുക്കറിയാം ഏതിന് മാത്രമേ ഇത് കിട്ടുള്ളൂ? ഏത് അസറ്റ് മാത്രം? ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. അതും ഏത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്? 112 മാത്രമേ കേട്ടോ. 112 കിട്ടുള്ളൂ. അത് നമ്മൾ സെപ്പറേറ്റ്ലി പറയുന്നുണ്ട്. 112 മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ 112 കേസിൽ പിന്നെ അപ്പോൾ 112 കേസിൽ നമ്മൾ നേരത്തെ പഠിച്ച അതേ സംഭവമാണ്. റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ അതുപോലെ തന്നെ ലാൻഡ് ഓഫ് ബിൽഡിംഗ്. അവർ 23(7) മുമ്പ് വാങ്ങിയ ഒരു ലാൻഡ് ഓഫ് ബിൽഡിങ്ങോ ശേഷം വിൽക്കുകയാണെങ്കിൽ അവർക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, 12.5 വിത്തൗട്ട് ഇൻഡെക്സേഷൻ, 20% വിത്ത് ഇൻഡെക്സേഷൻ. അപ്പോൾ
അതിൽ വെരി ഇമ്പോർട്ടൻ്റ് നോട്ട് വായിച്ചു, ദിസ് ഇസ് ജസ്റ്റ് ഫോർ കമ്പ്യൂട്ടേഷൻ ദ ടാക്സ് അണ്ടർ 112, നോട്ട് ഫോർ കമ്പ്യൂട്ടിംഗ് ദ ടോട്ടൽ ഇൻകം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് ഇൻഡെക്സേഷൻ നോട്ട് ബി ഡൺ ഇൻ ദിസ് കേസ് ആൾസോ വൈൽ കമ്പ്യൂട്ടിംഗ് ദ ക്യാപിറ്റൽ ഗെയിൻ. അതായത് ലിസൺ എവരി വൺ ഹിയർ. എന്താണ് അവർ പറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ അവർ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പറയാണ്, നിങ്ങൾക്ക് ഒരു സാലറി ഉണ്ട്, സാലറി ഫോർ എക്സാമ്പിൾ ഒരു 10 ലക്ഷം. ഇനി നിങ്ങളൊരു എന്താ പറയുക, അസറ്റ് വിറ്റിട്ടുണ്ട്, അസറ്റ് സോൾഡ്, ക്യാപിറ്റൽ അസറ്റ് ലാൻഡാണ് കേട്ടോ. ലാൻഡ് നിങ്ങളൊരു ഇൻഡിവിജ്വലാണ്, റെസിഡൻറ്റ് ഇൻഡിവിജ്വലാണ്. ലാൻഡ് എന്താണ്, അസറ്റ് സോൾഡ് ഫോർ എത്രയാണ്, 50 lakhs ആണ്. നമ്മൾ വിറ്റത് ഒരു 15/12/2024. ഓക്കെ, 15/12/2024. ഇനി അത് പർച്ചേസ് ചെയ്തത് നമ്മൾ 2005-6 2005-6 നമ്മളൊരു 10 ലക്ഷത്തിന് വാങ്ങിയതാണ് വിചാരിക്കാം, 10 lakhന് വാങ്ങിയതാണ് വിചാരിക്കാം. ഇത്രയും ഇൻഫർമേഷനാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതൊരു റെസിഡൻറ്റ് ഇൻഡിവിജ്വലാണ്. മാത്രമല്ല നമ്മളുടെ എന്താ പറയുക, ബിഫോർ 23/7 മുമ്പ് വാങ്ങിയിട്ട് ആഫ്റ്റർ 23/7 നമ്മൾ എന്താണ് അത് വിൽക്കുന്ന കേസാണ്. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഓപ്ഷനെ കുറിച്ചൊന്നും ചിന്തിക്കരുത് കേട്ടോ. അതായത് ടോട്ടൽ ഇൻകം ചെയ്യുന്ന സമയത്ത് അതൊന്നും ചിന്തിക്കരുത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, സാലറി നമുക്ക് അത് ഇൻകം അണ്ടർ സാലറിയാണ്. അതായത് സ്റ്റാൻഡേർഡെല്ലാം കുറച്ച് എമൗണ്ട് ആണ് വിചാരിക്കുക, 10 ലക്ഷം. ഇനി ക്യാപിറ്റൽ ഗെയിനിൽ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കരുത്, സാർ ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഒന്നെങ്കിൽ നമുക്ക് 12.5 വിത്തൗട്ട് ഇൻഡെക്സേഷൻ, അല്ലെങ്കിൽ അതൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ ആകെ എന്ത് ചെയ്യുക, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ 50 lakhs മൈനസ് കോസ്റ്റ്, ഇൻഡെക്സ് ചെയ്യരുത് 10 ലക്ഷം. അപ്പോൾ നമ്മളുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇസ് ഈക്വൽ ടു 40 lakhs. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ 50 lakhs ആണ് നമ്മുടെ ടോട്ടൽ ഇൻകം. ഈ നമ്മൾ ടാക്സ് കണ്ടെത്തുന്ന സമയത്ത് എങ്ങനെ ടാക്സ് കണ്ടെത്തുക, ഈ 10 ലക്ഷം സ്ലാബ് റേറ്റ് വെച്ച് ചെയ്യാം, കാരണം സാലറി സ്ലാബ് റേറ്റ് ആണ്. ബാക്കി 40 lakh ഉണ്ടല്ലോ, ഈ 40 lakh 112 അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതൊരു റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ആണ്. മാത്രമല്ല 23/7 ശേഷമാണ് ട്രാൻസ്ഫർ ചെയ്തത്. മാത്രമല്ല ബിഫോർ 23/7 ആണ് അവർ വാങ്ങിയത് അല്ലേ. പിന്നെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെയാണ് നമ്മൾ 2 ഓപ്ഷൻ നോക്കേണ്ടത്. അല്ലാതെ ടോട്ടൽ ഇൻകം കണ്ടെത്തുമ്പോൾ ആ ഓപ്ഷൻ നോക്കാൻ പാടില്ല. ടാക്സ് കണ്ടെത്തുമ്പോൾ നമ്മൾ എന്തൊക്കെ ഓപ്ഷൻ നോക്കേണ്ടത്, ഒന്ന് നമ്മൾ ഈ 50 lakh ഇൻഡെക്സ്ഡ് കോസ്റ്റ് മൈനസ് ചെയ്യുക. അതെങ്ങനെ ചെയ്യണേ പറഞ്ഞാൽ ആവശ്യമില്ല. എന്നിട്ട് അതിൻ്റെ 20% നോക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ആ 50 lakh വെറും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സാധാ ചെയ്യുന്ന പോലെ 10 ലക്ഷം കുറച്ചിട്ട് അതിൻ്റെ 12.5 ചെയ്യുക. ഇതിലേതാണോ ബെനഫിഷ്യൽ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ടാക്സ് കണ്ടെത്തിയാൽ മതി. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, ഒരിക്കലും തെറ്റിക്കരുത്. ഞാൻ പറഞ്ഞു ഒരു 112ൻ്റെ കേസിൽ ഗവൺമെൻറ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. ആർക്ക് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്, റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ HUF-ന് ലാൻഡോ ബിൽഡിങ്ങോ 23/7 മുമ്പ് വാങ്ങിയിട്ട് 23/7 ശേഷം വിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ട്. ഒന്നെങ്കിൽ 12.5 വിത്തൗട്ട് ഇൻഡെക്സേഷൻ, അല്ലെങ്കിൽ 20% വിത്ത് ഇൻഡെക്സേഷൻ ചെയ്യാം. പക്ഷേ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, അതൊരിക്കലും എവിടെ ചെയ്യരുത് നിങ്ങൾ. ക്വസ്റ്റ്യൻ, അതായത് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അത് ചെയ്യാൻ പാടില്ല. അത് എപ്പോഴേ ചെയ്യാൻ പാടുള്ളൂ, ടാക്സ് കണ്ടെത്തുമ്പോൾ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. ആർ ഗെറ്റിംഗ്? യെസ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി എങ്ങനെയാണ് ഇൻഡെക്സേഷൻ ചെയ്യാന്നൊക്കെ നമുക്കറിയാം, അതൊന്നും അമെൻമെൻ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ അവിടെ ഒന്നും നമുക്ക് ഇനി വേറെ അമെൻമെൻറ്റ്സ് ഒന്നും കൂടുതലില്ല. പിന്നെ എവിടെയാണ് നമുക്ക് നോക്കാം, സമ്മറി ഓഫ് ദ ചാപ്റ്റർ, ചാർജിങ് ചാപ്റ്ററിലൊന്നും അമെൻമെൻറ്റ്സ് ആയിട്ടൊന്നുമില്ല. കോമ്പൻസേഷൻ റിസീവ്ഡ് അല്ലേ, അപ്പോൾ അവിടെ ഒന്നും നമുക്ക് അമെൻമെൻറ്റ്സ് ഇല്ല. ഓക്കെ, സെക്കൻഡ് ക്യാപിറ്റൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അസറ്റ്സ് ഓൺ കമ്പനി ലിക്വിഡേഷൻ അവിടെ ഒന്നുമില്ല. ബൈബാക്കിൻ്റെ കേസിൽ നമുക്ക് ബൈബാക്കിൻ്റെ കേസ് അമെൻമെൻ്റ് ഉണ്ട്. ഓക്കെ, ബൈബാക്കിൻ്റെ കേസിൽ വി ഹാവ് അമെൻമെൻറ്റ്. ഇവിടെ നമുക്ക് പക്ഷേ വേറെ ഡേറ്റ് ആണ്. അപ്പോൾ നമുക്ക് 2 ഡേറ്റ് ആണ് ഇവിടെ പ്രശ്നക്കാർ. അപ്പോൾ ഇവിടെ നമുക്ക് വേറെ ഒരു ഡേറ്റ് ആണ് നമ്മൾ ഓർത്തിരിക്കുന്ന ഡേറ്റ്, 23/7 അല്ല. പിന്നെ ഏത് ഡേറ്റാണ് നമുക്ക് നോക്കാം. അപ്പോൾ ബൈബാക്ക് മീൻസ് എന്താ മക്കളെ, അതായത് കമ്പനീൻ്റെ ഷെയർ തിരിച്ചു വാങ്ങുക, അതാണ് ബൈബാക്ക് അല്ലേ. അപ്പോൾ കമ്പനീൻ്റെ ഷെയർ തിരിച്ചു വാങ്ങുക. അപ്പോൾ ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് സ്പെസിഫൈഡ് സെക്യൂരിറ്റി ആൻഡ് ഫോറിൻ കമ്പനി. സ്പെസിഫൈഡ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമ്മളുടെ എന്താ പറയുക, നമ്മുടെ ESOP ഉണ്ടല്ലോ, എംപ്ലോയി സ്റ്റോക്ക്, അതാണ് സ്പെസിഫൈഡ് സെക്യൂരിറ്റി. അല്ലെങ്കിൽ ഫോറിൻ കമ്പനി ബൈബാക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരു മാറ്റമില്ല, അത് നമ്മളുടെ ക്യാപിറ്റൽ ഗെയിൻ എന്താണ്, ക്യാപിറ്റൽ ഗെയിൻ ചെയ്യുന്ന പോലെ ഫുൾ വാല്യൂ മൈനസ് കോസ്റ്റ്, അത് സാധാ പോലെ ഒരു മാറ്റമില്ല. പക്ഷേ ഷെയർസ് ഓഫ് ഡൊമസ്റ്റിക് കമ്പനി ആണെങ്കിൽ, ഇത് ലിസ്റ്റഡ് ആയിക്കോട്ടെ നോട്ട് ലിസ്റ്റഡ് ആയിക്കോട്ടെ, ഇവിടെയാണ് മാറ്റം. നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത് 1/10/2024 മുമ്പാണെങ്കിൽ
1/10/2024 ശേഷമാണെങ്കിൽ. 1/10/2024 മുമ്പാണെങ്കിൽ അത് കമ്പനിയാണ് ടാക്സ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് അത് ഷെയർ ഹോൾഡറുടെ കയ്യിൽ എക്സംപ്റ്റ് ആണ്. അപ്പോൾ അത് ഈസിയാണ്, അത് വളരെ ഈസിയാണ്. പക്ഷേ ഇത് പഴയ ഇത് പണ്ട് ഇങ്ങനെയായിരുന്നു. ഓക്കെ, അത് എന്താണ് കമ്പനി ടാക്സ് കൊടുക്കുന്ന ഷെയർ ഹോൾഡറുടെ കയ്യിൽ എക്സംപ്റ്റ് ആണ്. പക്ഷേ ബൈബാക്കിന് 1/10/2024 ശേഷമാണെങ്കിലോ അവിടെയാണ് പ്രശ്നം. അത് ഷെയർ ഹോൾഡർ, അപ്പോൾ ഒരു അമെൻമെൻറ്റ്, എന്താ ഒരു അമെൻമെൻറ്റ്, പണ്ട് ഇത് കമ്പനീൻ്റെ കയ്യിൽ ടാക്സബിൾ ആയിരുന്നു. ഇപ്പോഴത്തെ അമെൻമെൻറ്റ് അത് ഷെയർ ഹോൾഡറുടെ കയ്യിലാണ് ടാക്സബിൾ ആവുക, കമ്പനി ടാക്സ് കൊടുക്കേണ്ട. മറ്റൊന്ന്, ഈ ടാക്സേഷനാണ് കോമഡി. IFOSലേക്കും ക്യാപിറ്റൽ ഗെയിനിലേക്കും അവർ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. IFOSൽ ആ ഫുൾ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മളുടെ ഇൻകമായിട്ട് കാണിക്കണം. ക്യാപിറ്റൽ ഗെയിനിൽ ആ ഫുൾ വാല്യൂ നില്ലായിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ കൺസിഡറേഷൻ നമ്മൾ പിന്നെ എന്താ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോസ്റ്റ് ആൻഡ് ദ വാല്യൂ ഷാൽ ബി ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ ലോസ്. ഇത് ഞാൻ ഈ ഒരു കമ്പ്യൂട്ടേഷൻ ഞാൻ IFOS ചാപ്റ്റർ പറയുമ്പോൾ പറയാം. കാരണം എല്ലാം കൂടെ നമ്മൾ ക്യാപിറ്റൽ ഗെയിനിൽ പഠിച്ചിട്ട് തലമുണ്ടാക്കണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട, നമ്മൾ ഈ ഒരു കാര്യം ഞാൻ എന്ത് ചെയ്യാം, IFOS ഇൻകം ഫ്രം അതർ സോഴ്സ് പറയുന്ന സമയത്ത് അതിൽ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിൾ വെച്ച് നമുക്ക് പഠിക്കാം. ഡോണ്ട് വറി. ഓക്കെ, ദിസ് എൻ ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ്. ഡെഫിനറ്റ്ലി യു കൻ എക്സ്പെക്ട് ഇൻ എക്സാംസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. ബൈബാക്ക് നമുക്ക് അവിടെ പഠിക്കാം. ഓക്കെ അല്ലേ? യെസ്. ഇനി അങ്ങനെ പ്രത്യേകിച്ചായിട്ടുള്ള അമെൻമെൻറ്റ്സ് ഒന്നും ഇനി അതിൽ നമുക്ക് ഇല്ല. അപ്പോൾ മീനിങ് ഓഫ് അല്ലേ, എനി ക്യാപിറ്റൽ അസറ്റ് സോൾഡ് ബിഫോർ, അതൊന്നും കുഴപ്പമില്ല. ബോണസ് ഷെയർസിൻ്റെ കേസൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇത് ഞാൻ ഓൾറെഡി അവിടെ കാണിച്ചതാണ്. അൺലിസ്റ്റഡ് ഡിബെഞ്ചേഴ്സ് ബോൺ അല്ലേ, ഞാൻ അവിടെ കാണിച്ചതാണ്. അപ്പോൾ പിന്നെ അതിലില്ല. പിന്നെ സ്ലം സെയിലൊന്നും മാറ്റില്ല, ഇതിലൊന്നും മാറ്റില്ല. ഫോർ ഫീച്ചർ ഓഫ് അഡ്വാൻസ് മണി, ഇത് ചിലപ്പോൾ ഉണ്ടാവും. എൻ്റെ പഴയ ബുക്കോ കയ്യിലുള്ള ആളുകളുണ്ടാവും, സാർ അപ്പോൾ ഇതിൽ കുറേ എല്ലാ പേജിലും കുറേ മാറ്റങ്ങളുണ്ടല്ലോ, കുറേ ചാർട്ടുകളൊക്കെ മാറിയിട്ടുണ്ടല്ലോ. അതെല്ലാം എന്താണ് പുതിയ എഡിഷൻസിലും ഞാൻ എന്ത് ചെയ്യും, കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇപ്പം ഇത് 13ാമത്തെ എഡിഷനാണ് ഇപ്പോൾ ഇൻ്ററിൻ്റെ ഫൈനൽ 12ാമത്തെ എഡിഷൻ. ഓരോ എഡിഷൻ വായിക്കുമ്പോൾ എനിക്ക് തന്നെ കുറേ മിസ്റ്റേക്ക് അല്ല, അപ്പിയറൻസിൽ കുറേ മാറ്റങ്ങൾ തോന്നും. അങ്ങനെ മാറി വന്നാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബുക്ക് അല്ലേ. ഓക്കെ, സെറ്റ്. ഇനി നമ്മളുടെ എക്സംഷനിലും അങ്ങനെ മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ, ദർ ഈസ് നോ സച്ച് അമെൻമെൻറ്റ്സ് സ്റ്റഡീസ്. അപ്പോൾ അതേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഭവമുണ്ടല്ലോ, ഒരു സമ്മറിയാണ്. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് 112ക്ക് മാത്രമേ ഉള്ളൂ. 112ക്കൊന്നും ഇൻഡെക്സേഷൻ കിട്ടില്ല. പിന്നെ റിബേറ്റും ബേസിക്കലി എന്താണ് 112ക്ക് മാത്രമേ ഉള്ളൂ. 112ക്കും കിട്ടും, 111ക്കും. നമ്മുടെ 112ക്ക് ഇൻഡെക്സേഷനും ഇല്ല, റിബേറ്റും ഇല്ല കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസൊക്കെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ അൺഎക്സോസ്റ്റഡ് ബേസിക് എക്സംഷൻ ലിമിറ്റിൻ്റെ കണ്ടെത്തലും പിന്നെ സർചാർജിൻ്റെ കമ്പ്യൂട്ടേഷൻ. ഓക്കെ, അപ്പോൾ ഏതായാലും അവിടെ നിൽക്കട്ടെ. അത് നമ്മൾ അമെൻമെൻറ്റ്സ് ആയിട്ട് കൂട്ടണം, അമെൻമെൻറ്റ്സിലില്ല. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ചാപ്റ്ററിൽ ശരിക്കും പറയുകയാണെങ്കിൽ അമെൻമെൻറ്റ് കുറച്ചുള്ളൂ. പക്ഷേ ആ അമെൻമെൻറ്റ് വല്ലാത്തൊരു അമെൻമെൻറ്റാണ്. അത് വെച്ചിട്ട് നമ്മളെ തല തിരിക്കാൻ മാത്രമുള്ള അമെൻമെൻറ്റ് അതിലുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് പിന്നെ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചത് ഒന്ന്, നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക ഫോർമാറ്റ്. ഇനി നമ്മൾ എക്സ്ട്രാ പഠിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ, ഒന്നാമത്തെ അമെൻമെൻറ്റ് സംഭവിച്ചത് ഇവിടെയായിരുന്നു. നമ്മളുടെ ഈ അസറ്റ് ട്രാൻസ്ഫർ ബിഫോർ ആഫ്റ്റർ ആണെങ്കിൽ നമ്മളുടെ ലോങ് ടേം ഷോർട്ട് ടേം തിരിക്കുന്നതിൽ തന്നെ മാറ്റങ്ങളുണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് അമെൻമെൻറ്റ് റേറ്റിൽ, അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. റേറ്റ് കമ്പ്യൂട്ടേഷനിൽ വളരെ വ്യത്യാസമുണ്ട്. അതിൽ തന്നെ ഈ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് മറക്കരുത്. അതായത് നമ്മൾ 112ൻ്റെ കേസിൽ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ആർക്ക്? റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ എച്ച്എഫിന് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ. എങ്ങനത്തെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്? ബിഫോർ 2037 മുമ്പ് വാങ്ങി ആഫ്റ്റർ വിൽക്കുകയാണെങ്കിൽ 2 ഓപ്ഷൻ. പക്ഷേ 2 ഓപ്ഷൻ ഒരിക്കലും നിങ്ങൾ ടോട്ടൽ ഇൻകം കണ്ടെത്തുമ്പോൾ ചെയ്യരുത്. ടോട്ടൽ ഇൻകത്തിൽ ഒരിക്കലും ഇൻഡെക്സേഷൻ. അപ്പോൾ നിങ്ങൾ 23/7 ശേഷം നമ്മൾ വിൽക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നമ്മളുടെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷനിൽ ഇൻഡെക്സേഷൻ പാടില്ല. അത് ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ ആരായിക്കോട്ടെ, ഇൻഡെക്സേഷൻ കമ്പ്യൂട്ടേഷൻ പാടില്ല. ഈ ഇൻഡെക്സേഷൻ നമ്മൾ ഈ കമ്പാരിസൺ ചെയ്യേണ്ടത് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ മാത്രമാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി ബൈബാക്കിൽ നല്ലൊരു അമെൻമെൻറ്റ് ഉണ്ട്, അത് നമുക്ക് IFOSൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യാം. ഐ ഹോപ്പ് ഓൾ ഓഫ് യു ക്ലിയർ. പിന്നെ അല്ലേ, ഇതിനപ്പുറത്തേക്ക് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് കഴിഞ്ഞാൽ നമ്മളതൊരു പക്ക റിവിഷൻ പോലത്തെ ക്ലാസ് ആയിരിക്കും. അത് ഞാനിതിൽ ഉദ്ദേശിക്കുന്നില്ല. അത് നിങ്ങൾ നമ്മളെ റെക്കോർഡ് ക്ലാസ്സൊക്കെ വാങ്ങേണ്ടി വരും. ഓക്കെ, യെസ്. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ ഇൻകം ഫ്രം അതർ സോഴ്സുമായി ബന്ധപ്പെട്ട അമെൻമെൻറ്റ്സ് ആണ്. ഇൻകം ഫ്രം അതർ സോഴ്സിൽ എന്തൊക്കെ അമെൻമെൻറ്റ്സ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ചാപ്റ്റർ കഴിഞ്ഞു അല്ലേ. അപ്പോൾ അതിൽ നല്ല അമെൻമെൻറ്റ്സ് ഉണ്ട്. ഇനി നമ്മൾ അടുത്തത് ഇൻകം ഫ്രം അതർ സോഴ്സാണ്. അതിൽ എന്തൊക്കെ അമെൻമെൻറ്റ്സ് ഉണ്ട് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ അമെൻമെൻറ്റ്, ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്.
നമ്മുടെ ഫാമിലി പെൻഷൻ. ഫാമിലി പെൻഷൻ്റെ കേസിൽ നമുക്കറിയാം സ്റ്റാൻഡേർഡായിട്ട് എല്ലാവർക്കും കിട്ടുന്ന ഡിഡക്ഷനാണ് 1/3 അല്ലെങ്കിൽ 15,000 വിച്ച് ഇസ് ലോവർ. പക്ഷേ നമ്മളുടെ 115BC ആയിരിക്കെ അത് 1/3 അല്ലെങ്കിൽ 25,000 ആക്കി മാറ്റിയിട്ടുണ്ട്. അവർക്ക് മാത്രം കേട്ടോ, മൊത്തത്തിലല്ല. 115BC ആണെങ്കിൽ ഫാമിലി പെൻഷൻ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/3, അതായത് 1/33.33 അല്ലെങ്കിൽ 25,000. മറ്റുള്ളവർക്ക് നേരത്തെ പോലെ തന്നെ 15 ആണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് അമെൻമെൻ്റ് ആണ്. ഇനി പിന്നുള്ള അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എവിടെയായിരുന്നു? ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞ ബൈബാക്കിൻ്റെ കേസ്. അപ്പോൾ ഇത് പഠിച്ചാൽ മതി. നിങ്ങൾ അവിടെ ക്യാപിറ്റൽ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് പഠിച്ചാൽ മതി. എമൗണ്ട് റിസീവ്ഡ് ബൈ ഷെയർ ഹോൾഡർ ഓൺ ബൈബാക്ക് ഓഫ് ഷെയർസ് ബൈ ഡൊമസ്റ്റിക് കമ്പനി. ഒരു ഡൊമസ്റ്റിക് കമ്പനി, അപ്പോൾ ഫോറിൻ കമ്പനി മാറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഫോറിൻ കമ്പനീൻ്റെ കേസിൽ മാറ്റില്ല. അപ്പോൾ നമ്മളുടെ ഡൊമസ്റ്റിക് കമ്പനിയാണ് ബൈബാക്ക്. അത് ലിസ്റ്റഡ് ആയിക്കോട്ടെ അൺലിസ്റ്റഡ് എങ്ങനെ ഷെയർ ബൈബാക്ക് ചെയ്യുകയാണെങ്കിലും ബിഫോർ 1/10/2024 ആണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നത് കമ്പനിയാണ് ടാക്സ് കൊടുക്കുക. പക്ഷേ അതുകൊണ്ട് ഷെയർ ഹോൾഡർ കയ്യിൽ എക്സംപ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് നോക്കണ്ട. നമ്മൾ നോക്കേണ്ടത് ആഫ്റ്റർ 1/10/2024 ആണ്. അപ്പോൾ അവർ പറയാണ് പിന്നെ ഷെയർ ഹോൾഡർ കയ്യിൽ അത് ടാക്സബിൾ ആണ്. എങ്ങനെയാണ് ടാക്സബിൾ ആവുക? അവിടെയാണ് കോമഡി. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ക്യാപിറ്റൽ ഗെയിൻ ചാപ്റ്ററിലെ ഒരു പോയിന്റ് ഒന്നുകൂടി നോക്കിയാൽ മതി. അവർ പറയാണ് എങ്ങനെ ടാക്സബിൾ? 2 ഹെഡിലാണ് ടാക്സ് ചെയ്യേണ്ടത്. അതായത് ബൈബാക്ക് എന്ന് പറയുമ്പോൾ എന്താ? കമ്പനി നമ്മളുടെ കയ്യിലുള്ള ഷെയർ തിരിച്ചു വാങ്ങും, നമുക്ക് അവരൊരു പൈസ തരും. ആ കിട്ടിയ പൈസ മൊത്തം നിങ്ങളുടെ ഇൻകം ഫ്രം അതർ സോഴ്സിലെ ഇൻകമായിട്ട് കാണിക്കുക. എന്താ പരിപാടി? അപ്പോൾ നമ്മളുടെ കോസ്റ്റ് എന്താണ്? നമ്മൾ ഷെയർ വാങ്ങിയപ്പോൾ നമുക്ക് കോസ്റ്റ് ഒന്നുമില്ലേ അത്? ഓക്കെ വെയിറ്റ്, അവർ പറയാണ് ഓക്കെ ആ കോസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്യാപിറ്റൽ ഗെയിൻ ചാപ്റ്ററിൽ നിങ്ങൾക്ക് കാണിക്കാം. പക്ഷേ അവിടെ നമ്മുടെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഇല്ലല്ലോ, കാരണം നമ്മൾ IFRS അല്ലേ കാണിച്ചത്. അപ്പോൾ ഗവൺമെൻറ് 0 ആയിട്ട് എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ലോസ് വരില്ലേ? ലോസ് വരും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെറ്റ് ഓഫ് ചെയ്യാൻ അല്ലെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്യാം. അതായത് ശ്രദ്ധിച്ച് കേൾക്കുക, ലിസൺ എവരിവൺ ഹിയർ. പണ്ടത്തെ പ്രൊവിഷൻ വളരെ സിമ്പിളായിരുന്നു. അതായത് ഇനിയിപ്പോൾ കമ്പനീൻ്റെ കയ്യിലല്ല, ഷെയർ ഹോൾഡർ കയ്യിലാണെങ്കിൽ തന്നെ സിമ്പിളായിരുന്നു. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഒരു എന്താ പറയുക, ഓക്കെ, നമ്മളൊരു കമ്പനിയിൽ 10 ലക്ഷം രൂപേൻ്റെ ഷെയർ വാങ്ങി, പർച്ചേസ്ഡ്. നമ്മൾ ബൈബാക്ക് എന്ന് പറയുമ്പോൾ വിൽക്കുന്ന പോലെയാണ്, നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് പൈസ കിട്ടുകയാണ്. 15 ലക്ഷം നമുക്ക് കിട്ടി. ഇത് പണ്ട് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഷെയർ ഹോൾഡർ, അതായത് ഷെയർ ഹോൾഡറുടെ കയ്യിൽ ടാക്സബിൾ ആവുക. അത് ഫോറിൻ കമ്പനിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ അത് ഷെയർ ഹോൾഡർ കയ്യിൽ ടാക്സബിൾ, നോർമൽ പോലെ ടാക്സബിൾ ആണ്. എങ്ങനെ ടാക്സബിൾ ആവുക? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. എത്ര നമുക്ക് തിരിച്ചു കിട്ടിയ പൈസ? 15 lakh മൈനസ് പർച്ചേസ്, അതായത് കോസ്റ്റ് മൈനസ് കോസ്റ്റ് എത്രയാണ്? 10 ലക്ഷം. ഇൻഡെക്സ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, കാരണം നമുക്ക് 23 സെൻസേഷൻ ഇൻഡെക്സേഷൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ ക്യാപിറ്റൽ ഗെയിൻ ഇസ് ഈക്വൽ ടു 5 lakhs. ഇങ്ങനെയാണ് പണ്ട് നമ്മൾ, അല്ലെങ്കിൽ പണ്ട് മാത്രമല്ല നമ്മളുടെ ഫോറിൻ കമ്പനി ആണെങ്കിൽ ഒക്കെ എങ്ങനെയാണ് ചെയ്യാം. പക്ഷേ നമ്മളുടെ ഡൊമസ്റ്റിക് കമ്പനീൻ്റെ ഷെയർ അവർ ബൈബാക്ക് ചെയ്യാണ് 1/10/2024 ശേഷം ബൈബാക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യും? വെരി സിമ്പിൾ. ഇതേ ഇൻഫർമേഷൻ ആട്ടോ, ഞാൻ മാറ്റുന്നില്ല, ഇതേ പരിപാടിയാണ്. അതെങ്ങനെ മാറ്റം വരും നമുക്ക് നോക്കാം. അവർ പറയുന്നത് 2 ഹെഡിലേക്ക് നിങ്ങൾ എമൗണ്ട് എടുക്കുക. നിങ്ങൾ ഈ പൈസ കിട്ടിയ ഫുൾ എമൗണ്ട് എന്ത് ചെയ്യുക? ഇൻകം ഫ്രം അതർ സോഴ്സിലെ ഇൻകമായിട്ട് കാണിക്കുക. അപ്പോൾ നമ്മൾ IFRS ഇൻകം 15 ലക്ഷം. അതായത് നമ്മൾ ഇവിടെ കാണിച്ചത് ഇത് നമ്മൾ ക്യാപിറ്റൽ ഗെയിനിലാണ്. ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ഗെയിനിലാണ് ഫുൾ കാണിച്ചത്. അത് കോസ്റ്റ് മൈനസ് ചെയ്തു. അങ്ങനെയല്ല, നിങ്ങൾ കിട്ടിയ എമൗണ്ട് ഫുൾ നിങ്ങൾ ഇൻകം ഫ്രം അതർ സോഴ്സിൽ കാണിക്കുക. ഇനി ക്യാപിറ്റൽ ഗെയിനിലേക്ക് നിങ്ങൾ പോവുക. ക്യാപിറ്റൽ ഗെയിൻ പോകുന്ന സമയത്ത് നിങ്ങൾ നേരത്തെ ഇവർ ചെയ്ത പോലെ ചെയ്യാം. ഇങ്ങനെ ചെയ്യാം, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. അവിടെ എടുക്കാനില്ല, കാരണം 15 ലക്ഷം നമ്മൾ IFRSലേക്ക് എടുത്തു. അപ്പോൾ 0 മൈനസ് കോസ്റ്റ്. എത്ര കോസ്റ്റ്? 10 ലക്ഷം. ആ 10 ലക്ഷം നിങ്ങൾക്ക് ലോസ് ആയിട്ട് എടുക്കാം. ഇപ്പം നിങ്ങൾ ലോങ് ടേം അല്ലെങ്കിൽ ഷോർട്ട് ടേം വാട്ടവർ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് എത്രയാണ്? 10 ലക്ഷം. ഈസി അല്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിക്കണം, അപ്പോൾ സാർ ഇതിപ്പോൾ നെറ്റ് ഇഫക്റ്റ് സെയിം അല്ലേ? 10 ഇവിടെ നമുക്ക് പ്രോഫിറ്റ് 15, ഇവിടെ 10. അപ്പോൾ നമുക്ക് നെറ്റ് ഇഫക്റ്റ് നമ്മളുടെ പ്രോഫിറ്റ് കംസ് ടു 55 lakhs അല്ലേ? അല്ല. ഇത് നമ്മൾ കേൾക്കുമ്പോൾ ഒരു ഇൻകം ടാക്സിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് നമ്മൾ ഈ ചെയ്തത് കൊണ്ട് ഗവൺമെൻറ്റിന് എന്താ ഉപകാരം എന്ന് നിങ്ങൾ പല ആളുകളും ചിന്തിക്കുന്നുണ്ടോ? ഇതിപ്പോൾ ചെയ്താൽ എങ്ങനെയായാലും നെറ്റ് ഇഫക്റ്റ് സെയിം അല്ലേ? 5 ഇവിടെ 5ഉം ഇവിടെ 5 ഇവിടെ 5 നെറ്റ് ഇഫക്റ്റ് വരിക. പക്ഷേ പ്രശ്നമുണ്ട്, നമുക്കൊരിക്കലും ക്യാപിറ്റൽ ഗെയിൻ ചാപ്റ്ററിൽ ലോസ് നമുക്ക് മറ്റൊരു ഹെഡുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊവിഷൻ ആർക്ക് മാത്രമേ ബെനിഫിറ്റ്, അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല, ആർക്ക് മാത്രമേ ഒരു എന്താണ് പഴയ പ്രൊവിഷൻ പോലെ തന്നെ ഫീൽ ചെയ്യാന്ന് വെച്ചാൽ, ഇയാൾക്ക് ക്യാപിറ്റൽ ഗെയിനിൽ വേറെ വല്ല ഇൻകംസ് ഉണ്ടെങ്കിൽ ഓക്കെ, അവരെ സംബന്ധിച്ച് കുഴപ്പമില്ല, കാരണം ലോസ് എന്ത് ചെയ്യാം? ക്യാപിറ്റൽ ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. അങ്ങനത്തെ ഒരു ലോസ് ഇല്ലാത്ത അല്ലെങ്കിൽ ഗെയിൻ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഈ ലോസ് വെറുതെ ക്യാരി ഫോർവേഡ് ചെയ്യാനേ പറ്റുള്ളൂ. ക്യാരി ഫോർവേഡ് നമുക്ക് മാക്സിമം ടൈം ഉണ്ട് അല്ലേ? അപ്പോൾ
അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല, മറ്റൊരു ഹെഡുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതേ ഹെഡിൽ ഇപ്പോൾ എക്സാമ്പിൾ ആ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷങ്ങളൊക്കെ നമുക്ക് വേറെ ഒരു ക്യാപിറ്റൽ ലോങ് ടൈം ക്യാപിറ്റൽ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലോസ് കുറയ്ക്കാൻ പറ്റും. പക്ഷേ ആ വർഷം നമ്മൾ 15 lakhന് ഫുൾ ടാക്സ് കൊടുക്കേണ്ടി വരും. അവിടെയാണ് പ്രശ്നം. അത് ഗെറ്റിംഗ് ദ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സംഭവം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യാം. അതുള്ളൂ ഇൻകം ഫ്രം അതർ സോഴ്സിലുള്ള അമെൻമെൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ ഉള്ളത്. പിന്നെ നമ്മൾ പ്രോപ്പർട്ടി ഡെഫിനിഷൻ നമ്മളെ എന്താണ് നമ്മുടെ ഇൻകം ഫ്രം നമ്മൾ ഗിഫ്റ്റിൻ്റെ കേസിൽ പ്രോപ്പർട്ടീൻ്റെ ഡെഫിനേഷനിൽ വെർച്വൽ ഡിജിറ്റൽ അസറ്റ് എന്നുള്ളൊരു സാധനം കൂടെ നമ്മൾ പ്രോപ്പർട്ടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആരെങ്കിലും ബിറ്റ് കോയിനൊക്കെ ഗിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്തായി മാറും, ടാക്സബിൾ ആയിട്ട് മാറും. ഓക്കെ, യെസ്. ഇനി അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ് വാട്ട് ഈസ്. ഓക്കെ, അപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സ് നമ്മൾ കഴിഞ്ഞു. അതിലും നല്ല അമെൻമെൻറ്റ്സ് ഉണ്ട്. പിന്നെ ക്ലബിംഗ് ഓഫ് ഇൻകം, അതിലൊന്നും യാതൊരുവിധ അമെൻമെൻറ്റ്സും നമുക്കില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യു ക്യാൻ ഈസിലി ലേൺ വട്ട് എവർ യുവർ ഫാക്കൽറ്റി ഹാസ് ബിൻ ടോട്ട്. വേറെ ഒന്നും എക്സ്ട്രാ പഠിക്കാനുള്ള സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് അതിലും പ്രശ്നമില്ല. അപ്പോൾ എന്താണ് ക്ലബിങ്ങിലും പ്രശ്നമില്ല. പിന്നെ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ്, സെറ്റ് ഓഫിലും നമുക്ക് പ്രശ്നങ്ങളില്ല. സെറ്റ് ഓഫിൻ്റെ കേസിലും വലിയ പ്രശ്നങ്ങളില്ല. അപ്പോൾ സെറ്റ് ഓഫിൽ ഇതൊന്ന് കഴിഞ്ഞതിൽ തന്നെ വന്നതാണ്. 115 BS ലോസ് അണ്ടർ HP കനോട്ട് ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് എനി അതർ ഹെഡ് നമുക്കറിയാം. പിന്നെ റെഗുലർ ടാക്സ് ആണെങ്കിൽ നമുക്ക് 2 lakh വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയുന്ന സംഭവമാണ്. പിന്നെ അപ്പോൾ 115 BSൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലോസ് അണ്ടർ HP നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, യെസ്, അത് ഒരു പ്രശ്നം തന്നെയാണ്. ഓക്കെ, പിന്നെ അപ്പോൾ സെറ്റ് ഓഫിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഓക്കെ, യെസ്. ഇനി അതിൽ നമുക്ക് നെക്സ്റ്റ് വൺ പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം, നമ്മുടെ ATC പോലത്തെ കാര്യങ്ങൾ. അപ്പോൾ ഡിഡക്ഷൻസിൽ നമുക്ക് വല്ലതും ഉണ്ടോ നോക്കിയാലോ. ഡിഡക്ഷൻസ് അപ്പോൾ സെറ്റ് ഓഫിലില്ല, ഡിഡക്ഷൻസിലുണ്ടോ നോക്കാം. ഡിഡക്ഷൻസിൽ നമുക്ക് താഴേക്ക് പോവാം. ATCയിൽ നോ അമെൻമെൻറ്റ്സ് ATCയിലില്ല. ATCC ATCCD ഇവിടെ പിന്നെ ATCCDയിൽ ഒരു ചെറിയ അമെൻമെൻ്റ് ഉണ്ട്. ഇത് നമ്മൾ അവിടെ കണ്ട ഒരു അമെൻമെൻ്റാണ്. PGBPയിൽ എംപ്ലോയർക്ക് 14% വരെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് എടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ബേസിക്കലി ഇവിടെ എന്താണെന്ന് വെച്ചാൽ എംപ്ലോയർ നമുക്കറിയാം ഇത് ഫുള്ളായി ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ കിളി പോകും, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ, അതായത് ATCCDയിലേക്ക് എംപ്ലോയും കോൺട്രിബ്യൂട്ട് ചെയ്യും, എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ആദ്യം അത് എംപ്ലോയിൻ്റെ സാലറിയിൽ ഫുള്ളായിട്ട് ആഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഫുൾ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യാം, സാലറി ആഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാൻ പറ്റും. എത്ര കുറയ്ക്കാൻ പറ്റും? ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ 14%. അത് നിങ്ങൾ ഏത് സ്കീമാണെങ്കിൽ 14% ആണ്. പക്ഷേ അതർ എംപ്ലോയീസ് ആണെങ്കിൽ നമ്മുടെ 115 BAC ആണെങ്കിൽ 14% കുറയ്ക്കാൻ പറ്റും. റെഗുലർ സ്കീമാണെങ്കിൽ നമുക്ക് 10%. അത് പണ്ട് ഇത് രണ്ടിനും ഗവൺമെൻറ് എംപ്ലോയി അല്ലാത്ത എല്ലാവർക്കും പണ്ട് 10 പക്ഷേ ഇപ്പോൾ അത് മാറ്റിയിട്ടും അവർ പറയാണ് പിന്നെ നമ്മളുടെ ഗവൺമെൻറ് എംപ്ലോയി അല്ലാത്തവർക്ക്, ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ 14 ആണ്. അത് നിങ്ങൾ ഏത് സ്കീമാണെങ്കിലും 14 ആണ്. പക്ഷേ ഗവൺമെൻറ് എംപ്ലോയി അല്ലാത്തവർക്ക് പണ്ട് 10% പക്ഷേ അത് മാറ്റിയിട്ട് ഡിഫോൾട്ടിൻ്റെ കേസിൽ എന്താക്കി മാറ്റി, ഒരു 14% ആക്കി മാറ്റി. റെഡി അല്ലേ? ഓക്കെ, യെസ്, അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ATCC അതിലൊന്നും മാറ്റില്ല. അതിൻ്റെയൊക്കെ കമ്പാരിസൺ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ATCC കഴിഞ്ഞ വർഷം വന്ന പുതിയ ഒരു സെക്ഷനാണ്, ഇപ്രാവശ്യമല്ല. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്കുള്ളത് ഏതാണെന്ന് വെച്ചാൽ ATDD അല്ലേ, ATE EEA അങ്ങനെ കുറേ സെക്ഷൻസ് ഉണ്ട്. പക്ഷേ അതിലൊന്നും അമെൻമെൻറ്റ്സ് ഇല്ല. ATGയിൽ അമെൻമെൻറ്റ്സ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒന്നും അമെൻമെൻറ്റ്സ് ഇല്ല. നോ അമെൻമെൻറ്റ്സ് ബഡീസ് ATTT TTB അതിലൊന്നുമില്ല. ഓക്കെ, സെസ്സിലും അമെൻമെൻറ്റ്സ് ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിഡക്ഷൻസ്. അപ്പോൾ ഡിഡക്ഷൻസിൽ ഒരു അമെൻമെൻറ്റ് അല്ലേ, ഡിഡക്ഷൻസിൽ ഓൺലി 1 അമെൻമെൻറ്റ്. അപ്പോൾ അമെൻമെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്. ഇനി നമുക്ക് TDS TCS ഇതിൽ ചെറിയ അമെൻമെൻറ്റ്സ് ഒരുപാട് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, TDS ആൻഡ് TCS അല്ലേ. അത് നമുക്ക് TDS നോക്കാം. TDS അപ്പോൾ TDSൻ്റെ കേസിൽ പിന്നെ എന്താണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മളുടെ TDSൻ്റെ കേസിൽ ചെറിയ റേറ്റ് വ്യത്യാസമുണ്ട്. അതിൽ നമ്മളുടെ TDS ഓൺ സാലറിൻ്റെ കേസിൽ നമ്മളുടെ ഇപ്പോൾ എംപ്ലോയറോട് പറയാം എനിക്ക് മറ്റുള്ള ഇൻകംസ് ഉണ്ട്, അതിൻ്റെ മേലെ TDS ഉണ്ട്, അത് അറിയിക്കാൻ പറ്റും അല്ലേ. പക്ഷേ ഇപ്പോൾ പുതുതായിട്ട് നമുക്ക് TDSൻ്റെ പുറമെ TCSും അറിയിക്കാൻ പറ്റും. എംപ്ലോയിക്ക് വേണമെങ്കിൽ എംപ്ലോയോട് പറയാം എൻ്റെ കയ്യിൽ നിന്ന് ഇത്ര TCS പിടിച്ചിട്ടുണ്ട്,
എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എംപ്ലോയിക്ക് വേണമെങ്കിൽ എംപ്ലോയർ അറിയിക്കാം. അപ്പോൾ എംപ്ലോയർ എന്ത് ചെയ്യും, അതും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് എന്താണ് നമ്മളുടെ TDS കട്ട് ചെയ്യാം. ഓക്കെ ഫൈൻ. അപ്പോൾ TCS അത് വലിയ സംഭവമല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്താണ്, അതിലൊന്നും വേറെ അമെൻമെൻറ്റ്സ് ഇല്ല. പിന്നെ അമെൻമെൻറ്റ്സ് ഉള്ളത് പിന്നെ ഇതൊന്നും അത്രയും TDS ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി, അതിൽ ഒരു ആളും കൂടെ വന്നിട്ടുണ്ട്, അതിൽ നോട്ടിഫൈഡ് സെക്യൂരിറ്റി, അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ വെറുതെ നോക്കണ്ട. പക്ഷേ ഇതിൽ കുറച്ച് റേറ്റുകളിൽ മാറ്റമുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അവിടെയും നമുക്കൊരു പുതിയ ഡേറ്റ് പഠിക്കാനുണ്ട്, അവിടെയും പ്രശ്നമാണ്. പിന്നെ 194C ഉണ്ടല്ലോ, 194C എന്ന് പറയുമ്പോൾ ഏതിൻ്റെ മേലെ TDS സെറ്റ് ചെയ്യാം, TDS ഓൺ കോൺട്രാക്ടർ ഫോർ ക്യാരിങ് വർക്കാണ്. ഈ വർക്കിലൊരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവന്നിട്ട് വർക്ക് നോട്ട് ഇൻക്ലൂഡ് ദോസ് കവേർഡ് 194J. 194Jയിൽ കവേർഡ് ആണെങ്കിൽ അതിന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വർക്ക് എന്ന ഡെഫിനിഷനിൽ 194Cയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അത് കാരണം പണ്ട് എപ്പോഴുള്ളൊരു കോൺഫ്ലിക്റ്റ് ആണ്. 194Cയും 194Jയും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് പ്രാക്ടിക്കലി ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെർട്ടിനിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ചെയ്തത്. അതായത് പിന്നെ വർക്ക് നോട്ട് ഇൻക്ലൂഡ് ദോസ് കവേർഡ് അണ്ടർ 194J. 194Jയിൽ കവേർഡ് ആണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണ്ട, അതിനെ വീണ്ടും 194Cയിലേക്ക് കൊണ്ടുവരരുത്, അതാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കുള്ള ഒരു സംഭവമാണ്, സെക്കൻഡ്, പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഓക്കെ, പിന്നത്തെ അമെൻമെൻറ്റ് എന്ന് പറയുമ്പോൾ 194DA ഉണ്ട്. അതിൽ ചെറിയ മാറ്റമുണ്ട്. ഈ ഡേറ്റിന് നമ്മൾ നേരത്തെ പഠിച്ച 1/10/2024 ഉണ്ടല്ലോ, ആ ഡേറ്റ് നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഒന്ന് ഓർത്തിരിക്കണം. ആ ഡേറ്റ് പറയാണ്, അവിടെ മുതൽ 194DAൻ്റെ റേറ്റ് നേരത്തെ 5 ആയിരുന്നു, ഇപ്പോൾ അതെന്താക്കി മാറ്റി 2 ആക്കി മാറ്റി, 2%. ഇനി 194Gൻ്റെ കേസിൽ അവർ പറയാണ് ഇതേപോലെ തന്നെ, പിന്നെ നേരത്തെ 5 ആയിരുന്നു, പക്ഷേ അപ്പോൾ ഇവിടെ നമ്മൾ ഡേറ്റ് നോക്കുന്നത് 1/10/2024 ആട്ടോ. ഓക്കെ, നമ്മൾ ആ ബൈബാക്കിൻ്റെ ആ ഡേറ്റിൽ അതേ ഡേറ്റാണ്, അപ്പോൾ 2% ആണ്. ഓക്കെ, 194H അത് ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ Hഉം Gയും DA ഒക്കെ 5 ഉള്ളതൊക്കെ ഇപ്പോൾ എന്തായി മാറ്റി, അതിലൊക്കെ 2 ആക്കി മാറ്റി. ഓക്കെ, പക്ഷേ ഡേറ്റ് നോക്കണം 1/10/2024 ശേഷമാണ് 2. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് വൺ നമ്മൾ പിന്നെ അടുത്തതായിട്ട് വരുന്ന അമെൻമെൻറ്റ് എന്ന് പറയുമ്പോൾ 194IB, അവിടെയും 5 മാറ്റിയിട്ട് 2 ആക്കി. പിന്നെ ജെൻ്റെ കേസിൽ ഓക്കെ, അതൊക്കെ. പിന്നെ എവിടെയായിരുന്നു എന്ന് വെച്ചാൽ 194N ഉണ്ട്. പിന്നെ അങ്ങനെ വലിയ അമെൻമെൻറ്റ്സ് ഇല്ല, ആ ഒരു റേറ്റ് മാറ്റിയത് തന്നെ ഉള്ളൂ, വേറെ കൂടുതലായിട്ട് അതിലൊന്നും അമെൻമെൻറ്റ്സ് ഇല്ല. ഓക്കെ, ഇത് ഇനി അപ്പോൾ TDSൽ ആ ചെറിയ ഡേറ്റിൽ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ വലിയ പ്രശ്നങ്ങളായിട്ടൊന്നും ഇല്ല. ഇനി നമുക്ക് നോക്കേണ്ടത്, അപ്പോൾ TDSൽ ഒരു റേറ്റിൽ ചെറിയ മാറ്റങ്ങൾ, TCSൽ പ്രത്യേകിച്ച് അങ്ങനെ അമെൻമെൻറ്റ്സ് ഇല്ല. പക്ഷേ നമ്മൾ കഴിഞ്ഞ ഒരു എന്താണ് പിന്നെ ഇതൊരു അമെൻമെൻ്റ് ആയിട്ട് കൂട്ടാൻ പറ്റില്ല, കാരണം അവർ പറയാൻ നോട്ടിഫൈഡ് ഗുഡ്സ് വരും എന്ന് പറഞ്ഞിട്ടുള്ളൂ, മോട്ടോർ കാറിൻ്റെ മാത്രമല്ല നോട്ടിഫൈഡ് ഗുഡ്സ്. നോട്ടിഫൈഡ് ഗുഡ്സ് ഏതെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ പണ്ട് അതായത് കഴിഞ്ഞ ബുക്കിലൊക്കെ നമുക്ക് 39/2023 മുമ്പ് ശേഷം അങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാം അതിന് ശേഷമാണ്. അതുകൊണ്ട് പിന്നെ ആ ഒരു ബൈഫൊക്കേഷൻ വേണ്ട അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഹെഡിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഹെഡിങ്ങിനെ മായ്ച്ചു കളഞ്ഞാലും കുഴപ്പമില്ല, ദറ്റ് ഈസ് നോട്ട് പ്രോബ്ലം അല്ലേ. അപ്പോൾ ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് TCS ഈസിയായി, കാരണം കഴിഞ്ഞതിൽ നമ്മൾ ഇപ്പോൾ നമ്മൾ 1/10/2024 ആണെങ്കിൽ കഴിഞ്ഞതിൽ TCSൽ നമ്മളൊരു എന്താണ് ഈ ഒരു ഡേറ്റ് അല്ലേ, സെപ്റ്റംബർ 2023 മുമ്പ് ശേഷം അങ്ങനെ നോക്കണമായിരുന്നു, ഇപ്പോൾ നോക്കണ്ട. ഓക്കെ, ഇപ്പോൾ തന്നെ എല്ലാം അതിന് ശേഷമാണ്, ആഫ്റ്ററായി മാറി, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ TCSൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി അതിൽ പിന്നെ അതിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ വേറെ ഒന്നുമില്ല, അങ്ങനത്തെ ക്ലാരിഫിക്കേഷൻസ് ഉള്ളൂ, അല്ലാതെ അമെൻമെൻ്റ് ആയിട്ട് അതൊന്നും കൂട്ടണ്ട. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. പിന്നെ അഡ്വാൻസ് ടാക്സിൻ്റെ കേസിൽ അമെൻമെൻറ്റ്സ് ആയിട്ടൊന്നും ഇല്ല. ഓക്കെ, യെസ്, ദാറ്റ്സ് ഇറ്റ് ബഡീസ്. പിന്നെ നമ്മളുടെ ടോട്ടലിംഗ് കമ്പ്യൂട്ടേഷൻ ആണ്, അപ്പോൾ അതിൽ നമുക്ക് പ്രത്യേകിച്ചായിട്ടൊരു അമെൻമെൻറ്റ്സ് ഒന്നും നമുക്ക് അങ്ങനെ പഠിക്കാനൊന്നുമില്ല. ഇതിൽ ഞാൻ പിന്നെ പ്രത്യേകിച്ച് 115BAC രണ്ടും കമ്പയർ ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് ചെയ്യാറ്, അതിൻ്റെ എക്സാമ്പിളാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ പിന്നെ അതാണ് നിൽക്കട്ടെ. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതോടുകൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, രണ്ടിൻ്റെയും വ്യത്യാസം മനസ്സിലാവും. കാരണം പല ആളുകൾക്കും 115BACയും അതുപോലെ തന്നെ റെഗുലർ പ്രൊവിഷനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കാൻ മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. അത് നിങ്ങൾ എൻ്റെ ബുക്ക് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ അത് എവിടെ നിന്നെങ്കിലും ഒപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ ഒപ്പിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ITRലെ ഒരു സംഭവമാണ്. ITRൽ പ്രത്യേകിച്ച് നമുക്ക് അമെൻമെൻറ്റ്സ് ആയിട്ടൊന്നും പറയാനില്ല അല്ലേ. അതൊക്കെ ഞാൻ നേരത്തെ ഒരു റെക്കോർഡിങ് ചെയ്തപ്പോൾ അതൊക്കെ ITRൻ്റെ കേസിൽ നമുക്ക് വേറെ പ്രത്യേകിച്ചായിട്ട് യാതൊരു അമെൻമെൻറ്റ്സ് നമുക്ക് എക്സ്ട്രാ പഠിക്കാനില്ല. ഓക്കെ,
ബിലേറ്റ് റിട്ടേൺസ് അല്ലേ, അതിലൊന്നുമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ, അപ്ഡേറ്റഡ് റിട്ടേൺ 25% കേസൊക്കെ നിങ്ങൾക്ക് അറിയും എന്ന് വിചാരിക്കുന്നു അല്ലേ. അപ്പോൾ അതിലും പ്രത്യേകിച്ച് എന്തില്ല, പുതുതായിട്ടൊന്നും പഠിക്കാനില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ കഴിഞ്ഞതിൽ പഠിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതുപോലെ തന്നെ പോയാൽ മതി. ദാറ്റ്സ് ഇറ്റ് ബഡീസ്. ഇൻ്റർ ഫൈനൽ കഴിഞ്ഞിട്ടില്ലേ. അപ്പോൾ അമെൻമെൻറ്റ്സിലുള്ള ചാപ്റ്റേഴ്സ് ഞാൻ ഒന്നുകൂടി പറയാം. ബേസിസ് ചാപ്റ്ററിൽ ആ ഒരു റേറ്റ് കറക്റ്റായിട്ട് നോക്കുക. സാലറീൻ്റെ കേസിൽ നമ്മൾ പഠിച്ചത് സ്റ്റാൻഡ് ഡിഡക്ഷൻ, അവിടെ മാറ്റമുണ്ട്. PGBP നമ്മൾ പറഞ്ഞ ഒരു 14% മാറ്റി. പിന്നെ 40B, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ കേസ്. പിന്നെ ക്യാപിറ്റൽ ഗെയിനിലാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ. അത് മാറ്റങ്ങൾ വലിയ മാറ്റങ്ങളൊന്നുമില്ല, പക്ഷേ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യും, തലകൾ കറങ്ങുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ആ ഡേറ്റ് കറക്റ്റ് നോക്കുക, 23 മുമ്പാണോ ശേഷമാണോ അല്ലേ, അത് നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ. 23 മുമ്പാണെങ്കിൽ എങ്ങനെ, ശേഷമാണെങ്കിൽ എങ്ങനെ. 23 മുമ്പാണെങ്കിൽ ശരിക്കും പണ്ട് പഠിച്ച് അതിനെ ഫോളോ ചെയ്താൽ മതി. എക്സെപ്റ്റ് 112 അവിടെ 1,25,000 ആക്കി മാറ്റി. പിന്നെ ശേഷമാണെങ്കിലാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ നോക്കേണ്ടത് അല്ലേ, റേറ്റ് ചേഞ്ചൊക്കെ നോക്കേണ്ടത്. പിന്നെ IFOSൽ നമ്മൾ ഒരു ബൈബാക്കിൻ്റെ കേസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഫാമിലി പെൻഷൻ്റെ കേസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രോപ്പർട്ടി ഡെഫിനിഷനിൽ ചെറിയ മാറ്റമുണ്ട്, ദാറ്റ്സ് ഇറ്റ്. പിന്നെ സെറ്റ് ഓഫിലൊന്നുമില്ല. റിഡക്ഷൻസിൽ നമുക്ക് പിന്നെ എന്താ പറയുക, റിഡക്ഷനിൽ എന്തായിരുന്നു മാറ്റം, റിഡക്ഷനിൽ എവിടെയെന്ന് മാറ്റം മക്കളെ, ചെറിയ എന്തോ ഒരു മാറ്റമുണ്ട് അല്ലേ, ഞാൻ മറന്നുപോയി. അപ്പോൾ പിന്നെ അതുണ്ടായിരുന്നു. പിന്നെ TDSൻ്റെ കേസിൽ റേറ്റ് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അത് വലിയ മാറ്റങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ മാറ്റങ്ങൾ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത്രയുള്ള നമുക്ക് എന്താണ് ഇൻ്റർ ലെവലിൽ അല്ലെങ്കിൽ ഫോർ ബോത്ത് ഇൻ്റർ ആൻഡ് ഫൈനൽ. ഓക്കെ, അപ്പോൾ എന്താണ് അത് ഇത്രേ പഠിക്കാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇനി അല്ലേ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നു വിചാരിക്കുന്നു, ഇൻ്റർ ബഡീസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ ഇതൊന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ കാരണം വെച്ചാൽ നമ്മളുടെ അടുത്ത GST മാരത്തൺ നമ്മൾ ഏപ്രിൽ 12 വരുന്നുണ്ട്. അപ്പോൾ ഏപ്രിൽ 12 നമുക്ക് മാരത്തൺ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വേണം അല്ലേ, കാരണം ഇതിൽ യൂട്യൂബിലായിരിക്കും നമ്മൾ ലൈവ് ഉണ്ടാവുക. അപ്പോൾ ഫ്രീ ആണ്. കംപ്ലീറ്റ് GST ഇൻ്റർ ആൻഡ് ഫൈനൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് റിവൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ ഫൈൻ. അപ്പോൾ ഏതായാലും ഇൻ്റർ സ്റ്റുഡൻസ് ബൈ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പോയിക്കോ. ഈ നമ്മുടെ ഫൈനൽ ടോപ്പിക്, ഫൈനൽ സ്റ്റുഡൻസ് മാത്രം ഇവിടെ നിന്നോ. ഇപ്പോൾ ഫൈനലിൻ്റെ കേസിൽ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ എന്താണ് ചെയ്ത കാര്യങ്ങൾ ഞാൻ വീണ്ടും അതുപോലെ തന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട നമുക്ക് ഫൈനലിൽ നമ്മൾ ഈ സാലറിയും HP ഒക്കെ പഠിക്കണോ എന്നുള്ളൊരു ഡൗട്ടാണ്. അപ്പോൾ സാലറിയൊക്കെ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. മക്കളെ, ഇത് എനിക്ക് ഫൈനലിൻ്റെ CA CMA ഫൈനൽ 2 കുട്ടികളും ഒരേപോലെ ഡൗട്ട് ചോദിക്കുന്ന പരിപാടിയുണ്ട്. സാർ അതൊക്കെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കണം. നിർബന്ധമായിട്ട് ഇൻ്റർ ടോപ്പിക്സ് ക്ലിയർ ആക്കിയിട്ട് മാത്രമേ ഫൈനൽ ടോപ്പിക്കിൽ പോകാൻ പാടുള്ളൂ. കാരണം ഒന്ന്, അതിന് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടോ? അങ്ങനെ ചോദിക്കാറില്ല. ഇനി നിങ്ങളുടെ ഭാഗ്യക്കേട് കൊണ്ട് ചോദിച്ചാലായി. പിന്നെ എന്തിനാണ് എവിടെ പോയി, പിന്നെ എന്തിനാണ് സാർ അത് പഠിക്കുന്നത് എന്നുള്ളൊരു ഡൗട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ, പിന്നെ നമുക്ക് ഇൻ്റർനാഷണൽ ടാക്സേഷനിൽ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്, സെക്ഷൻ 91 എന്നുള്ളൊരു റിലീഫ് പഠിക്കാനുണ്ട്. അവിടെ നമുക്ക് ഈ സാലറിയും അതുപോലെ തന്നെ HPയും ഒക്കെ ആവശ്യമുണ്ട്. പിന്നെ PGBP ക്യാപിറ്റൽ ഗെയിൻ നിങ്ങൾ നിർബന്ധമായിട്ടും അത് പഠിച്ചാൽ മതിയാവും. അപ്പോൾ സാലറി HPയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്കൊന്നുകൂടെ ഈസി ആയിട്ട് മാറും. ഇൻ്റർനാഷണൽ ടാക്സേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഈസി ആയിട്ട് മാറും. അല്ലെങ്കിൽ അതിൻ്റെ മാർക്ക് വെറുതെ പോകേണ്ടി വരും. ഓക്കെ, യെസ്. അപ്പോൾ ഏതായാലും ഞാൻ അങ്ങോട്ട് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് IFOs ഒന്നും ഡിസ്കസ് ചെയ്യേണ്ട, ക്യാപിറ്റൽ ഗെയിൻ ഡിസ്കസ് ചെയ്യേണ്ട. പിന്നെ വൺസ് എങ്ങനെ ബഡീസ് TDSൻ്റെ കേസ്. പിന്നെ TDSൻ്റെ കേസിൽ തന്നെ ചെറിയ 1-2 അല്ലറ ചില്ലറ ക്ലാരിഫിക്കേഷനൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും വലിയ നമ്മൾ ബാധിക്കുന്ന ഒരു സംഭവമൊന്നുമല്ല. അതായത് TDS ഓൺ ഡിവിഡൻഡ് 194 ഫൈനലിൽ ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ വെച്ചാൽ TDS ഡിവിഡൻഡ് 194 കട്ട് ചെയ്യണം. പക്ഷേ അവർ പറയുകയാണ് ഡിവിഡൻഡ് പെയ്ഡ് ബൈ IFSC. എന്താ IFSC? എന്താ ഇൻ്റർനാഷണൽ ഫിനാൻസ് സർവീസ് സെൻറ്റർ, നമ്മുടെ ഗിഫ്റ്റ് സിറ്റി ഗുജറാത്തിൽ മാത്രമാണ് ഇപ്പോൾ ആ സംഭവം ഉള്ളത്. അപ്പോൾ പ്രൈമറി എൻഗേജ് ഇൻ ദ ബിസിനസ് ഓഫ് ലീസിംഗ് എയർക്രാഫ്റ്റ് ടു എ കമ്പനി ബീങ് യൂണിറ്റ് ഓഫ് IFSC, പ്രൈമറി എൻഗേജ് ഇൻ ദ ബിസിനസ് ഓഫ് ലീസിംഗ് എയർക്രാഫ്റ്റ് സബ്ജക്ട് ടു കണ്ടീഷൻ ദാറ്റ് പേ ഷാൾ സബ്മിറ്റ് എ ഡിക്ലറേഷൻ ഷോയിങ് ദാറ്റ് ഡിവിഡൻഡ് ഈസ് എക്സംപ്റ്റ് അണ്ടർ സെക്ഷൻ 10(4)B. അതായത് അവർ പറയാണ് ഡിവിഡൻഡിൻ്റെ കേസിൽ സാധാരണ TDS കട്ട് ചെയ്യണം, പക്ഷേ കട്ട് ചെയ്യണ്ട. എപ്പോൾ ആണെങ്കിൽ IFSCയിലുള്ള ഒരു യൂണിറ്റ്, IFSCയിലൊരു കമ്പനി, ആ കമ്പനീൻ്റെ പ്രൈമറി ബിസിനസ് ലീസിംഗ് ഓഫ് എയർക്രാഫ്റ്റ് ആണ്. അവരാർക്കാണ് പിന്നെ ബേസിക്കലി പിന്നെ ഡിവിഡൻഡ് കൊടുക്കുന്നത് വെച്ചാൽ മറ്റൊരു
എന്താണ് കമ്പനിക്ക്. ഓക്കെ, എന്താണ് ബേസിക്കലി മറ്റൊരു കമ്പനിക്കല്ല, അതായത് ഇവരുടെ ബിസിനസ് ലീസിങ് എയർക്രാഫ്റ്റ് ആണ്. ആർക്കാണ് ലീസിങ് കൊടുക്കുന്നത് വെച്ചാൽ ടു എ കമ്പനി ബീങ് എ യൂണിറ്റ് ഓഫ് IFSC അല്ലേ. അപ്പോൾ അങ്ങനത്തെ കേസിൽ എന്തിൻ്റെ ആവശ്യമില്ല, ഈ 194 പ്രകാരം TDSൻ്റെ ആവശ്യമില്ല. അത് അത്ര വലിയ സംഭവമായിട്ടുള്ള ഒരു പോയിന്റ് അല്ല, ജസ്റ്റ് പറഞ്ഞു മാത്രമുള്ള അങ്ങനത്തെ ഒരു അമെൻമെൻറ്റ് ഉണ്ട്. പിന്നെ ഇൻ്റർവ്യൂ ഇല്ലാത്ത കുറേ സാധനങ്ങൾ ഫൈനലുണ്ട് കേട്ടോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 194B കേസിൽ, ഓൺലൈൻ ഗെയിമിങ്ങിൻ്റെ കേസിൽ കുറേ ഈ നെറ്റ്വർക്ക് എങ്ങനെയാണ് ആ നെറ്റ് പിന്നെയും കമ്പ്യൂട്ട് ചെയ്യാം, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഇൻ്റർവ്യൂ ഇല്ല. അപ്പോൾ ഞാൻ അതൊന്നും ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല, അതൊക്കെ നമ്മുടെ ഫൈനൽ ടോപ്പിക്സ് ആണ്, നമ്മുടെ റെക്കോർഡ് ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഫൈൻ. ഇനി അതിൽ നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ഇൻ്റർവ്യൂ ടോപ്പിക്സ് ഇല്ല കേട്ടോ. ഈ പറഞ്ഞ മൾട്ടിപ്പിൾ ECOൻ്റെ കേസ് 192 അല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ TDS ഒക്കെ ഇൻ്റർവ്യൂ ടോപ്പിക്കാണ് എന്ന് വിചാരിച്ച് പോകരുത്. അതിൽ ഫൈനൽ എക്സ്ക്ലൂസീവായിട്ട് ഫൈനൽ ഒരുപാട് ടോപ്പിക്സ് അതിലുണ്ട്. ഓക്കെ, യെസ്. പിന്നെ നമുക്ക് നോക്കാം, ഇനി നമുക്ക് അമെൻമെൻറ്റ്സ് ഉള്ള ഏരിയാസ് നോക്കാം. അഡ്വാൻസ് ടാക്സ് സെറ്റ് ഓഫിലൊന്നും നമുക്ക് വേറെ അമെൻമെൻറ്റ്സ് ഇല്ല. അപ്പോൾ ഇനി നമുക്ക് അസസ്മെൻറ്റ് ഓഫ് കമ്പനീസ്. ഓക്കെ, അപ്പോൾ ഇനി മുതൽ നമുക്ക് ഫൈനൽ ടോപ്പിക്സ്, എക്സ്ക്ലൂസീവ്ലി ഫൈനൽ ടോപ്പിക്സിലേക്ക് വരാം. അസസ്മെൻറ്റ് ഓഫ് കമ്പനീസ്. ഓക്കെ, ഫൈൻ. കമ്പനീൻ്റെ അസസ്മെൻറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ അമെൻമെൻറ്റ് ഉണ്ടോ നമുക്ക് നോക്കാം. അമെൻമെൻറ്റ്സ് നോർമലി അങ്ങനെ ഇല്ല. ഓക്കെ, അതിലൊന്നും വലിയ അമെൻമെൻറ്റ്സ് ഇല്ല. അപ്പോൾ അതിൽ നമുക്ക് പിന്നെ എവിടെയാണ് സാർ വളരെ ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ്സ് എവിടെയെന്ന് വെച്ചാൽ നമ്മളെ ഇൻകം എസ്കേപ്പിങ്ങിൽ അവിടെ നല്ലൊരു അമെൻമെൻറ്റ് ഉണ്ട്. പിന്നെ ഒരു അപ്പീലിനൊക്കെ അമെൻമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിൽ കമ്പനിയുടെ കേസിൽ ഫോറിൻ കമ്പനീൻ്റെ റേറ്റിൽ മാറ്റമുണ്ട്. 35% ആണോ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാനത് ഇൻ്റർവ്യൂ പറയാൻ മറന്നു പോയതാണല്ലേ. പക്ഷേ കുഴപ്പമില്ല, ഇൻ്റർവ്യൂ കമ്പനീൻ്റെ ചോദിക്കാറില്ല. എന്നാലും നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, പിന്നെ ഇവിടെ നമുക്കറിയാം കഴിഞ്ഞ വർഷം 2021-22 ഇപ്പോൾ 2022-23 400 കോടിൻ്റെ താഴെയാണ് ടേൺ ഓവറെങ്കിൽ 25%. അത് ഓരോ വർഷം കൂടുമ്പോൾ അങ്ങനെ കൂടി പോകും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, 35%. പിന്നെ 115BA, BAB അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിലൊന്നും മാറ്റങ്ങളായിട്ടൊന്നുമില്ല. പിന്നെ മാറ്റൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. മാറ്റ് കമ്പ്യൂട്ടേഷൻ, മാറ്റ് ഇന്ത്യസുള്ള കേസിൽ മാറ്റ് കമ്പ്യൂട്ടേഷൻ, അതിലൊന്നും മാറ്റങ്ങളായിട്ടൊന്നുമില്ല. ഓക്കെ, ഫൈൻ. പിന്നെ ലെവി ഓഫ് അഡീഷണൽ ഇൻകം ടാക്സ് ഓൺ ബൈബാക്ക്. നമ്മൾ ബൈബാക്കിൻ്റെ കേസ് നമ്മൾ പഠിച്ചതാണ്. പക്ഷേ ബൈബാക്കിൻ്റെ കേസിൽ അഡീഷണൽ ഒരു ക്ലാരിഫിക്കേഷൻ നമ്മുടെ ഫൈനലുണ്ട്. അപ്പോൾ അത് നമ്മൾ പിന്നെ അമെൻമെൻ്റ് ആയിട്ടല്ല. ഓക്കെ, 10 ടാക്സ് സ്കീം. പിന്നെ അതുപോലെ തന്നെ അസസ്മെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ട്രസ്റ്റ്, അതിലൊന്നും മാറ്റങ്ങളില്ല കേട്ടോ. അതിൽ മാറ്റങ്ങളുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ TDSൻ്റെ കേസിൽ മാറ്റങ്ങളുണ്ട്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ്റെ മാറ്റങ്ങളുണ്ട്. അത് ഏത് മാറ്റങ്ങളാണ്? ക്യാപിറ്റൽ ഗെയിൻ ചാപ്റ്ററിൽ മാറ്റം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതായത് ബിസിനസ് ട്രസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ ഇപ്പം ഞാനിവിടെ കാണിച്ചിട്ടുണ്ടോ, ബിസിനസ് ട്രസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ ഞാനിവിടെ എവിടെ കൊടുത്തിട്ടുണ്ടാവും, എവിടെയായിരുന്നു, കണ്ടോ. അതായത് ഈ ബിസിനസ് ട്രസ്റ്റിൻ്റെ അതർ ഇൻകം അതർ ഈ 112 ഒക്കെ നമ്മൾ റെഫർ ക്യാപിറ്റൽ ഗെയിൻ ചാപ്റ്റർ, കാരണം ആ മാറ്റങ്ങൾ ഇവിടെയും ബാധകമാണ്. അത്രയുള്ളൂ, അല്ലാതെ വേറെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റങ്ങളൊന്നും ഇവിടെ ഇല്ല. ഓക്കെ, ബിസിനസ് ട്രസ്റ്റിൻ്റെ കേസിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇതൊക്കെ അതേപോലെ തന്നെ ഇവിടുന്ന് മാറ്റങ്ങളില്ല. പിന്നെ നമ്മുടെ കാർബൺ ക്രെഡിറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, VDA വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സ്, അപ്പോൾ ഒന്നുമില്ല. GDRൻ്റെ കേസിൽ ഞാൻ പറഞ്ഞ ക്യാപിറ്റൽ ഗെയിനിലെ മാറ്റങ്ങളാണ്. കാരണം ക്യാപിറ്റൽ ഗെയിൻ്റെ കേസിൽ നമുക്കറിയാം ആഫ്റ്റർ 23 ആണെങ്കിൽ 12.5 ആണ്. ആ മാറ്റമാണ്, അല്ലാതെ വേറെ എക്സ്ട്രാ മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ, പിന്നെ ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ട്രസ്റ്റിൻ്റെ കേസിൽ അവിടെ ഒരു മാറ്റമുണ്ട്. ചാരിറ്റബിളിൻ്റെ കേസിൽ നമുക്കറിയാം എക്സംഷൻ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് പിന്നെ എക്സംഷൻ കിട്ടും. ഒന്ന് വിത്തൗട്ട് അപ്രൂവലുണ്ട്, പിന്നെ ഓൺലി വിത്ത് അപ്രൂവലുണ്ട് അല്ലേ. അപ്പോൾ അതിൽ അമെൻമെൻ്റ് എന്ന് വെച്ചാൽ ഈ ഓൺലി വിത്ത് അപ്രൂവൽ ഉണ്ടല്ലോ, അതിൽ ആ കേസിൽ അവർ പറയാണ് അപ്രൂവൽ അണ്ടർ ദീസ് ക്ലോസസ് ആർ ഡിസ്കണ്ടിന്യൂഡ് ഫ്രം 1/10/2024. ഒരു ഓൾറെഡി അപ്രൂവ് എൻറ്റിറ്റീസ് ക്യാൻ കണ്ടിന്യൂ ടിൽ ദ വാലിഡിറ്റി. കാരണം ഇതിൻ്റെ വാലിഡിറ്റി 5 years ആയിരിക്കും. അപ്പോൾ അതൊരു അമെൻമെൻ്റ് ആണ്. അത് നിങ്ങൾ എക്സാം ക്വസ്റ്റനിൽ കയറി കയറാൻ ചാൻസ് ഇല്ല, കാരണം അതൊരു പ്രൊസീജിയറൽ പാർട്ടായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചോദിക്കില്ല. എന്നാലും ജസ്റ്റ് ഓർത്തിരിക്കുക, ഈ ഒരു വിത്ത് അപ്രൂവലിൻ്റെ കേസ് ഉണ്ടല്ലോ, അത് നമുക്ക് 1/10/2024 ശേഷം അത് പോസിബിൾ അല്ല. ഓക്കെ, യെസ്. പിന്നെ വാട്ട് ഈസ് ചാരിറ്റബിൾ പർപ്പസ്, അങ്ങനത്തെ കുറേ സാധനങ്ങളാണ്. 85%. പിന്നെ നമ്മളുടെ എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കേസിൽ അപ്ലിക്കേഷൻ ആൻഡ് അക്യുമുലേഷൻ. നമുക്കറിയാം ചാരിറ്റബിൾ ട്രസ്റ്റ് മിനിമം 15% എന്ത് ചെയ്യണം, അത് കണ്ടീഷണൽ അക്യുമുലേഷൻ അല്ല, അത് നമുക്കറിയാം അത് സാധാരണ എല്ലാവർക്കുള്ള ഒരു അക്യുമുലേഷനാണ്. അപ്പോൾ 15% എന്ത് ചെയ്യാം, അവർക്ക് അക്യുമുലേറ്റ് ചെയ്യാം. 85% അവർ യൂസ് ചെയ്താൽ മതി. അപ്പോൾ പിന്നെ അതിൻ്റെ ഇതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ എന്താണെന്ന് വെച്ചാൽ ഫെയിലിയർ ടു യൂട്ടിലൈസ് 85%. ആ 85% യൂട്ടിലൈസ് ഇല്ലെങ്കിൽ അവർ പിന്നെ എന്ത് ചെയ്യണം, ഒരു ഫോം എന്താണ് 10 ഒക്കെ സബ്മിറ്റ് ചെയ്യണം, നമുക്ക് മനസ്സിലായി. പക്ഷേ സച്ച് പേഴ്സൺ ഷാൽ ഫർണിഷ് എ സ്റ്റേറ്റ്മെൻറ്റ് ഫോം 10 വിത്തിൻ 2 months പ്രയർ ടു 1391. അതൊരു അമെൻമെൻ്റ് ആണ്.
കാരണം പണ്ട് ഇത് റിട്ടേണിൻ്റെ കൂടെ ഫയൽ ചെയ്താൽ മതിയായിരുന്നു. ആ ഫോം 10 ഉണ്ടല്ലോ, ഫോം 10 റിട്ടേണിൻ്റെ കൂടെ ഫയൽ ചെയ്താൽ മതിയായിരുന്നു ഈ ട്രസ്റ്റിൻ്റെ. അപ്പോൾ ആളുകൾക്ക് എന്താണ് ഗവൺമെൻറ് മനസ്സിലായി ഇവരെന്ത് ചെയ്യും, അപ്പോൾ ആണ് തീരുമാനിക്കുക ഓക്കെ എന്താണ് ബേസിക്കലി പിന്നെന്താണ് ഇത്ര ഇൻകം എന്താണ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അന്ന് ഫോം 10 ഫയൽ ചെയ്യാം. അത് പറ്റില്ല. ഇപ്പോൾ പറഞ്ഞാൽ വിത്തിൻ 2 months പ്രയർ ടു 131. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫോം 10 ഫയൽ ചെയ്യണം. ഈ ഫോം 10 എന്തിനാണെന്ന് വെച്ചാൽ കണ്ടീഷണൽ അക്യുമുലേഷൻ ആണ്. അതൊക്കെ നിങ്ങൾ ഞാൻ ഈ പറയുന്ന ടേംസൊക്കെ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ക്ലാസ് ക്ലിയർ ആയിട്ട് കേട്ടിരിക്കണം കേട്ടോ. അപ്പോൾ എന്താണ് വിത്തിൻ 2 months പ്രയർ ടു 131. 131 എന്ന് വെച്ചാൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റ്. ആ ഡ്യൂ ഡേറ്റിൻ്റെ 2 മാസം മുമ്പിൽ എന്ത് ചെയ്യണം, ഈ ഫോം 10 ഫയൽ. അപ്പോൾ ഫോം 10 ഫയൽ ചെയ്യുക 85% പോലും അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ അവരാകെ സ്പെൻഡ് ചെയ്തത് ഒരു 80% ആണ്. അപ്പോൾ 15% നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാം. അതിന് വേറെ ഫോമൊന്നും വേണ്ട. പക്ഷേ ആ 5% അതിന് വേണ്ടി നമ്മൾ ഫോം 10 ഫയൽ ചെയ്യണം വിത്തിൻ 2 months പ്രയർ ടു 131. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ആ ഒരു അമെൻമെൻറ്റ് മാത്രമേ ഉള്ളൂ അതിലുള്ളത്. പിന്നെ അതിലായിട്ട് ഇവിടെ രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സാണ്. പിന്നെ എന്താണ് അവിടെ ഒരു മേജർ ചേഞ്ച് എന്ന് വെച്ചാൽ നമുക്ക് ഇറ്റ് ഷാൾ ബി അപ്രൂവ്ഡ് വിത്തിൻ 6 months ഫ്രം ദ എൻഡ് ഓഫ് ദ മന്ത്. ഈ മേജർ ചേഞ്ച് സംഭവം അത് ഇപ്പോഴത്തെ ചേഞ്ചിലുണ്ട്, അത് കഴിഞ്ഞാൽ ചേഞ്ചാണ്. കാരണം പണ്ട് വളരെ വലിയ ചേഞ്ച് വന്ന സംഭവമാണ് ഈ രജിസ്ട്രേഷൻ പ്രൊസീജിയർ. കാരണം എന്ന് വെച്ചാൽ പണ്ട് നമുക്ക് ലൈഫ് ടൈം വാലിഡിറ്റി ആയിരുന്നു. ഇപ്പോൾ അതങ്ങനെയല്ല, ഇപ്പോൾ 5 years ആണ് അല്ലേ. അപ്പോൾ ഇറ്റ് ഷാൾ ബി അപ്രൂവ് വിത്തിൻ 6 months ഫ്രം ദ എൻഡ് ഓഫ് ദ മന്ത് ഫ്രം എൻഡ് ഓഫ് ദ ക്വാർട്ടർ. അത് ആ ഒരു വ്യത്യാസമുള്ളൂ. അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ റിന്യൂവലിനൊക്കെ അപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് 6 months ഫ്രം ദ എൻഡ് ഓഫ് ദി മന്ത് ആയിരുന്നു നമുക്ക് പണ്ടുണ്ടായിരുന്ന ഒരു ടൈം ലിമിറ്റ്. പക്ഷെ അതിപ്പോൾ മാറ്റിയിട്ട് അവർ പറയുന്നത് 6 months ഫ്രം ദ എൻഡ് ഓഫ് ദ ക്വാർട്ടറാണ്. നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തതിൻ്റെ ക്വാർട്ടറിൻ്റെ അവിടുന്ന് വിത്തിൻ 6 months കൊണ്ടാണ് അത് അപ്രൂവ് ചെയ്യണോ ചെയ്യേണ്ടതെന്നുള്ളത് അവർ തീരുമാനിക്കുക. ആ ഒരു മാറ്റമാണ്, മന്ത് മാറ്റിയിട്ട് ക്വാർട്ടറാക്കി ആ ഒരു അമെൻമെൻ്റ് ആണ് അതിലുള്ളത്. പിന്നെ ഇത് ജസ്റ്റ് ഒരു PC ആര പ്രിൻസിപ്പൽ കമ്മീഷണർ, കമ്മീഷണർ മേ കണ്ടോൺ ദ ഡിലേ ഓൺ ഫയലിംഗ് ഓഫ് എനി ഓഫ് ദ എബോവ് ആപ്ലിക്കേഷൻ വിത്തിൻ ടൈം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് കണ്ടോൺ ചെയ്യാൻ പറ്റും. ആർക്ക് കണ്ടോൺ ചെയ്യാൻ പറ്റുള്ളൂ? അല്ല ജോയിൻറ്റ് കമ്മീഷൻ അവർക്കൊന്നും പറ്റില്ല. PC അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അതിൽ അത്രേ ഉള്ളൂ. ഇതൊരു അമെൻമെൻ്റായിട്ട് കൂട്ടാൻ വേണമെങ്കിൽ നമ്മളുടെ സർക്കംസ്റ്റാൻസ് വെച്ച് അക്രീഡഡ് ഇൻകം വിൽ ബി അപ്ലിക്കബിൾ ഇല്ലേ. നമ്മളുടെ അക്രീഡഡ് ഇൻകം എന്താണെന്ന് വെച്ചാൽ പണ്ട് നമ്മളുടെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റൊക്കെ നടത്തും. എന്നിട്ട് എന്ത് ചെയ്യും, നമുക്കറിയാം ഈ 15% ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് പോവാം. അപ്പോൾ അതിന് കാരണം വെച്ചാൽ പ്രത്യേകിച്ച് കണ്ടീഷനൊന്നുമില്ല. എന്നിട്ട് ആളുകൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരുപാട് വെൽത്ത് ക്രിയേഷൻ ചെയ്തിട്ട് അവസാനം എന്ത് ചെയ്യും, ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ മറ്റുള്ള ഇതിലേക്ക് കൺവേർട്ട് ചെയ്യും. പണ്ടതിന് അത് ടാക്സ് ചെയ്യാൻ ഒരു ഇതുണ്ടായില്ല. അങ്ങനെയാണ് പിന്നെ ഗവൺമെൻറ് എക്സിറ്റ് ടാക്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതാണ് അക്രീഡഡ് ഇൻകം. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ അക്രീഡഡ് ഇൻകം നോട്ട് അപ്ലിക്കബിൾ ഇഫ് ദ ഫോളോയിങ് കണ്ടീഷൻ സാറ്റിസ്ഫൈ. അതൊരു അമെൻമെൻ്റ് ആണ്. ട്രസ്റ്റ് മെർജർ വിത്ത് അതർ ട്രസ്റ്റ്, അല്ലെങ്കിൽ വിത്ത് അതർ ട്രസ്റ്റ് ഹാസ് ബി സെയിം ഒബ്ജക്റ്റ് ആൻഡ് അത് ക്യുമുലേറ്റീവ് ഉണ്ട്, എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം. അത് ട്രസ്റ്റ് രജിസ്റ്റേർഡ് ആയിരിക്കണം. അതർ കണ്ടീഷൻ ഹാസ് ബി പ്രിസ്ക്രൈബ്. ഈ 3 കണ്ടീഷനും ഓക്കെ ആണെങ്കിൽ അപ്പോൾ പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ പറഞ്ഞ എക്സിറ്റ് ടാക്സ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അതും ഒരു അമെൻമെൻ്റ് ആയിട്ട് കൂട്ടാം. പിന്നെ ദാറ്റ്സ് ഇറ്റ് ബഡീസ്. ഇനി അതുപോലെ തന്നെ അസസ്മെൻറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെയും അതൊന്നും നമുക്ക് വേണ്ട. പിന്നെ അതുപോലെ തന്നെ ഉള്ളതാണ് അസസ്മെൻറ്റ് ഓഫ് അതർ എൻറ്റിറ്റീസ്, ലോക്കൽ അതോറിറ്റി, അതൊക്കെ ഓക്കെ. ടാക്സേഷൻ ഓഫ് മ്യൂച്വൽ കൺസേൺ, ഇവിടെ ഒന്നും നമുക്ക് എന്തില്ല, അമെൻമെൻറ്റ്സ് ഇല്ല കേട്ടോ. ഓക്കെ, റിട്ടേൺ ഓഫ് ഇൻകം നമ്മൾ ഓൾറെഡി ഇന്ത്യൻ്റെ ഇതിൽ കഴിഞ്ഞതാണ്, അപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഓക്കെ, കോട്ടിങ് അതൊന്നും അത്ര ഞാൻ പറയേണ്ട ഒരു അമെൻമെൻ്റ് അല്ല. പിന്നെ ഇൻകം ടാക്സ് അതോറിറ്റീൻ്റെ കേസിൽ നമുക്ക് ചെറിയൊരു അമെൻമെൻ്റ് ഉണ്ട്, നമുക്ക് നോക്കാം. ഇൻകം ടാക്സ് അതോറിറ്റീസ് ആരൊക്കെ നമുക്കറിയാം. ആ ഒരു ഹൈറാർക്കി നിങ്ങളുടെ മനസ്സിൽ, ഈ ഹൈറാർക്കി പല ആളുകളും ഞാൻ കണ്ടുവരുന്നൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ അവർ ഇത് വലിയൊരു ഇമ്പോർട്ടൻ്റ് അല്ല വിചാരിച്ചിട്ട് ഈ ഹൈറാർക്കി പഠിക്കില്ല. നിർബന്ധമായിട്ട് എല്ലാവരും എന്ത് ചെയ്യണം, ഈ ഹൈറാർക്കി പഠിക്കണോ. അതായത് ഇനിയിപ്പോൾ ആ DGI അത് ഒഴിവാക്കിയാലും കുഴപ്പമില്ല. മറ്റേത് PC ആ സാധനമല്ലോ, അത് നിർബന്ധമായിട്ട് പഠിക്കണം. കാരണം വെച്ചാൽ എന്നാൽ നിങ്ങൾക്ക് അപ്പീൽ ചാപ്റ്ററൊക്കെ പഠിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മുടെ ഹയർ അതോറിറ്റി ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നമുക്കൊരു ഐഡിയ കിട്ടുക. അപ്പോൾ ഈ ഒരു ഹൈറാർക്കി നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി അതിൽ അമെൻമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ CBDT ക്ലാരിഫൈഡ് ദാറ്റ് ദ ഫോളോയിങ് അതോറിറ്റി മേ കണ്ടോൺ ദ ഡിലേ ഇൻ റിട്ടേൺ ഓഫ് ഇൻകം. അതായത് നമ്മളുടെ
ഓക്കെ 1 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ അവർ പറയാണ് നമ്മളുടെ CBDTക്ക് അത് എന്ത് ചെയ്യാണ്ട് കണ്ടോണേഷൻ ചെയ്യാനുള്ള അധികാരമുണ്ട് അല്ലേ. അതായത് നമ്മൾക്ക് ചില അല്ലേ നമ്മൾ ലേറ്റ് ആയിട്ട് ഫയൽ ചെയ്യുക അതൊക്കെ കണ്ടോൺ ചെയ്യാനുള്ള ഇതുണ്ട്. അപ്പോൾ അക്കോർഡിംഗ്ലി CBDT ക്ലാരിഫൈ ദ ഫോളോയിങ് അതോറിറ്റീസ് മേ കണ്ടോൺ ദ ഡിലേ ഓഫ് റിട്ടേൺ ഓഫ് ലോസ് റിട്ടേൺ. നമുക്ക് ശരിക്കും നമുക്ക് ലോസ് റിട്ടേൺ ഫയൽ ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഗവൺമെൻറ് പറയാണ് അത് എന്ത് ചെയ്യാം, CBDTക്ക് കണ്ടോൺ ചെയ്യാൻ പറ്റും. പക്ഷെ അത് കൺട്രോൾ ചെയ്യണമെങ്കിൽ മിനിമം അവരുടെ എന്താ പറയുക ആരായിരിക്കണം, നമുക്ക് അപ് ടു 1 crore ആണെങ്കിൽ PC or C പ്രിൻസിപ്പൽ കമ്മീഷണർ 1 crore മുകളിലുണ്ട്, പക്ഷേ 3 ആണെങ്കിൽ ചീഫ് കമ്മീഷണർ ആയിരിക്കണം. ഇനി എബോവ് 3 crore ആണെങ്കിലോ PCC പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർ ആയിരിക്കണം. ഓക്കെ, യെസ്. അപ്പോൾ അപ്പോൾ ഇതൊരു അമെൻമെൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. നോ കൺട്രോൾ ഷാൽ ബി മെയ്ഡ് ബിയോണ്ട് 6 years ഫ്രം ദ എൻഡ് ഓഫ് ദി അസസ്മെൻറ്റ് ഇയർ. അപ്പോൾ നമുക്ക് ശരിക്കും 6 years എന്താണ് മുകളിൽ കൺട്രോൾ ചെയ്യാൻ പാടില്ല, പക്ഷേ 120,000 അത് 5 വർഷം വരെയാണ് മാക്സിമം കൺട്രോൾ ചെയ്യാൻ പറ്റുക. സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ അതൊരു അമെൻമെൻ്റ് ആണ്. അതും ക്വസ്റ്റ്യനിൽ ഈസി ആയിട്ട് അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ അസസ്മെൻറ്റ് പ്രൊസീജിയറാണ്, അതെങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്താണ്. അപ്പോൾ അതിൽ വന്ന അമെൻമെൻറ്റ്സ് എന്തൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ഇത് ഇപ്പോൾ ഒന്നല്ല കേട്ടോ, ശരിക്കും നമ്മുടെ 142 എന്നുള്ള സ്പെഷ്യൽ ഓഡിറ്റ് ഉണ്ട്, കഴിഞ്ഞതിൽ തന്നെ വന്നതാണ്. അതിൽ നമുക്കറിയാം പിന്നെ സ്പെഷ്യൽ ഓഡിറ്റ് ചെയ്യുന്നത് CA ആണ്, പക്ഷേ ഇൻവെൻട്രി വാലുവേഷൻ CMA ആണ് അല്ലേ. അതാണ് അവിടെ ഒരു ചെറിയ മാറ്റം. പിന്നെയുള്ള സംഭവം എന്താണെന്ന് ചോദിച്ചാൽ 143 ഉണ്ട്. ഇവിടെ ഒന്നും അമെൻമെൻറ്റ്സ് ഇല്ല. ഞാൻ എല്ലാം കൂടെ എന്താണ് ഓരോ സെക്ഷനും പറഞ്ഞു പോയി കഴിഞ്ഞാൽ തീരുവില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഓരോന്നും ഡിസ്കസ് ചെയ്യാത്തത്. 144 അല്ലേ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ്, അതിൽ പ്രൊസീജിയറൊക്കെ നമ്മൾ കണ്ടതാണ്, ഒരുപാട് സീൻ ബൈ സീൻ നമ്മൾ അനലൈസ് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമ്മളുടെ മെയിൻ പരിപാടി DRPക്ക് നമ്മൾ വേണ്ടതാണ് അല്ലേ. സോ ലിസൺ, അയ്യോ എവിടെത്തി, ഇവിടെയാണ് നമ്മളെ പരിപാടി. പവർ ടു റിക്വസിഷൻ, ഇത് കുറേ കണ്ടെത്തിയാലോ. ഓക്കെ, എവിടെയാണ് അമെൻമെൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ് എവിടെയെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻറ്റിലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ്. ഇത് ഞാൻ ഇവിടെ പാരഡൈം ഷിഫ്റ്റ് ഉണ്ട്. ഞാനത് മനസ്സിലാൻ വേണ്ടി ഒരു കാര്യം കാണിച്ചിടാം. എന്താണ് ഇവിടുത്തെ അമെൻമെൻറ്റ് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാവണം. പണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ശ്രദ്ധിക്കാം. പണ്ട് ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ 2020 ഇപ്പോൾ നമ്മൾ 2024 അല്ല 23-24 2023-24 പിന്നെ ഞാൻ വരാം എടുത്തിട്ടാം. ഓക്കെ, അപ്പോൾ 2023-24 ആളെ പേടിച്ചിട്ടാണ് ഞാൻ സ്റ്റുഡിയോ മുകളിലേക്ക് മാറ്റിയത്. അപ്പോൾ ഇവിടേക്കും ഒരു രക്ഷയില്ല. അപ്പോൾ 2023-24 നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻറ്റ് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, മുമ്പത്തെ അസസ്മെൻറ്റിൽ രക്ഷപ്പെട്ട സാധനങ്ങളെ വീണ്ടും അസസ് ചെയ്യാണ്. അപ്പോൾ പണ്ട് അതായത് 2023-24 നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടത്, 2 രീതിയിൽ നമുക്ക് ഇൻകം എസ്കേപ്പിംഗ് ചെയ്യാം. ഒന്ന് നോർമൽ നമ്മൾ ഇൻകം എസ്കേപ്പിംഗ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ 2023-24 നമ്മൾ സെർച്ച് ചെയ്തു വിചാരിക്കാം. സെർച്ച് കണ്ടക്ട് ചെയ്തു, 2022-23 സെർച്ച് ചെയ്തു, 2021-22 സെർച്ച് ചെയ്തു, 2020-21 അങ്ങനെ കുറേ വർഷങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, സെർച്ച് ചെയ്തു വിചാരിക്കാം. സെർച്ചിങ് സെക്ഷൻ ഏതാ, 132 ആണ്. 132 പ്രകാരം നമ്മൾ സെർച്ച് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഈ ഇൻകം എസ്കേപ്പിൻ്റെ സെക്ഷൻ 147 ആണ് കേട്ടോ. അപ്പോൾ സെർച്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, കുറേ അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള ഇൻകം കണ്ടെത്തി. ഓക്കെ, അൺഡിസ്ക്ലോസ്ഡ് ഇൻകം നമ്മൾ ഓരോ വർഷം കണ്ടെത്തി. അപ്പോൾ സെർച്ച് ചെയ്ത് കിട്ടുന്ന ഈ അൺഡിസ്ക്ലോസ്ഡ് ഇൻകത്തിന് അത് സെർച്ചിൻ്റെ പ്രൊസീജിയറാണ് 130 പറയുന്നത്, എങ്ങനെ സെർച്ച് ചെയ്യണം. പക്ഷെ സെർച്ച് ചെയ്തിട്ട് അത് പിന്നെ എന്താ പറയുക എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് നമ്മളുടെ എന്താ പറയുക 130 പറയുന്നില്ല. ഓക്കെ, എങ്ങനെ സെർച്ച് ചെയ്യുന്നത് മാത്രമേ 130 പറയുന്നുള്ളൂ. അപ്പോൾ അന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ അൺഡിസ്ക്ലോസ്ഡ് ഇൻകം നിങ്ങൾ അസസ് ചെയ്യേണ്ടത് 147 പ്രകാരമാണ്. അത് ഇൻകം എസ്കേപ്പിംഗ്, അതായത് സെർച്ച് ചെയ്ത് കിട്ടുന്ന ഇൻകം നിങ്ങൾ അസസ് ചെയ്യേണ്ടത് 147 പ്രകാരമാണ്. 147 പ്രകാരം എങ്ങനെ അസസ് ചെയ്യുക, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, 148 നോട്ടീസ് അയക്കണം. അതായത് ഈ പറഞ്ഞ ഇതിലേക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, 148 നോട്ടീസ് ഓരോ വർഷം അയക്കണം. എന്നിട്ട് അവരോട് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറയണം. റിട്ടേൺ ഫയൽ ചെയ്യാൻ എങ്ങനെ, ഈ വർഷത്തെ റിട്ടേൺ ഫയൽ ചെയ്യണം, ഈ വർഷം റിട്ടേൺ ഫയൽ ചെയ്യണം, ഈ വർഷം റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇൻ റെസ്പോൺസ് ടു 148 നോട്ടീസ് ദേ വിൽ ഫയൽ റിട്ടേൺ ഫോർ ഈച്ച് ഇയർ. ഓരോ വർഷം, ഇപ്പോൾ 5 വർഷം 5 വർഷത്തെ റിട്ടേൺ ഫയൽ ചെയ്യും. ഈ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ, പിന്നെ നമ്മൾ
ഈ നമ്മൾ സ്ക്രൂട്ടിനി നോട്ടീസ് അയക്കണം, 143 നോട്ടീസ് അയക്കണം, ഓരോ വർഷം നമ്മൾ സ്ക്രൂട്ടിനി നോട്ടീസ് അയക്കണം, എന്നിട്ട് സ്ക്രൂട്ടിനി ചെയ്യണം. ഇങ്ങനെയാണ് പ്രൊസീജിയർ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അതായത് എങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം 132 പ്രകാരം സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന അൺഡിസ്ക്ലോസ്ഡ് ഇൻകം നമ്മൾ ഇൻകം എസ്കേപ്പിംഗ് പ്രൊവിഷൻ പ്രകാരം നമ്മൾ നോട്ടീസ് നോട്ടീസ് അയക്കണം. നോട്ടീസ് അയച്ചിട്ട് ആ ഒരു റിട്ടേൺ ഫയൽ ചെയ്യാൻ പറയണം. റിട്ടേൺ ഫയൽ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രൂട്ടിനി നോട്ടീസ് അയക്കണം. സ്ക്രൂട്ടിനി നോട്ടീസ് അയച്ചാൽ സ്ക്രൂട്ടിനി തുടങ്ങണം. 5 വർഷമുണ്ടെങ്കിൽ 5 വർഷത്തെ സ്ക്രൂട്ടിനി സെപ്പറേറ്റ്ലി ചെയ്യണം. ഇത് ബുദ്ധിമുട്ടായിട്ട് വന്നു. അപ്പോഴാണ് അവർ ചെയ്തത് ഓക്കെ എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യണ്ട, ഈ സെർച്ചിൻ്റെ കേസിൽ വരുന്ന അൺഡിസ്ക്ലോസ്ഡ് ഇൻകം നമുക്ക് എന്ത് ചെയ്യണ്ട, ഇവിടെ ഈ 147ലേക്ക് കൊണ്ടുവരണ്ട. അത് നമുക്ക് 147 കൊണ്ടുവരണ്ട. അപ്പോൾ ഇതാണ് മാറിയത്. അതായത് നമുക്കിപ്പോൾ ഇൻകം എസ്കേപ്പിംഗ് ചെയ്യണമെങ്കിൽ ഇൻകം എസ്കേപ്പിംഗ് എന്നുള്ള പേരിൽ മാത്രമേ ഇൻകം എസ്കേപ്പിംഗ് തുടങ്ങാൻ പറ്റുള്ളൂ. അല്ലാതെ സെർച്ചിൻ്റെ കേസ് ഇൻകം എസ്കേപ്പിംഗ് കൊണ്ടുവരാൻ പറ്റില്ല. അത് പണ്ട് അങ്ങനെയായിരുന്നു. സെർച്ച് ചെയ്താൽ അവിടെ നിന്ന് കിട്ടുന്ന അൺഡിസ്ക്ലോസ്ഡ് ഇൻകം നമ്മൾ പിന്നെ ഇൻകം എസ്കേപ്പിംഗ് വഴി, അതായത് 147 വഴിയാണ് നമ്മൾ അസസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലേ? ഇതിൻ്റെ കോമഡി എന്ന് വെച്ചാൽ ഞാൻ CA ഫൈനൽ പഠിക്കുന്ന സമയത്ത് അന്നൊരു സെക്ഷൻ ഉണ്ടായിരുന്നു, 153A എന്നുള്ളൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. അതായത് അന്നത്തെ കാലത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 147 അതായത് ഇൻകം എസ്കേപ്പിംഗ് അല്ലായിരുന്നു. സെർച്ചിൻ്റെ ഇൻകം അസസ് ചെയ്യേണ്ടത് 153A 153C എന്ന 2 സെക്ഷൻസ് ഉണ്ടായിരുന്നു. അത് പ്രകാരമായിരുന്നു. പിന്നെ ഞാൻ ടീച്ചിങ് തുടങ്ങിയിട്ടാണ് അവർ പിന്നെ അത് മാറ്റിയത്. 153A മാറ്റിയിട്ട് പിന്നെ എന്ത് ചെയ്തു അവർ, പിന്നെ അതിന് ഇൻകം എസ്കേപ്പിംഗിൽ തന്നെ മെർജ് ചെയ്തു. ഇപ്പോൾ അവർ വീണ്ടും ഡീമെർജ് ചെയ്തു. വേണ്ട, 147 അത് കൂട്ടിക്കഴിക്കണ്ട. അപ്പോൾ ഇൻകം എസ്കേപ്പിങ്ങിൽ ഇപ്പോൾ നിങ്ങൾ എന്ത് നോക്കിയാൽ മതി, സാധാ പോലെ ചെയ്താൽ മതി. ഓക്കെ, സാധാ പോലെ ചെയ്താൽ മതി. അതായത് സാധാ ഇൻകം എസ്കേപ്പിംഗ് മാത്രം ചെയ്താൽ മതി. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഡേറ്റിൻ്റെ ഒരു കമ്പ്യൂട്ടേഷൻ 1/9/2024 പുതിയ ഡേറ്റ് ആണ്. ഇതിന് മുമ്പാണെങ്കിൽ 1/9/2024 മുമ്പ് ആണ് നമ്മൾ ശരിക്ക് പിന്നെ സെർച്ച് ചെയ്തെങ്കിൽ ശരിക്കും അതും ഇൻകം എസ്കേപ്പിംഗ് വരും. പക്ഷെ അതെല്ലാം കൂടി ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നാൽ ഒന്നും നിങ്ങളുടെ തലയിൽ കയറില്ല. അതുകൊണ്ട് നമ്മളെ ബുക്കിൽ ഈ 1/9/2024 ശേഷമുള്ള സാധനം മാത്രമേ ഉള്ളൂ. കാരണം അല്ലാതെ പഠിച്ചാൽ ഒന്നുമില്ലാത്ത അവസ്ഥ വരും. ഓക്കെ ഫൈൻ. എനിവേ, അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മളെ ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻറ്റിൻ്റെ കേസ്, നമ്മൾ ആ ഒരു കേസ് ഓർത്തിരിക്കുക. നൗ ലിസൺ എവരിവൺ ഹിയർ. പിന്നെ ഓക്കെ, അപ്പോൾ ഇപ്പം എന്താ സാർ ചെയ്യാം? ഇപ്പോൾ സാറ് പറഞ്ഞു, സാറ് ഞാൻ പഠിച്ച കാലത്ത് 153 ആയിരുന്നു. നിങ്ങളുടെ കുറച്ച് മുമ്പ് ഇൻകം, അതായത് സെർച്ചിൻ്റെ കേസ് 147 ആയിരുന്നു. ഇപ്പം എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു പുതിയൊരു സെക്ഷൻ കൊണ്ടുവന്നു, 158BB എന്ന് പറഞ്ഞൊരു സെക്ഷൻ, അതായത് ബ്ലോക്ക് അസസ്മെൻറ്റ്. എന്താണ് ഈ ബ്ലോക്ക് അസസ്മെൻറ്റ്? എന്താ ഈ അമെൻമെൻറ്റിൻ്റെ കാര്യം മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ലേ, ഈ സെർച്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നോട്ടീസ് അയക്കും. എന്തിനാണ് നോട്ടീസ് അയക്കുക? റിട്ടേൺ ഫയൽ ചെയ്യാൻ പറയും. നിങ്ങളുടെ കാര്യങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറയും. അതൊരു പുതിയ റിട്ടേൺ പോലെ കണക്കാക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും സ്ക്രൂട്ടിനി ചെയ്യണം. അപ്പോൾ 5 വർഷം 5 സ്ക്രൂട്ടിനി നോട്ടീസ് അയക്കണം, 5 സ്ക്രൂട്ടിനി അസസ്മെൻറ്റ് ചെയ്യണം. അതിന് പകരം എന്ത് ചെയ്യുക, ഇതിനൊരു ബ്ലോക്കായിട്ട് കണക്കാക്കുക. ഒറ്റ റിട്ടേൺ ഫയൽ ചെയ്യുക. ഈ ബ്ലോക്കിലേക്ക് ഒറ്റ റിട്ടേൺ ഫയൽ ചെയ്യുക, ഒറ്റ നോട്ടീസ്, ഒറ്റ അസസ്മെൻറ്റ്. അതാണ് ബ്ലോക്ക് അസസ്മെൻറ്റ്. ഈസല്ലേ? അതാണ് സംഭവം. ഓക്കെ ഫൈൻ. അപ്പോൾ ഏതായാലും ജസ്റ്റ് അതൊന്ന് ഓർത്തിരിക്കുക മക്കളെ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോൾ നിങ്ങൾ ഇൻകം എസ്കേപ്പിങ്ങിൽ എന്തെങ്കിലും എന്താ ചേഞ്ച്? പ്രത്യേകിച്ച് ചേഞ്ച് ഇല്ല. ഇൻകം എസ്കേപ്പിങ്ങിൽ ചേഞ്ച് ഇല്ല. എന്താ ചേഞ്ച് വെച്ചാൽ സെർച്ചിനെ ഇൻകം എസ്കേപ്പിലേക്ക് കൊണ്ടുവരണ്ട. അതാണ് ചേഞ്ച്. അപ്പോൾ ഇൻകം എസ്കേപ്പിംഗ് ആസ് സച്ച് ഒന്നും മാറിയിട്ടില്ല. നിങ്ങൾ പണ്ട് പഠിച്ച പോലെ ഇൻക്വയറി അല്ലേ 148 ഒക്കെ പഠിക്കുക അല്ലേ. അപ്പോൾ അതൊക്കെ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ പിന്നെ അതുപോലെ തന്നെ പഠിച്ചാൽ മതി. അതിൽ വേറെ മാറ്റങ്ങളില്ല. പക്ഷേ ഒരൊറ്റ കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ഇതിൽ പിന്നെ നമുക്ക് ഓൾറെഡി അറിയുന്നുണ്ട് സംഭവം. ടൈം ലിമിറ്റ്, എത്ര ടൈം ലിമിറ്റ്? അവിടെയും ചെറിയ മാറ്റമുണ്ടോ? അവിടെ നല്ല മാറ്റമുണ്ട്. ടൈം ലിമിറ്റ് ഫോർ ഇഷ്യൂ നോട്ടീസ് അണ്ടർ 148 അവിടെ മാറ്റമുണ്ട്. സോറി. അപ്പോൾ ഇൻകം എസ്കേപ്പ് മാറ്റില്ല, നല്ല മാറ്റമുണ്ട്. ആൻഡ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങൾ പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഇപ്പോൾ CA ഫൈനലാണ് കുറച്ചും കൂടെ ഈ പ്രൊസീജിയർ പാർട്ട് കൂടുതൽ ചോദിക്കാറുണ്ട്. CMA ഫൈനൽ അത്ര ചോദിക്കാറില്ല. അപ്പോൾ CA ഫൈനൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ മെയിനായിട്ട് ഇവിടുന്ന് ചോദിക്കുക ഈ നോട്ടീസ് അയക്കേണ്ട ടൈം ലിമിറ്റ് ഒക്കെയാണ്, അല്ലെങ്കിൽ ഓർഡർ പാസ്സാക്കേണ്ട ടൈം ലിമിറ്റ് 153 ഒക്കെയാണ്. അപ്പോൾ ഇതിന് നോട്ടീസിൽ അമെൻമെൻറ്റ് വന്നതോടുകൂടി, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്, വന്നതോടുകൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി മാറി. അപ്പോൾ എന്താണ് ഇവർ പറഞ്ഞു വെച്ചാൽ, നിങ്ങൾ പിന്നെ ഇൻകം എസ്കേപ്പിംഗ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നോട്ടീസ് അയക്കണം. ഇപ്പോൾ നമ്മൾ 2024-25 ഇരുന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? മുമ്പത്തെ വർഷങ്ങളിലേക്ക് ഇൻകം എസ്കേപ്പിംഗ് നോട്ടീസ് അയക്കണം. അതിന് സമയമുണ്ട്. എത്ര സമയം എന്ന് വെച്ചാൽ നിങ്ങളുടെ 50 ലാഖിൻ്റെ മുകളിലാണ് ഇൻകം എസ്കേപ്പിംഗ് അല്ലേ, റെപ്രസെൻറ്റഡ് ഇൻ അസറ്റ്സ് എക്സെട്ര. അങ്ങനെയാണെങ്കിൽ നോട്ട് മോർ ദാൻ 5 years and 3 months. ഈ 3 months ഇപ്പോൾ പുതുതായിട്ട് ആഡ് ചെയ്താണ്. 5 years and 3 months ഫ്രം ദ റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ. അതല്ല എനി അതർ കേസ് ആണെങ്കിൽ 3 years and 3 months ഫ്രം ദ എൻഡ് ഓഫ് ദ റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ. ഓക്കെ, അപ്പോൾ ഈ 3 months ആണ് ബേസിക്കലി നമ്മൾ പിന്നെ നോട്ടീസ് ഇഷ്യൂ ചെയ്യേണ്ടത്. പിന്നെ നമ്മളുടെ ടൈം ലിമിറ്റ് ഫോർ ഇഷ്യൂ നോട്ടീസ് അണ്ടർ 148A ആണ്. അതെന്താ സാധനം? നമ്മളുടെ ഈ സാധനം
എൻക്വയറി ബിഫോർ അല്ലേ, എന്തായിരുന്നു എൻക്വയറി ആൻഡ് ബിഫോർ എന്താണ് OBH ബിഫോർ നോട്ടീസ്, അതാണ് 148. അപ്പോൾ അതിലും ഇതേപോലെ തന്നെ 5 years and 3 months ആൻഡ് 5 years ഫ്രം ദ റെലവൻറ്റ് അസസ്മെൻറ്റ്, ഇത് 3 years. അപ്പോൾ ഇതിൽ 5 years 3 months മിസ്സിംഗ് ആണ്. അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യാൻ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം ബഡീസ്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമ്മൾ 2024-25 വർഷത്തിൽ സപ്പോസിംഗ്ലി നമ്മൾ എന്ത് ചെയ്യാണ്, സപ്പോസിംഗ്ലി ഒരു മെയ് 2024 നമ്മൾ നോട്ടീസ് അയക്കുകയാണ്. ഏത് വർഷത്തേക്ക് നോട്ടീസ് അയക്കുന്നത് വെച്ചാൽ 2020-21 പ്രീവിയസ് ഇയറിലേക്ക് നമ്മൾ നോട്ടീസ് അയക്കുകയാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഇത് അസസ്മെൻ്റ് ഇയർ കേട്ടോ, അസസ്മെൻ്റ് ഇയറാണ്. അസസ്മെൻ്റ് 2021. അപ്പോൾ അസസ്മെൻ്റ് 2020-21 നമ്മൾ നോട്ടീസ് അയക്കുകയാണ്. അപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാം, ഈ മെയ് 2024 ഒരു 15th മെയ് 2024 2020-21 അസസ്മെൻ്റ് ഇയറിലേക്ക് 148 നോട്ടീസ് അയച്ചു. ആ നോട്ടീസ് വിത്തിൻ ദ ടൈം ലിമിറ്റ് ആണോ? അപ്പോൾ നമുക്കറിയാം മാക്സിമം എത്രയാണ് നമുക്ക് നോട്ടീസ് അയക്കാൻ സമയം ഉണ്ടാവുക. ഇത് നമുക്ക് സപ്പോസിംഗ്ലി 50 ലക്ഷത്തിന് മുകളിലുണ്ട് വിചാരിക്കുക. 50 ലക്ഷം മുകളിലാണെങ്കിൽ ഞാൻ പറഞ്ഞു 5 വർഷം 3 മാസം അല്ലേ, അങ്ങനെയാണ് ചിന്തിക്കുക. 5 വർഷം 3 മാസം. അപ്പോൾ സാർ എങ്ങനെ അത് കണ്ടത്? അപ്പോൾ മെയ് അപ്പോൾ അതിൻ്റെ ഒരു വർഷം പറയുമ്പോൾ മെയ് 2023, പിന്നെ 2022. ഇങ്ങനെ ഒരു കാരണവശാലും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ഈ വർഷത്തേക്ക് മടങ്ങി പോകും. അവിടുന്ന് ഇങ്ങോട്ട് കണ്ടത്, അതായത് അസസ്മെൻ്റ് ഇയർ 2020-21 അല്ലേ. അപ്പോൾ നമ്മളെന്താ പഠിച്ചത്, 2020 നമുക്ക് എത്ര വരെ ടൈം ലിമിറ്റ് ഉണ്ട്? നോട്ട് മോർ ദാൻ 5 years and 3 months ഫ്രം ദ റെലവൻറ്റ് അസസ്മെൻ്റ് ഇയർ അല്ലേ. നമ്മൾ എന്താണ് ബേസിക്കലി ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ 2020-21 അവിടെ നിന്ന് നമുക്ക് 5 വർഷമുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ഓരോന്ന് കൂട്ടി 22 അങ്ങനെ ചെയ്യണ്ട. ജസ്റ്റ് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു 5 വർഷം ആഡ് ചെയ്യാം. അപ്പോൾ എത്രയായിരിക്കും? 26. അപ്പോൾ ഇവിടെ 26 ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ 2025 ആവും. അപ്പോൾ 2025-26 വരെ നമുക്ക് സമയമുണ്ട്. 2025-26 ഇതിപ്പോൾ ഇതെന്താ സംഭവിക്കാം? 30 ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ നിങ്ങൾ ഫാക്കൽറ്റീസ് എങ്ങനെയാണ് പഠിപ്പിച്ചത് എനിക്കറിയില്ല, ഞാൻ പഠിപ്പിക്കാറിങ്ങനെ. അപ്പോൾ കുറച്ചുകൂടി സുഖമായിട്ട് തോന്നാറുണ്ട്. നിങ്ങൾ ഇനിയിപ്പോൾ ഇത് ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞ ട്രിക്ക് യൂസ് ചെയ്യേണ്ട. അതായത് ഇപ്പോൾ ഇതേതാ 2020-21 എവിടെ അവസാനിക്കുക? 31st March 2021 അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 5 വർഷം ആഡ് ചെയ്താൽ മതി. ഈ 21ൻ്റെ കൂടെ 5 വർഷം ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 31/3/2020 എത്രയുണ്ട്? 21ൻ്റെ കൂടെ 5 വർഷം ആടുമ്പോൾ 6 അല്ലേ, 2026. അപ്പോൾ 31/3/2026 കിട്ടും. ഇതാണോ നമുക്ക് ടൈം ലിമിറ്റ്? അല്ല, ഇതല്ല ടൈം ലിമിറ്റ്. അതിൻ്റെ കൂടെ പ്ലസ് ഒരു 3 മാസം കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. അപ്പോൾ 30/6/2026 വരെ സമയമുണ്ട്. നമ്മൾ അപ്പോൾ 30/6/2026 നോട്ടീസ് 2020-21 അസസ്മെൻ്റ് ഇയറിലേക്ക് നോട്ടീസ് അയക്കാൻ 30/6/2026 വരെ സമയമുണ്ട്. പക്ഷേ നമ്മൾ 15th മെയ്ക്ക് തന്നെ നമ്മൾ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അപ്പോൾ വിത്തിൻ ദ ടൈം ലിമിറ്റ് ആണ്. ഇനി അതല്ല ലെസ് ദാൻ 50 lakh ആണെങ്കിലോ? ലെസ് ദാൻ 50 lakh ആണെങ്കിൽ അത് വിത്തിൻ ദ ടൈം ലിമിറ്റ് ആണോ? നമുക്ക് നോക്കാം. ലെസ് ദാൻ 50 lakh ആണെങ്കിൽ നമ്മൾ നോക്കേണ്ടത്, ലെറ്റ്സ് സി ബഡീസ്, ലെസ് ദാൻ 50 lakh ആണെങ്കിൽ 3 years and 3 months ആണ്. 3 years and 3 months ആണ് അല്ലേ. അപ്പോൾ 3 years and 3 months പറയുമ്പോൾ 2020-21, അപ്പോൾ 2021 പറയുമ്പോൾ 31st March 2021 ആണ്. ഓക്കെ, അതിൻ്റെ കൂടെ എന്ത് ചെയ്യാം? 3 വർഷം ആഡ് ചെയ്യാം അല്ലേ. 3 വർഷം ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 22, 23, 24. അപ്പോൾ 31/3/2024 പ്ലസ് 3 മാസം ആഡ് ചെയ്യാം. അപ്പോൾ 30/6/2024 30/6/2024 സമയമുണ്ട്. പക്ഷെ നമ്മൾ 15 May 2024 നമ്മൾ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതും വിത്തിൻ ദ ടൈം ലിമിറ്റ് ആണ്. പക്ഷെ നോട്ടീസ് അയച്ച സപ്പോസിംഗ്ലി ഒരു 15th July 2024 ആയിരുന്നെങ്കിലോ അപ്പോൾ ബിയോണ്ട് ദ ടൈം ലിമിറ്റ് ആണ്. അപ്പോൾ നമുക്ക് നോട്ടീസ് അയക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അതിൽ യാതൊരുവിധ കൺഫ്യൂഷൻസ് ഉണ്ടാകാൻ പാടില്ല. ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ റെഗുലർ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ അത് വീണ്ടും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എനിവേ, ഇനി നമ്മളുടെ എന്താ പറയുക, അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ 3 months ഗ്യാപ്പ് കൊടുക്കാൻ കാരണം വെച്ചാൽ, കാരണം ഈ 148A എന്താ, 148A നോട്ടീസിൻ്റെ മുമ്പുള്ള ഒരു ഇൻറ്റിമേഷനാണ്. അതിന് നമുക്ക് 5 വർഷം 3 വർഷം സമയമുണ്ട്.
കാരണം അതിനുശേഷം നമുക്കൊരു 3 മാസം ഗ്യാപ്പ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ടൈം ലിമിറ്റ് കറക്റ്റ് ആവുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു 3 മാസം കൂടെ എക്സ്ട്രാ കൊടുക്കാൻ കാരണം. ഓക്കെ, കാരണം ഇതാണ് ശരിക്കും നോട്ടീസ്. അതിൻ്റെ മുമ്പുള്ള ഇൻറ്റിമേഷനാണ് 148A. അപ്പോൾ അതിന് 5 വർഷം മറ്റൊരു 5 വർഷം പിന്നെ എന്താ ടൈം ലിമിറ്റിൽ എന്താ വ്യത്യാസം അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഒരു 3 മാസം കൂടെ എക്സ്ട്രാ കൊടുക്കാൻ കാരണം. യെസ്, ഈസി അല്ലേ? ഫൈൻ. അപ്പോൾ അതും നമുക്ക് മനസ്സിലായി. സൂപ്പർ. ഇനി അതിൽ പിന്നെ അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളെ ബാധിക്കുന്ന അമെൻമെൻറ്റ്സ് ഒന്നുമില്ല. നമുക്ക് നോക്കട്ടെ. ഇനി അടുത്തതായിട്ട് നമുക്കുള്ളത് സർവേൻ്റെ കേസ്, പിന്നെ ഞാൻ പറഞ്ഞ പോലെ സെർച്ചിൻ്റെ കേസ്. സെർച്ചിൻ്റെ കേസിൽ എന്താ അമെൻമെൻറ്റ്? സെർച്ചിൻ്റെ അമെൻമെൻ്റ് ആയിട്ടില്ല. ഞാൻ പറഞ്ഞു സെർച്ചിൻ്റെ പ്രൊസീജിയർ 132 ആണ്. സെർച്ച് ചെയ്ത് കിട്ടുന്ന അൺഡിസ്ക്ലോസ്ഡ് ഇൻകം പണ്ട് നമ്മൾ നേരത്തെ പഠിച്ച ഇൻകം എസ്കേപ്പിങ്ങിൽ, അതായത് 147ലേക്കാണ് പോവുക. പിന്നെ അതിൻ്റെ പ്രൊസീജിയർ ഫോളോ ചെയ്യണം. 148 നോട്ടീസ് അയക്കണം, റിട്ടേൺ ഫയൽ ചെയ്യാൻ പറയണം. റിട്ടേൺ ഫയൽ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും സ്ക്രൂട്ടിനി നോട്ടീസ് അയക്കണം ഫോർ ഈച്ച് ഇയർ. പക്ഷേ ഇപ്പോൾ അവരെന്ത് ചെയ്തു? അത് മാറ്റിയിട്ട് ഒറ്റ ബ്ലോക്ക് ആക്കിയിട്ട് തിരിച്ചു ബ്ലോക്ക് അസസ്മെൻറ്റ് ഓർഡറാക്കി മാറ്റി. അതാണ് ഈ പറഞ്ഞ സാധനം. ഓക്കെ, ബ്ലോക്ക് അസസ്മെൻറ്റ് ഇൻ സെർച്ച് ആൻഡ് റിക്വസിഷൻ അല്ലേ? അപ്പോൾ ബ്ലോക്ക് അസസ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് ഞാൻ പറഞ്ഞു. എന്താ ലോജിക്ക്? ബ്ലോക്ക് അസസ്മെൻ്റ് ആക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ പണ്ട് 147 ആകുമ്പോൾ നമുക്കിപ്പോൾ 5 വർഷം ഉണ്ടെങ്കിൽ 5 വർഷത്തെ റിട്ടേൺ ഓരോരോ റിട്ടേൺ ഫയൽ ചെയ്യണം. എന്നിട്ട് അത് ഓരോന്ന് അനലൈസ് ചെയ്യണം, അതായത് അസസ് ചെയ്യണം. അതിന് പകരം 5 വർഷത്തെ സെർച്ച് 5 ഇയേഴ്സ് ആണെങ്കിൽ ആ 5 ഇയേഴ്സിൻ്റെ റിട്ടേൺ എന്ത് ചെയ്യുക? ഒറ്റ റിട്ടേൺ ആയിട്ട് എന്ത് ചെയ്യുക? ഫയൽ ചെയ്യുക. അതാണ് ബ്ലോക്ക് അസസ്മെൻറ്റ്. എന്നിട്ട് അത് ഒറ്റ അസസ്മെൻറ്റ് ഓർഡറായിട്ട് പാസ്സാക്കുക. ദാറ്റ്സ് ഇറ്റ് ബഡീസ് അല്ലേ? അപ്പോൾ എന്താണ് ബ്ലോക്ക് പീരീഡ് എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇറ്റ് ഈസ് പെർട്ടൻറ്റ് നോ ദ ടേം ബ്ലോക്ക് പീരീഡ്. അപ്പോൾ എന്താ ഇറ്റ് ആൾസോ എന്താണ് കംപ്രൈസിങ് പ്രീവിയസ് ഇയർ റെലവൻറ്റ് ടു 6 അസസ്മെൻറ്റ് ഇയേഴ്സ്. ഇത്രയാണ് 6 അസസ്മെൻറ്റ് ഇയേഴ്സ് പ്രിസീഡിങ് ദ പ്രീവിയസ് ഇയർ ഇൻ വിച്ച് ദ സെർച്ച് വാസ് ഇനീഷ്യേറ്റഡ് റിക്വസ്റ്റ് മെയ്ഡ്. നമ്മൾ സെർച്ച് നടക്കുന്ന വർഷം കൂട്ടാതെ മുമ്പത്തെ 6 വർഷം. മാത്രമല്ല ഇറ്റ് ആൾസോ ഇൻക്ലൂഡ് ഫ്രം ദ 1st April ടിൽ ദ സെർച്ച് വാസ് ഇനീഷ്യേറ്റഡ്. ഓക്കെ, എന്താണ് ലാസ്റ്റ് ഓതറൈസേഷൻ എക്സിക്യൂട്ട് ചെയ്തവരെ കൂട്ടും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ നമ്മൾ 10/12/2024 സെർച്ച് നടന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളുടെ ബ്ലോക്ക് പീരീഡ് എന്ന് പറയുമ്പോൾ ഏതാ വരിക? ബ്ലോക്ക് പീരീഡ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഓതറൈസേഷൻ കിട്ടിയത് 18/12 വിചാരിക്കാം. അപ്പോൾ അവർ പറയുകയാണ് സെർച്ച് എന്ന് പറയുമ്പോൾ ഈ 24-25 കൂട്ടാതെ അതിന് മുമ്പത്തെ 6 വർഷം. അപ്പോൾ 23-24 അങ്ങനെ പോയിട്ട് 6 വർഷം. ആൻഡ് നമ്മളുടെ കറണ്ട് ഇയറിൽ 1/4/2024 മുതൽ എന്നാൽ ലാസ്റ്റ് ഓതറൈസേഷൻ 18/12 അതുവരെ ബ്ലോക്ക് പീരീഡായിട്ട് കൂട്ടും. ഓക്കെ, യെസ്. ഇപ്പോൾ എന്താ ലാസ്റ്റ് ഓതറൈസേഷൻ ഒന്നും അമെൻമെൻ്റ് അല്ല, അതൊക്കെ നിങ്ങൾ പണ്ട് പഠിച്ച സംഭവം തന്നെയാണ്. ഓക്കെ, ഇനി അസസ്മെൻറ്റ് ഓഫ് ടോട്ടൽ ഇൻകം. അപ്പോൾ വേർ ഓൺ ഓർ ആഫ്റ്റർ 1/9/2024 the assessing official pass to എന്താണ് or release the total income block period and okay effective pendings. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ നമ്മുടെ സെർച്ച് അസസ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ, അത് ബ്ലോക്ക് അസസ്മെൻറ്റ് തുടങ്ങി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എല്ലാ മറ്റുള്ള പ്രൊസീഡിങ്സും അബേറ്റ് ആവും. അതെല്ലാം എന്താണ് ഇല്ലാതായി പോകും. ഇപ്പോൾ എക്സാമ്പിൾ ആ വർഷം ഒരു പിന്നെ ഇൻകം എസ്കേപ്പിംഗ് പെൻഡിങ് ഉണ്ട്, അല്ലെങ്കിൽ ആ വർഷത്തെ ഒരു സ്ക്രൂട്ടിനി പെൻഡിങ് ഉണ്ട്, അതൊക്കെ അബേറ്റ് ആവും. അതൊന്നും ഇനി കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല. പക്ഷേ പിന്നീട് ആ സെർച്ച് പിന്നെ കോടതി സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ അബേറ്റ് ആയിട്ടുള്ള അസസ്മെൻ്റൊക്കെ വീണ്ടും തിരിച്ചു വരും, റിവൈവ് ചെയ്യും. അതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് ബ്ലോക്ക് പീരീഡ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ടോട്ടൽ ഇൻകം കണ്ടെത്തുക എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഇൻകം ഡിസ്ക്ലോസ്ഡ് ഇൻ ദ റിട്ടേൺ അണ്ടർ ദ സെക്ഷൻ, പിന്നെ അതുപോലെ തന്നെ ടോട്ടൽ ഇൻകം അസസ്ഡ് അണ്ടർ 143(3), പിന്നെ അതുപോലെ തന്നെ ടോട്ടൽ ഇൻകം ഡിക്ലെയർഡ് ഇൻ ദ റിട്ടേൺ. ഓക്കെ, ടോട്ടൽ ഇൻകം ഡിറ്റർമിൻ വെദർ പ്രീവിയസ് ഇയർ ഹാസ് നോട്ട് എൻറ്റേർഡ് ഓൺ ദ ബേസ് ഓഫ് ദ എൻട്രീസ് റെക്കോർഡ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റുഡൻസ് ഷാൾ നോട്ട് കൺഫ്യൂസ് ദാറ്റ് ദ ടാക്സ് പേബിൾ ആൻഡ് ഷാൾ ബി ദ കമ്പ്യൂട്ടഡ് ഓൺ ദ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടഡ് അബോവ്. ഇറ്റ് ഷാൾ ബി കമ്പ്യൂട്ടഡ് ടോട്ടൽ ഇൻകം ആസ് അബോവ് മൈനസ് ടോട്ടൽ ഇൻകം അണ്ടർ 143 അണ്ടർ റിട്ടേൺ ആൻഡ് ടോട്ടൽ ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ നോട്ട് കംപ്ലീറ്റഡ്. അതായത് എന്താണ് പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ 2023, 2024, 2024, 2025 ഈ 2 വർഷത്തെ ആണ് സെർച്ച് നടന്നത് വിചാരിക്കുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇവിടെ പിന്നെ ഈ ബ്ലോക്കിൻ്റെ ടോട്ടൽ ഇൻകം എങ്ങനെ കണ്ടെത്തുന്നത് വെച്ചാൽ, ടോട്ടൽ ഇൻകം ഡിസ്ക്ലോസ്ഡ് ഇൻ ദ റിട്ടേൺ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് സെർച്ച് അസസ്മെൻറ്റ് മാത്രമല്ല ഇൻകം എസ്കേപ്പിംഗ് ആയിക്കോട്ടെ നമുക്ക് വരികയാണെങ്കിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ ആ റിട്ടേണിൽ നമ്മൾ 10 ലക്ഷം കാണിച്ചു വിചാരിക്കുക. ഇനി ടോട്ടൽ ഇൻകം അസസ്ഡ് അണ്ടർ 143, 144 അല്ലേ ടു ദ എന്താണ് ഡേറ്റ് ഓഫ് എന്താണ് പ്രയർ ടു ദ ഡേറ്റ് ഓഫ് ഇനീഷ്യേഷൻ എന്താണ് 132. ഇനി നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് വല്ല എമൗണ്ട് അസസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ ഒരു 15 ലക്ഷം. പിന്നെ നമ്മളുടെ ആ ഇയർ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ അവരുടെ ബുക്സ് പ്രകാരമുള്ള ഒരു ഇൻകം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട്
നമ്മൾ മൊത്തം ചെയ്യും 25ഉം 30 ലക്ഷം. പക്ഷേ ഇത് ഈ 30 ലക്ഷത്തിന് മേലെയാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്? അല്ല. അത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളുടെ മൈനസ് ടോട്ടൽ ഇൻകം അസസ്ഡ് അണ്ടർ 143, അതായത് ഗവൺമെൻറ് ഓൾറെഡി കണ്ടെത്തിയ അപ്പോൾ പിന്നെ നിങ്ങളിത് കൺഫ്യൂഷൻ ആവരുത്. ഈ റിട്ടേൺ ഏതാ? ഇത് നമ്മൾ ഇപ്പോൾ ഫയൽ ചെയ്യുന്ന റിട്ടേൺ. ഇതെന്താ? ഈ അസസ്ഡ് എന്താ? നമ്മൾ ആ വർഷങ്ങളിലെ റിട്ടേൺ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും, എന്നിട്ട് അത് അസസ്മെൻറ്റ് ഓർഡർ പാസ്സാക്കിയിട്ടുണ്ടാവും. അല്ലാതെ ഇത് രണ്ടും ഒരേ സംഭവമുണ്ട്. ഈ ഫസ്റ്റത്തത് നമ്മളിപ്പോൾ ഫയൽ ചെയ്യുന്ന റിട്ടേൺ ആണ്. രണ്ടാമത്തത് നമ്മൾ ആ വർഷത്തെ റിട്ടേൺ ആ വർഷം നമ്മൾ സബ്മിറ്റ് ചെയ്തു, അതിൻ്റെ അസസ്മെൻറ്റ് ഓർഡർ പ്രകാരം ഇൻകം ഉണ്ടാവും. അതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ നമ്മൾ ഇപ്പോൾ കാണിച്ച ഇൻകം 10 ലക്ഷമാണ്. പിന്നെ അല്ലെങ്കിൽ അത് ലോജിക്കലി ശരിയല്ല. നമ്മളിപ്പോൾ കാണിച്ചത് 15 ലക്ഷമാണ്. ആ 2 വർഷത്തെ കൂടെ കൂട്ടിയിട്ട്. പിന്നെ നമ്മൾ ആ വർഷങ്ങളിൽ അതത് വർഷങ്ങളിൽ നമ്മൾ കാണിച്ചത് ഒരു 10 ലക്ഷമാണെന്ന് വിചാരിക്കുക. പിന്നെ നമുക്ക് എന്തെങ്കിലും നമ്മൾ ആ വർഷം കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ റെക്കോർഡ്സ് പ്രകാരമുള്ള ഇൻകം കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ അത് വേണ്ട, നമുക്കിത് രണ്ടും ആഡ് ചെയ്യാം. ഇപ്പോൾ 25 ലക്ഷം. ഇനി 25, അപ്പോൾ ഇതാണ് മൊത്തം നമ്മളുടെ പിന്നെ ഇൻകം. ഇത് നമ്മൾ എന്ത് മൈനസ് ചെയ്യുക? മൈനസ് നമ്മളുടെ ടോട്ടൽ ഇൻകം അസസ് അണ്ടർ 143, അവർ അസസ് ചെയ്ത 10 ലക്ഷം. ഓക്കെ. പിന്നെ ടോട്ടൽ ഇൻകം ആസ് പെർ ദ റിട്ടേൺ അണ്ടർ 139. അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ ബേസിക്കലി അസസ് ചെയ്ത ഇൻകം എത്രയാണോ നമ്മളത് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യാം. അപ്പോൾ ഇതിൽ പെടാത്ത ഇൻകംസ് ഉണ്ടാവുമല്ലോ, ഇതിൽ പെടാത്ത ഇൻകംസ് ആണ് നമ്മളുടെ ബാലൻസ് ഈസ് അൺഡിസ്ക്ലോസ്ഡ് ഇൻകം. കാരണം നമ്മളിപ്പോൾ പിന്നെ സേ ഫോർ എക്സാമ്പിൾ നമ്മളുടെ അപ്പോൾ മൊത്തം 25 ലക്ഷം. ഇനി അവർ അസസ് ചെയ്തത് ഒരു 10 ലക്ഷമാണ് വിചാരിക്കാം. അപ്പോൾ ബാക്കി എത്ര വരാം? ബാക്കി 5 ലക്ഷം. ഈ 5 ലക്ഷമാണ് അൺഡിസ്ക്ലോസ്ഡ് ഇൻകം. അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് എത്രയേ ഉള്ളൂ? നമ്മൾ എന്ത് ചെയ്യണം? റിട്ടേണിൽ നമ്മൾ ഒരു ഇൻകം കാണിച്ചു. നമ്മൾ ആ വർഷങ്ങളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തത് അസസ് ചെയ്ത ഇൻകമാണ് 10 ലക്ഷം. ഇതാണ് മൊത്തം നമുക്ക് അവർക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്തത്. ഇനി നമ്മളതിന് എന്ത് കുറയ്ക്കുന്നു? നമ്മളുടെ അസസ് ചെയ്ത ഇൻകം നമ്മൾ റിട്ടേണിൽ അന്നത്തെ റിട്ടേണിലെ ഇൻകം നമ്മൾ കുറയ്ക്കുന്നു അല്ലേ? അപ്പോൾ ബാക്കി വരുന്ന ഇൻകംസ് ആണ് ബേസിക്കലി എന്തുള്ളത്? അൺഡിസ്ക്ലോസ്ഡ് ഇൻകം ആയിട്ട് കണക്കാക്കുക. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഫയൽ ചെയ്ത ആ സംഭവമല്ലേ, ടോട്ടൽ ഇൻകം ഡിസ്ക്ലോസ് ഇൻ ദ റിട്ടേൺ 115 BC ഇല്ലേ, ഈ റിട്ടേണിന്ന് നമ്മൾ എന്ത് കുറയ്ക്കുന്നു? ശരിക്കും ഉള്ള ഇൻകം കുറയ്ക്കുന്നു. അപ്പോൾ ശരിക്കും നമ്മൾ കാണിച്ച ഇൻകം, ശരിക്കും നമ്മൾ കാണിച്ച ഇൻകം കുറയ്ക്കുന്നു. അന്ന് കാണിക്കാത്ത എക്സ്ട്രാ ഇൻകം അല്ലേ, അതാണ് ശരിക്കും നമ്മളുടെ അൺഡിസ്ക്ലോസ്ഡ് ഇൻകം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ ശരിക്കും അതാണ് അതിൻ്റെ ലോജിക്ക്. നമ്മൾ എത്രയാണോ നമ്മളുടെ ഈ ഒരു ഇൻകത്തിൽ കാണിച്ചത്, നമ്മുടെ റിട്ടേണിൽ കാണിച്ചത്, ഏത് റിട്ടേണിൽ? നമ്മുടെ ഈ സെർച്ചിൻ്റെ റിട്ടേണിൽ കാണിച്ചത്, അതിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ പിന്നെ നമ്മൾ പണ്ട് കാണിച്ചതായിട്ടുള്ള ഇൻകംസ് നമ്മൾ കുറയ്ക്കുന്നു. ശരിക്കും ഇതാണ് നമ്മുടെ ശരിക്കും ഇൻകം. ഇപ്പം നമ്മൾ കാണിച്ച ഈ ഇൻകമിൽ അതാണ് ശരിക്കും ഇൻകം. ആ ശരിക്കും ഇൻകം നമ്മൾ എന്ത് കുറയ്ക്കണം? നേരത്തെ നമ്മൾ ഓൾറെഡി ടാക്സ് അടച്ച ഇൻകം കുറയ്ക്കാം, അല്ലെങ്കിൽ നമ്മൾ അസസ്മെൻറ്റ് കഴിഞ്ഞ ഇൻകം കുറയ്ക്കാം. ആ അസസ്മെൻറ്റിൽ പെടാത്ത ഇൻകമല്ലേ, അതാണ് നമ്മൾ അൺഡിസ്ക്ലോസ്ഡ് ഇൻകം. അതിനെ ഇൻകം എസ്കേപ്പിംഗ്, രണ്ട് സെയിം ലോജിക്കാണ്. ഓക്കെ, സെറ്റ്. ഇനി അതിൽ ഞാൻ കൂടുതൽ ടൈം കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്മേൽ തന്നെ ഫുൾ ഇരിക്കേണ്ടി വരും. അപ്പോൾ ബ്ലോക്ക് അസസ്മെൻറ്റ് നമ്മൾ പിന്നെ റെഗുലർ ക്ലാസ്സിൽ മാത്രമേ എനിക്കത് ഫുള്ളായിട്ട് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ ലോജിക്ക് പറഞ്ഞിട്ട് എന്താണ് ബ്ലോക്ക് അസസ്മെൻറ്റ്, അതിൽ ഏകദേശം ഏതാണ് ബ്ലോക്ക് പീരീഡ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി. അല്ലാതെ ഫുൾ ഞാൻ പറയുന്നില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്മേൽ തന്നെ ഇരിക്കേണ്ടി വരും ഫുൾ ടൈം. അപ്പോൾ അത് അത്രേ ഉള്ളൂ. ഇനി അപ്പീൽസിൻ്റെ കേസിൽ നമുക്ക് പിന്നെ അമെൻമെൻറ്റ് നോക്കാം. അപ്പീലിൻ്റെ അമെൻമെൻറ്റ് അതൊന്നും നമുക്ക് ഈ ഓർഡർ അണ്ടർ 115 BC പുതിയ സംഭവം, അതും കൂടെ അപ്പീലിന് പോകാം. പിന്നെ അതിൽ അമെൻമെൻ്റ് ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്, പവർ ഓഫ് CIT അപ്പീൽ. ശരിക്കും CIT അപ്പീലിന് എന്തൊക്കെ പവർ ഉള്ളത്? അവർക്ക് പിന്നെ കൺഫേം ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം, എൻഹാൻസ് ചെയ്യാം, ആനുവൽ ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. പക്ഷെ ഒരിക്കലും സെറ്റ് അസൈഡ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. അതായത് റെഫർ ബാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതായത് റെഫർ ബാക്ക് എന്ന് വെച്ചാൽ പുതുതായിട്ട് ഫ്രഷ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അസസ് ചെയ്ത് തിരിച്ചു വരൂ, അത് പറയാനുള്ള ഓപ്ഷൻ ഇല്ല ശരിക്കും. പക്ഷേ നമ്മളുടെ വേറെ അപ്പീൽ അഗെയിൻസ്റ്റ് ഓർഡർ ഓഫ് അസസ്മെൻറ്റ് 144 ആണെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? അവർക്ക് സെറ്റ് അസൈഡ് ചെയ്തിട്ട് റെഫർ ബാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് മാത്രമാണ് അമെൻമെൻറ്റ്. അപ്പോൾ സാധാരണ CITക്ക് എന്തില്ല? സെറ്റ് അസൈഡ്. ഇതൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ, ഈസി ആയിട്ട് ക്വസ്റ്റ്യനിൽ അവർക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. അവർ പറയും CIT അപ്പീൽ ഒരു ഓർഡർ സെറ്റ് അസൈഡ് ചെയ്തു, അത് ശരിയാണോ? അത് ശരിയാണ് ഏതാണെങ്കിൽ 144ൻ്റെ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള അപ്പീലാണെങ്കിൽ ഓക്കെയാണ്, അല്ലെങ്കിൽ പറ്റില്ല. സെറ്റ് അസൈഡ് ചെയ്യാൻ ആർക്ക് മാത്രമേ അധികാരമുള്ളൂ? ITATക്ക് മാത്രമേ അധികാരമുള്ളൂ. പക്ഷേ ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് സെറ്റ് അസൈഡ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഓക്കെ, നമ്മൾ റെഗുലർ ക്ലാസ്സിൽ ഡീറ്റെയിൽ കവർ ചെയ്താണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ടൈം ലിമിറ്റ്. നമ്മൾ അപ്പീൽ നമ്മളുടെ അപ്പീൽ ട്രിബ്യൂണലിൻ്റെ കേസിലാണ്. ഓക്കെ, അപ്പീൽ ട്രിബ്യൂണലിൻ്റെ കേസിൽ
പിന്നെ ടൈം ലിമിറ്റ് അപ്പീൽ ബൈ ദി അസസി വിത്തിൻ 60 days ആണ്. ആ 60 days മാറ്റിയിട്ട് എന്താക്കി മാറ്റി 2 months ആക്കി മാറ്റി ഫ്രം ദ എൻഡ് ഓഫ് ദ മന്ത് ഇൻ വിച്ച് ഓർഡർ ഇസ് കമ്മിങ്. അപ്പോൾ നേരത്തെ ഓർഡർ കിട്ടിയതിൻ്റെ 60 days ആയിരുന്നു, അത് മാറ്റിയിട്ട് ഇപ്പോൾ എന്താക്കി മാറ്റി 2 months ഫ്രം ദ എൻഡ് ഓഫ് ദ മന്ത് അങ്ങനെ ആക്കി മാറ്റി. അപ്പോൾ ഇഫക്റ്റീവ്ലി 2 months തന്നെയാണ്. പക്ഷേ മാറ്റമെന്ന് വെച്ചാൽ ആ ഓർഡർ കിട്ടിയത് ആ മാസം കൂട്ടാതെ അടുത്ത 2 മാസങ്ങൾ, അതാണ് ഒരു അമെൻമെൻറ്റ്. ഇത് എങ്ങോട്ട് IT കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. പിന്നുള്ളത് ദിസ് ഇമ്പോർട്ടൻറ്റ്, ഇതിൻ്റെ അയ്യോ ഇത് ഞാൻ GST പറയാൻ മറന്നു അല്ലേ. ഓക്കെ ഫൈൻ. GST ശരിക്കും GSTൻ്റെ കൂടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു അമെൻമെൻറ്റും കൂടെ ഉണ്ട് കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ GST എന്തുകൊണ്ടാണ് പറയാൻ മറന്നുപോയത്. GST ഒരു അമെൻമെൻറ്റ്, ഇത് ഒരു ഇമ്പോർട്ടൻ്റ് അമെൻമെൻറ്റ് GST വന്നിട്ടുണ്ട്. അയ്യോ ഇല്ല സോ കുഴപ്പമില്ല. അതായത് നിങ്ങൾ അതൊന്ന് ഓർത്തിരിക്കുക, GST ഇതേ അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. ലിമിറ്റ് വ്യത്യാസമുണ്ട്, പക്ഷേ ഞാൻ ബുക്ക് ക്ലോസ് ചെയ്ത് നോക്കി, കുഴപ്പമില്ല. അപ്പോൾ ഏതായാലും പിന്നെ ഞാൻ പറ്റി നോക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പിന്നെന്താണ് നോക്കുക. അതായത് ഇതെന്താ സാധനം എന്ന് വെച്ചാൽ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ വെറുതെ കുറേ അപ്പീലിന് പോകും, വെറുതെ ഒരുപാട് അപ്പീലിന് പോകും. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു, ഡിപ്പാർട്ട്മെൻറ്റോട് പറഞ്ഞു വെറുതെ എന്ത് ചെയ്യരുത്, ഓരോന്നിനും വെറുതെ അപ്പീലിന് പോകരുത്. അപ്പോൾ ഒരു ലിമിറ്റ് വെച്ചു. ആ ലിമിറ്റിൻ്റെ മുകളിൽ നിങ്ങൾക്ക് പിന്നെ ടാക്സ് കിട്ടാനുണ്ടെങ്കിൽ മാത്രം അപ്പീലിന് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു ലിമിറ്റ് വെച്ചു. ഇത് GST ആ ലിമിറ്റ് ഉണ്ടായിരുന്നില്ല, പുതിയതായിട്ട് അവർ ലിമിറ്റ് കൊണ്ടുവന്നു. ഇൻകം ടാക്സിൽ ഓൾറെഡി ലിമിറ്റ് ഉണ്ടായിരുന്നു, ആ ലിമിറ്റ് മാറ്റി. അപ്പോൾ രണ്ടിലും അമെൻമെൻറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഇവിടെ എവിടെയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് കിട്ടും. അപ്പോൾ GST എന്താണ് പുതുതായിട്ട് ലിമിറ്റ് കൊണ്ടുവന്നു, ഇവിടെ എന്താണ് ലിമിറ്റ് ഉള്ളത് എക്സ്റ്റെൻഡ് ചെയ്ത് എന്താണ് കുറച്ച് കൂട്ടി. അതായത് നമ്മൾ IT പോകണമെങ്കിൽ പണ്ട് 50 lakhും ആയിക്കോട്ട് 1 crore സുപ്രീം കോടതി 2 crore. ഇത് നമുക്ക് ബാധകമല്ല, ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ലിമിറ്റ് നോക്കുന്നത്, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ 2024 50 60 ആക്കി, 1 2 ആക്കി, മറ്റത് 5 ആക്കി. ഓക്കെ, സിമ്പിൾ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നെങ്കിൽ GST അല്ലെങ്കിൽ ഇൻകം ടാക്സിൽ എവിടെയെങ്കിലും ഒന്ന് അവിടെ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഫൈൻ. പിന്നെ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ അതൊക്കെ കഴിഞ്ഞതാണ്. ഓക്കെ, അഡ്വാൻസ് റൂളിങ്സ് അതിലൊന്നും അമെൻമെൻറ്റ്സ് ആയിട്ടില്ല. പിന്നെ ഇൻട്രസ്റ്റിൻ്റെ കമ്പ്യൂട്ടേഷൻസിലൊന്നും ഇല്ല. പിന്നെ പെനാൽറ്റീസ് ആൻഡ് പ്രോസിക്യൂഷൻ അല്ലേ, അപ്പോൾ അതിലൊന്നും അങ്ങനെ എന്താണ് അമെൻമെൻറ്റ്സ് ആയിട്ടൊന്നും ഇല്ല. പിന്നെന്തായിരുന്നു ലോൺസ് ആൻഡ് ഡെപ്പോസിറ്റ്സ്. പിന്നെ ഒരു ഈക്വലൈസേഷൻ ലെവലൊരു അമെൻമെൻറ്റ് ഉണ്ട്. ഫെസിലിറ്റി ഈ ബിസിനസ് റീസ്ട്രക്ചറിങ് CA ഫൈനലിൽ ശരിക്കും ബുക്കിലില്ല, പക്ഷേ CMA ഫൈനൽ ബുക്കിലുണ്ട്. അതുകൊണ്ട് ഞാനിതൊരു സെപ്പറേറ്റ് എനിക്ക് തോന്നിയത് നല്ലതാണ്, നമുക്ക് ഏറ്റവും നല്ലത് തോന്നുന്നത് അത് നമ്മൾ എടുക്കും. അപ്പോൾ CMA ഫൈനലിൽ ഇതിങ്ങനത്തെ സെപ്പറേറ്റ് ചാപ്റ്റർ ഉണ്ട്. CA ഫൈനലിൽ അപ്പോൾ ടോപ്പിക്സ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ ക്യാപിറ്റൽ ഗെയിനിൽ സെക്ഷൻ 47 കൊടുത്തേക്കാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് സെപ്പറേറ്റ് ചാപ്റ്ററാക്കി മാറ്റിയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ചാപ്റ്റർ നിങ്ങൾ CA ഫൈനൽ ഞങ്ങൾ കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കരുത്. അത് ബേസിക്കലി അതൊരു സെപ്പറേറ്റ് ചാപ്റ്ററാക്കി മാറ്റിയതാണ്, പുതുതായിട്ടൊന്നും പഠിച്ചിട്ടില്ല. അതായത് നമ്മുടെ 47 ഞാനൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇനി ഈക്വലൈസേഷൻ ലെവൽ എന്താണ് സർ മാറ്റം? വളരെ ഇമ്പോർട്ടൻ്റ് ഒരു മാറ്റം ഉണ്ടായിരുന്നു. അതായത് നമുക്ക് പണ്ട് 2 ഈക്വലൈസേഷൻ ലെവൽ ഉണ്ടായിരുന്നു. ഞാൻ ഇല്ലാത്തതിനെ കുറിച്ച് ഇനി പറയുന്നില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഒറ്റ കാര്യം ഓർത്താൽ മതി, ഇപ്പോൾ ആകെ 6% ഓൺ ഈ പറഞ്ഞ കാര്യങ്ങളുടെ മേലെ മാത്രമേ ഈക്വലൈസേഷൻ ലെവൽ വരുള്ളൂ. നമുക്ക് വേറൊരു സാധനം ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കി. ഓക്കെ, അത് ഒഴിവാക്കി. ഇപ്പോൾ ഈ ഒരു സാധനത്തിന് മേലെ മാത്രമേ ഈക്വലൈസേഷൻ ലെവി വരുന്നുള്ളൂ. അതാണ് അവിടെ മാറ്റം. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഉള്ള ഒരു അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, NRI ടാക്സേഷൻ. NRI ടാക്സേഷൻ അമെൻമെൻറ്റ് ഉണ്ട്. NRI ടാക്സേഷൻ അമെൻമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ലോങ് ടൈം ക്യാപിറ്റൽ ചാപ്റ്ററിൽ അമെൻമെൻറ്റ് ആണ്, അത് നോക്കണ്ട. പിന്നെ ഇതും ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഏത് ഇവിടെ നമുക്കൊരു പുതിയൊരു സാധനം വന്നിട്ടുണ്ട്, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഓഫ് ക്രൂസ് ഷിപ്സിൻ്റെ കേസിൽ 44BBC എന്നൊരു പുതിയ സെക്ഷൻ വന്നിട്ടുണ്ട്. മറ്റേത് അപ്പോൾ ഇവിടെ നമ്മുടെ പിന്നെന്താണ് നോട്ട് അപ്ലിക്കബിൾ ടു ക്രൂസ് ഷിപ്പ്. ഏത് നമ്മുടെ നേരത്തെ 44B ഉണ്ടല്ലോ, അതിലത്ര 7.5 അത് ആർക്ക് ബാധകമല്ല, അത് ക്രൂസ് ഷിപ്പിന് ബാധകമല്ല. കാരണം ക്രൂസ് ഷിപ്പിന് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി, അതിന് പിന്നെന്താണ് പ്രിസംപ്റ്റീവ് 20% ആണ്. അത്രേ ഉള്ളൂ. ബാക്കി നിങ്ങൾ വായിച്ചു നോക്കുക. റേറ്റ് മാറി. ഇവിടെ 7.5 നോർമൽ ഷിപ്പ്, ക്രൂസ് ഷിപ്പ് ആണെങ്കിൽ 20% ആണ് ടാക്സ് റേറ്റ് വരിക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് പുതിയ ഒരു സംഭവം ആണ്. ഓക്കെ, യെസ്. പിന്നെ അപ്പോൾ NRI ടാക്സേഷനിൽ വേറെ അങ്ങനെ സംഭവമായിട്ടുള്ള ഇതൊന്നുമില്ല. പിന്നെ ഇൻ്റർനാഷണൽ ടാക്സേഷനാണ്. അതിൽ നമുക്ക് മെയിനായിട്ടുള്ള അമെൻമെൻറ്റ്സ് ഒന്നുമില്ല. അതിൽ ഇൻ്റർനാഷണൽ ടാക്സേഷനിൽ നമുക്ക് പിന്നെ ട്രാൻസ്ഫർ പ്രൈസിങ്ങിലും ഇല്ല. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഇതൊക്കെ ട്രാൻസ്ഫർ പ്രൈസിങ് മെത്തേഡ്സ് ആണ്. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. ചെയ്തിട്ടില്ലേ മക്കളെ?
ഇൻ്റർനാഷണൽ ടാക്സേഷൻ ഒരിക്കലും നിങ്ങൾ വിട്ടുപോകട്ടോ, കാരണം നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അല്ലാതെ അത് വലിയ പേര് കേട്ടിട്ട് പേടിച്ച് പോരുത്. സംഭവം സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ്, മാർക്ക് പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ റെഫറൻസ് ടു TPO ഒന്നും നമുക്കില്ല. അഡ്വാൻസ് പ്രൈസിങ് എഗ്രിമെൻറ്റ്, APA ഒക്കെ പഠിച്ചിട്ടില്ലേ? അയ്യോ തങ്ങടെ പോകുന്നത് എവിടെ പോയി? പിന്നെ നമുക്ക് ഓവർവ്യൂ ഓഫ് DTA അല്ലേ, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതിലൊന്നും അമെൻമെൻറ്റ്സ് ആയിട്ട് നമുക്കൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല ശരിക്കും പറയുകയാണെങ്കിൽ. പിന്നെ അപ്ലിക്കേഷൻ ഡെപ്രഷൻ ഓഫ് ട്രീറ്റി അതൊന്നും വലിയതായിട്ട് പഠിക്കാനില്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ മക്കളെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പിന്നെ ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഇതുകൊണ്ട് കാണിച്ചു തരാം. GSTയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ് ഞാൻ GSTൻ്റെ ക്ലാസ്സിൽ GSTൻ്റെ അമെൻമെൻറ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ കേട്ടതായിട്ട് ഓർമ്മ ഉണ്ടോ? പറഞ്ഞിട്ടില്ല, എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ കേട്ടോ, കുഴപ്പമില്ല. ഞാൻ പറയാൻ പോകുന്ന ഉദ്ദേശം എന്ന് വെച്ചാൽ ശ്രദ്ധിക്കട്ടോ, എന്താണ് നമുക്ക് നോക്കാം. അതായത് GSTൻ്റെ അമെൻമെൻറ്റ് വീഡിയോ കാണാം കേട്ടോ നിർബന്ധമായിട്ട്. അതിൽ അത്യാവശ്യം നല്ല അമെൻമെൻറ്റ്സ് ഉണ്ട്. GST നമ്മൾ ഫൈനലൊക്കെ അത്യാവശ്യം ഒരുപാട് അമെൻമെൻറ്റ്സ് ഉണ്ട് അല്ലേ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്താണ്, അത് വിട്ടുപോരുത്. അപ്പോൾ ഇതിൽ റീഫണ്ടല്ല, അപ്പീൽ ചാപ്റ്റർ എവിടെ, അതങ്ങനെ വിട്ടുപോയത്? അപ്പീൽ. ഇപ്പം അപ്പീലിൻ്റെ കേസിൽ നമ്മൾ കണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ പക്ഷേ അതിലേക്ക് കൊടുത്തിട്ടില്ല. ഇതാണ് കറക്റ്റ്. അതായത് നമുക്ക് പിന്നെ അപ്പീൽ നോട്ട് ടു ബി ഫൈൽഡ് ഇൻ സർട്ടൻ കേസസ്, സെക്ഷൻ 120. അപ്പോൾ ഇതിൽ ഈ ഒരു സാധനം എന്താ വെച്ചാൽ നമ്മളുടെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു പ്രശ്നം, അതായത് GST ഡിപ്പാർട്ട്മെൻറ്റും വേണ്ടതിനും വേണ്ടാത്തതിനും അങ്ങനെ അപ്പീലിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് പറഞ്ഞു നിർത്തിക്കോ, നിങ്ങൾ അങ്ങനെ എന്ത് ചെയ്യേണ്ട, എല്ലാത്തിനും ചെറിയ ജുജൂബി എമൗണ്ടോ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇങ്ങനെ അപ്പീലിന് പോകരുത്. അപ്പോൾ അതുകൊണ്ടൊരു ലിമിറ്റ് വെച്ചു. നിങ്ങൾ GST ATക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം എന്ത് ചെയ്യണം, 20 ലാഖിൻ്റെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാർ എന്തുകൊണ്ടാണ് അപ്പലേറ്റ് അതോറിറ്റിയുടെ അടുത്ത് നമുക്ക് ഫസ്റ്റത്തെ അപ്പീൽ അതോറിറ്റി ആണല്ലോ, അവിടെ എന്തുകൊണ്ടാണ് ഈ ലിമിറ്റ് വെക്കാത്തത്? നമ്മൾ നേരത്തെ CIT അപ്പീൽ പഠിച്ചാണല്ലോ, അവിടെ നമ്മൾ അല്ലേ, ഇവിടെ നമുക്ക് ഇൻകം ടാക്സിൻ്റെ കേസ് CIT അപ്പീലിനും ITATക്കും ഒക്കെ ലിമിറ്റ് ഉണ്ട്. പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് GST ATക്ക് മാത്രം നമുക്ക് ലിമിറ്റ് ഉള്ളത്? അത് ഞാൻ റെഗുലർ ക്ലാസ് എടുത്ത സമയത്ത് കമ്പയർ ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രൊസീജിയറെല്ലാം നമ്മൾ കമ്പയർ ചെയ്താൽ പഠിച്ചത് അല്ലേ, അപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫസ്റ്റ് അപ്പീൽ ഏതാ? ഇൻകം ടാക്സിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഫസ്റ്റ് അപ്പീൽ എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫസ്റ്റ് അപ്പീൽ എന്ന് വെച്ചാൽ CIT അപ്പീലിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് പോകാൻ പറ്റുമോ എന്നാണ് ഡൗട്ട്. CIT അപ്പീലിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് പോകാൻ പറ്റുമോ? ദി ആൻസർ ഇസ് നോ. അതുപോലെ നമ്മുടെ ഇവിടെയും നോർമലി GST 18ൻ്റെ കേസിൽ ഇവിടെ നമ്മൾ അപ്പലേറ്റ് അതോറിറ്റിയുടെ അടുത്ത് പോവാം, പക്ഷേ അതൊരു റിവ്യൂ പെറ്റീഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് GST 80ക്കാണ് ബേസിക്കലി ലിമിറ്റ് ഉള്ളത്. ഓക്കെ, ഇപ്പോൾ GST 18ൻ്റെ കേസിൽ നമ്മളെ ലിമിറ്റ് എത്രയാണ്? 20 lakhs ആണ്. ഓക്കെ, GSTൻ്റെ കേസിൽ 20 lakh ആണ്. മറ്റോട് എത്രയായിരുന്നു ഞാൻ ഓർക്കുന്നില്ല അല്ലേ, ലിമിറ്റ് മാറിയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇൻകം ടാക്സ് GST രണ്ടും കൂടെ തള്ളി കയറുമ്പോഴേ ചിലപ്പോൾ കൺഫ്യൂഷൻ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ GST 80ലേക്ക് 20 lakh ആണ്. പിന്നെ ഹൈക്കോർട്ടിലേക്ക് 1 crore, സുപ്രീം കോടതിയിലേക്ക് 2 crore. ഇത് ആർക്ക് മാത്രമാണ് ഈ ലിമിറ്റ് ബാധകം? ഓൺലി ഫോർ ദ ഡിപ്പാർട്ട്മെൻറ്റ് കേട്ടോ. നമ്മൾ പോകുമ്പോൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വേണമെങ്കിൽ 1 ലക്ഷത്തിന് വേണമെങ്കിലും പോകാം. ഓക്കെ, പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് പോകുമ്പോൾ മിനിമം ഇത്രയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെന്താണ് സാറേ ഈ താഴത്തെ സാധനം എന്ന് വെച്ചാൽ പിന്നെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ നോക്കണം നിർബന്ധമല്ല. കാരണം ഞാൻ ഈ ലിമിറ്റ് പറയാൻ വേണ്ടി മാത്രം എടുത്താണ്. ഓക്കെ, അപ്പോൾ ഏതായാലും ഏകദേശം 2 മണിക്കൂറോളായി നമ്മൾ അമെൻമെൻറ്റ് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അല്ലേ. അപ്പോൾ അത് മതി. സോ എനിവേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഒരുപാട് പേർക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹെൽപ്ഫുൾ ആണെങ്കിൽ അത് നിങ്ങൾ നമ്മളെ അറിയിക്കുക, താഴെ അറിയിക്കുക. അപ്പോൾ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കാരണം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ GST മാരത്തൺ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സെറ്റല്ലേ മക്കളെ? റെഡി? ബൈ.